ഹായ് ഓൾ, LB അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ NIOS ക്ലാസ് എടുക്കുന്ന LB അക്കാദമിയിലെ ഫാക്കൽറ്റിയാണ്, നീതുവാണ്. ഇപ്പം നമ്മളിവിടെ വന്നിരിക്കുന്നത് നാളെ നിങ്ങൾക്ക് മാത്സ് എക്സാമാണ്. അപ്പോൾ എല്ലാവരും പ്രിപ്പയർഡാണ്, എല്ലാം നോക്കിയിട്ടുണ്ട്. എന്നാലും ഒരു ഫൈനൽ ടച്ചപ്പ് അല്ലെങ്കിൽ ഒരു മാരത്തോൺ പോലെ നമുക്ക് എല്ലാ ചാപ്റ്റേഴ്സും ഒന്ന് ഓടി വായിക്കാം. അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ സ്കോർ കിട്ടുന്ന ചാപ്റ്റേഴ്സ് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുന്ന പോർഷൻസ് ഏതാണ്, അതൊക്കെ ഒന്ന് സ്ട്രൈക്ക് ചെയ്ത് നമ്മുടെ മൈൻഡിൽ ഒന്നുകൂടെ ഷാർപ്പൺ ചെയ്ത് നിർത്താം. നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ മാർക്ക് സ്കോർ ചെയ്ത് നിങ്ങൾക്ക് പാസ്സാവുക എന്നുള്ളൊരു ലക്ഷ്യത്തേക്ക് വരാനായിട്ടാണ് ഞാനിപ്പോൾ ഇതിൽ പറയുന്നത്. ഓരോ മോഡ്യൂൾ വൈസ് നിങ്ങൾക്ക് എത്രയൊക്കെ മാർക്സ് ആണ് നിങ്ങൾക്ക് അറിയായിരിക്കും, പലർക്കും അറിയില്ലായിരിക്കും, കൂടുതൽ പേർക്ക് അറിയായിരിക്കും. എന്നാലും ഞാനൊന്ന് പറഞ്ഞു പോകാം. ഓരോ മോഡ്യൂൾ വൈസ് നിങ്ങൾക്ക് എത്രയാണ്, 6 മോഡ്യൂൾസാണുള്ളത് അല്ലേ? 16 ചാപ്റ്റേഴ്സ് ഉണ്ട്, 6 മോഡ്യൂളുണ്ട്. ഈ 6 മോഡ്യൂളിൽ ഏതൊക്കെ മോഡ്യൂളിനാണ് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി, ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളതെന്ന് പലർക്കും അറിയുണ്ടാവില്ല. അപ്പോൾ അത് അനുസരിച്ചിട്ട് നമുക്ക് ആ മാർക്കുകളൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് പറഞ്ഞു തരാം ഞാൻ. ഫസ്റ്റ് മോഡ്യൂൾ എന്ന് പറയുന്നത് ആൾജിബ്രയാണ്. ആൾജിബ്രയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണത് ചാപ്റ്റർ 4 ആണ്, സ്പെഷ്യൽ പ്രൊഡക്ട്സ് ആൻഡ് ഫാക്ടറൈസേഷൻ. പിന്നെ ഒരു ലീനിയർ ഇക്വേഷൻ, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, അരിത്തമെറ്റിക് പ്രോഗ്രഷൻ. ഇങ്ങനെ 4 ചാപ്റ്റേഴ്സാണ്. ഈ 4 ചാപ്റ്റേഴ്സിൽ നിന്ന് നമുക്ക് വരുന്നത് 20 മാർക്സാണ്. ഏറ്റവും കൂടുതൽ മാർക്സിൽ വരുന്ന ഒരു മോഡ്യൂളാണ് ഈ ഫസ്റ്റ് മോഡ്യൂൾ എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് ഫസ്റ്റ് ചാപ്റ്റർ, നമ്മൾ 4th ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത് സ്പെഷ്യൽ പ്രൊഡക്ട്സ് ആൻഡ് ഫാക്ടറൈസേഷൻ ആണ് നമ്മൾ പഠിച്ചു തുടങ്ങുക. അതുപോലെ ലീനിയർ ഇക്വേഷൻ ഏറ്റവും സിമ്പിളായിട്ടുള്ള ചാപ്റ്റേഴ്സാണ്. അരിത്തമെറ്റിക് പ്രോഗ്രഷനും സിമ്പിളാണ്. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഇതിലൊക്കെ ബേസിക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് സർട്ടൻ ഫോർമുലാസ് ഉണ്ട്. ആ ഫോർമുലാസിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസാണ്. അതായത് നമുക്ക് അതിനെക്കുറിച്ച് നീറ്റായിട്ട് ആ ഇക്വേഷൻ അറിയാമെങ്കിൽ ഡയറക്റ്റ് ആപ്ലിക്കേഷനാണ് അതിലുള്ളതല്ല. നമുക്കപ്പോൾ ചാപ്റ്റർ വൈസ് ഒന്ന് പോകാം. അതിന് മുന്നേ നെക്സ്റ്റ് മോഡ്യൂളിനെ കുറിച്ചിടും. എല്ലാ മോഡ്യൂൾസിൻ്റെ ഒരു ക്രൈറ്റീരിയ ഗിവൺ നിങ്ങൾക്ക് തന്നു കഴിഞ്ഞിട്ട് ഞാൻ ഓരോ ചാപ്റ്റർ വൈസ് പോകും. സെക്കൻഡ് മോഡ്യൂൾ വരുന്നത് കൊമേഴ്ഷ്യൽ മാത്തമാറ്റിക്സ് ആണ്. അതിൽ വരുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ്, അതിൻ്റെ ആപ്ലിക്കേഷൻസും ഇൻസ്റ്റാൾമെൻറ്റൊക്കെയാണ്. അത് നമുക്കൊരു 8 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസാണ് അതിൽ പറയുന്നത്. പിന്നെ ജോമെട്രിയാണ് തേർഡ് മോഡ്യൂൾ. അതാണ് ഏറ്റവും കൂടുതൽ അല്ലേ, 7-8 ചാപ്റ്റേഴ്സ് ഉള്ള ഒരു മോഡ്യൂളാണ് എന്തെന്ന് പറയുന്നത് ഈ ജോമെട്രി എന്ന് പറയുന്നത്. ജോമെട്രിയിൽ തന്നെ 25 മാർക്സാണ്. നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾക്ക് പാസ് മാർക്ക് കിട്ടാനുള്ള ഒരു ഏരിയാസ് ഏതാണെന്ന് നിങ്ങൾ തന്നെ ഐഡൻറ്റിഫൈ ചെയ്യുക. നിങ്ങൾ ഏത് പോയിൻറ്റ്സിലാണ് നിങ്ങൾക്ക് സ്ട്രെങ്ത്ത് കൂട്ടാൻ പറ്റുക, ആ പോയിൻറ്റ്സ് ഒന്നുകൂടെ നിങ്ങൾ ഷാർപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ജോമെട്രി നല്ലപോലെ അറിയുന്ന കുട്ടികളാണെങ്കിൽ അതിൽ നല്ലപോലെ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാർക്കും പോവില്ല. 25 മാർക്സാണ് ജോമെട്രി എന്നുള്ളത്. അതിലെ ലൈൻസ് ആൻഡ് ആംഗിൾസ് നിങ്ങൾക്കറിയാം. ലൈൻസ് ആൻഡ് ആംഗിൾസിൽ കുറച്ച് പർട്ടിക്കുലർ ഐഡിയാസ് മാത്രമാണുള്ളത്. ആ ആംഗിൾസിൻ്റെ റിലേഷൻസ് മാത്രമേ ഉള്ളൂ. അതുപോലെ ട്രയാങ്കിൾസിൻ്റെ കോൺഗ്രുവൻസ് പ്രൂവ് ചെയ്യാനായിട്ട് ഒരു 2 ട്രയാങ്കിൾസ് കോൺഗ്രുവൻ്റ് ആണോ എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഒരു 3-4 ക്രൈറ്റീരിയ ഉണ്ടാവും. അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് ഓക്കെ ആണോ, 2 ട്രയാങ്കിൾസ് കോൺഗ്രുവൻ്റ് ആണ് എന്ന് പറയുന്നത്. പിന്നെ കൺകറൻറ്റ് ലൈൻസ്, പിന്നെ ക്വാഡിലാറ്ററൽസ് നിങ്ങൾക്ക് മെൻസുറേഷനിലേക്ക് കിടക്കുന്ന ക്വാഡിലാറ്ററൽസ് അല്ലേ, ഓരോന്നിൻ്റെയും പെരിമീറ്റർ, ഏരിയ, അതൊക്കെ ഒന്ന് എന്താ പറയുക. ഇപ്പോൾ ഒരു റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കാണാൻ നമ്മൾ ചെറുതിലേ മുതൽ പഠിച്ചു വന്നിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ആ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കാണാൻ ഇക്വേഷൻ പോലെ ഓരോ ക്വാഡിലേറ്ററുണ്ട്. അതിലേക്ക് പോയി കഴിയുമ്പോൾ പിന്നെ ഒരു സിലിണ്ടർ, അങ്ങനെ ഏതിലേക്ക് പോയാലും നിങ്ങൾക്ക് അതിൻ്റെ ഇക്വേഷൻ അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആപ്ലിക്കേഷനാണ് അല്ലേ. പിന്നെ ഇതിൽ സിമിലാരിറ്റി ഓഫ് ട്രയാങ്കിൾസും സർക്കിൾസ് അതേപോലെ ഏങ്കിൾസ് ഇൻ സർക്കിൾസ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷനാണ്. സർക്കിളിൽ നിന്ന് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. ടാൻജൻറ്റ് റിലേറ്റഡ് ആയിട്ട് എന്തായാലും ഒരു പ്രോബ്ലം ഉണ്ടായിരിക്കും. അപ്പോൾ അതൊന്നും ഒരിക്കലും മിസ് ചെയ്യാതെ നോക്കാം. പിന്നെ ജിയോമെട്രിക്കൽ കൺസ്ട്രക്ഷൻസ് പരമാവധി ചെയ്തൊന്നും നോക്കുക. നമുക്കറിയാം, ഐഡിയാസ് അറിയാം, വരയ്ക്കേണ്ടത് എങ്ങനെയാണെന്നറിയാം. അറിയുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ, അത് പരമാവധി ഒന്ന് നീറ്റ് ആൻഡ് ക്ലിയർ ആയിട്ട് കൺസ്ട്രക്ഷൻസ് നോക്കുക. ഓക്കെ, കോർഡിനേറ്റ് ജിയോമെട്രി നിങ്ങൾക്കറിയാം, ഗ്രാഫ് പോലെ തന്നെ കുഴപ്പമില്ലാത്തൊരു കാര്യമാണ്. ഇനി മെൻസുറേഷനിലേക്ക് കടക്കുമ്പോഴാണ് ഈ ക്വാഡിലേറ്ററിൻ്റെ പ്രത്യേകത നമുക്ക് പിന്നെയും കയറി വരുന്നത്. ഓരോ ക്വാഡിലേറ്ററിൻ്റെയും പിന്നെ അടുത്തൊരു ഘട്ടത്തിലാണ് മെൻസുറേഷൻ വരുന്നത്. അതിലാണ് പെരിമീറ്റർ, ഏരിയ ഒക്കെ വരുന്നത്. അപ്പോൾ എന്താണ്, നമുക്കൊരു സിലിണ്ടർ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ കർവ്ഡ് സർഫസ് ഏരിയ ഉണ്ട്, ടോട്ടൽ സർഫസ് ഏരിയ ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പർട്ടിക്കുലർ ഒരു ഷേപ്പ്, ഏതെങ്കിലും ഒരു ഷേപ്പ്, ഒരു ഗോളം അല്ലെങ്കിൽ ഒരു സ്ഫിയർ, അപ്പോൾ അതിൻ്റെയൊക്കെ ഇക്വേഷൻസ് നല്ല പോലെ വൃത്തിയായിട്ട് തെറ്റാതെ പഠിച്ചു വയ്ക്കുക. അതെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് പഠിച്ചു വയ്ക്കുക. ഇപ്പോൾ ഒരു ട്രിഗണോമെട്രിയിലേക്ക് വരുമ്പോൾ ഇതിൻ്റെയും കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് വരും. ഈ മെൻസുറേഷനിൽ വരുന്നത് എത്ര മാർക്കാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 10 മാർക്സിനാണ് മെൻസുറേഷനും ട്രിഗ്നോമെട്രിയും വരുന്നത്. ട്രിഗ്നോമെട്രി നിങ്ങൾക്ക് അറിയാം, കുറച്ച് പഠിക്കാൻ പാടാണ്, പക്ഷേ ഡയറക്റ്റ് ഇക്വേഷൻസ് ആണ് എല്ലാത്തിലും.
ട്രിഗ്നോമെട്രിയിൽ നമുക്ക് സൈൻ തീറ്റ കോസ് തീറ്റ അതിൻ്റെ ബേസിലേക്ക് പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ അതിൽ വരുന്ന പ്രോബ്ലംസ് എപ്പോഴും കണ്ടുവരുന്ന പ്രോബ്ലംസ് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ട്രീയുടെ ഒരു ഷെയ്ഡ് അല്ലെങ്കിൽ ഒരു ടവറിൻ്റെ ഷെയ്ഡ് അത് വെച്ചിട്ട് ആംഗിൾ കണ്ടുപിടിച്ചിട്ട് നമ്മളത് കണ്ടുപിടിക്കുക, അത് തമ്മിലുള്ള പർട്ടിക്കുലർ ലെങ്ത്ത് കണ്ടുപിടിക്കുക, അതിലേക്കൊക്കെയാണ് നമ്മൾ ട്രിഗ്നോമെട്രി ബേസ് ചെയ്ത് പോവാറ്. അപ്പോൾ അതിൽ പിന്നെ സൈൻ സ്ക്വയർ എ സൈൻ സ്ക്വയർ ബി കോസ് സ്ക്വയർ എ കോസ് സ്ക്വയർ ബി സൈൻ എ പ്ലസ് ബി കോസ് എ പ്ലസ് ബി അങ്ങനത്തെ കുറേ ഇക്വേഷൻസ് നിങ്ങൾക്ക് ആ ടെക്സ്റ്റ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഒന്ന് റെഫർ ചെയ്ത് വായിച്ചു പോക്കോളൂ ആ ഇക്വേഷൻസ്. അപ്പോൾ കറക്റ്റ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക്, അതിൽ ജസ്റ്റ് അപ്ലൈ ചെയ്താൽ മതിയായിരിക്കും. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും അതൊക്കെ ഒന്ന് നോക്കി പോവുക. പിന്നെ സ്റ്റാറ്റിയിലേക്ക് പോകുമ്പോഴാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സിന് പറയുന്നത് 12 മാർക്കാണ്. സ്റ്റാറ്റി ഒരിക്കലും ഒരു ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു ചാപ്റ്റേഴ്സ് അല്ല. സ്റ്റാറ്റിയിലേക്ക് കടക്കുമ്പോൾ പ്രോബബിലിറ്റിയാണ് നിങ്ങൾക്ക് ഇത്തിരി ടഫ് വരുന്നത്. സ്റ്റാറ്റിയിൽ ഒരുപാട് മീൻ, മോഡ്, മീഡിയൻ, അതേപോലെ തന്നെ ഡാറ്റ അറേഞ്ച് ചെയ്യൽ, ഗ്രാഫിൽ നിന്ന് അനാലൈസ് ചെയ്തിട്ട് ആൻസർ ചെയ്യൽ, അതൊക്കെ ഒരിക്കലും മാർക്ക് പോകണ്ടാത്ത കുറച്ച് ഏരിയാസാണ്. അപ്പോൾ നിങ്ങൾ എല്ലാതും ഒന്ന് പ്രോപ്പറായിട്ട് ഒന്നുകൂടെ ഒന്ന് ക്വിക്ക് റിവിഷൻ നടത്തുമ്പോൾ ഏതൊക്കെ പോർഷൻസാണ് ഏതൊക്കെയാണ് സ്ട്രെച്ച് ചെയ്യേണ്ടതെന്നാണ് ഇനി നമ്മൾ ചാപ്റ്റർ വൈസ് പറയാൻ പോകുന്നത്. അപ്പം നമ്മൾ ഇതിൽ ഫസ്റ്റ് തന്നെ മോഡ്യൂൾ 1 ആൾജിബ്രയാണ് നമ്മൾ പറഞ്ഞത്. ആൾജിബ്രയിൽ 4th ചാപ്റ്റർ തൊട്ടാണ് നമ്മൾ പഠിച്ചു തുടങ്ങുന്നത്, സ്പെഷ്യൽ പ്രൊഡക്ട്സ് ആൻഡ് ഫാക്ടറൈസേഷൻ. ആൾജിബ്രയിലാണ് ഏറ്റവും കൂടുതൽ മാർക്സ് ഞാൻ പറഞ്ഞു, 25 മാർക്സാണ് ആൾജിബ്രയിലുള്ളത്. അപ്പോൾ ആൾജിബ്ര നല്ലപോലെ വൃത്തിയായിട്ട് നമുക്കൊന്ന് പറഞ്ഞു പോവാം. ഏതൊക്കെയാണ് സ്ട്രൈക്ക് ചെയ്യേണ്ട പോയിൻറ്റ്സ് എന്ന് മാത്രമാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ചാപ്റ്റർ 4 നമുക്ക് കുറച്ചറിയാം. ഐഡൻറ്റിറ്റീസ് ഉണ്ട്. എ പ്ലസ് ബി ഹോൾ സ്ക്വയർ അത് എടുത്തു തുടങ്ങുമ്പോൾ തൊട്ട് എല്ലാവരോടും പറയുന്നുണ്ട് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്താ, എ മൈനസ് ബി ഹോൾ സ്ക്വയർ എന്താ. പിന്നെ അത് രണ്ടും തമ്മിൽ ക്ലബ് ചെയ്താൽ എ പ്ലസ് ബി ഹോൾ സ്ക്വയറും എ മൈനസ് ബി ഹോൾ സ്ക്വയറും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 2 × എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. അങ്ങനെ ഒരു 6 ഐഡൻറ്റിറ്റീസ് ഉണ്ട് അല്ലേ, 6-7 ഐഡൻറ്റിറ്റീസ് ഉണ്ട്. ഇനി ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഐഡൻറ്റിറ്റീസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എ ക്യൂബ് ബി ക്യൂബ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഐഡൻറ്റിറ്റീസ് ഇല്ലേ, ഒക്കെ ഡയറക്റ്റ് ഇക്വേഷൻസ് ആണ്. നമുക്ക് ഈ ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ ഡയറക്റ്റ് അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് മാത്രം അറിഞ്ഞിരിക്കണം. പിന്നെ ഇതിൽ പിന്നെ മെയിനായിട്ട് വരുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കണം. ഫാക്ടേഴ്സ് ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ കുറവായിരിക്കും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആൾജിബ്രയിൽ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാനായിട്ട് ഇതിൽ 2-3 രീതിയിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ. സ്ക്വയർ ചെയ്തിട്ടുള്ള പ്രൊഡക്ട്സ് കണ്ടുപിടിക്കാൻ വേണ്ടി മിഡ് ടേമിന് വെച്ച് കണ്ടുപിടിക്കാൻ വേണ്ടി. അപ്പോൾ ഫാക്ടേഴ്സ് എന്തായാലും നിങ്ങൾ നോക്കി പോകേണ്ട ഒരു പോർഷനാണ്. എന്തായാലും വരും, നിങ്ങൾക്ക് അതിലെന്തായാലും സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൽ പിന്നെ ഒരു ഹിഡൻ ആയിട്ടുള്ള ഒരു ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്ത് വരുന്ന ഒരു ഇക്വേഷനാണ് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. അതേപോലെ തന്നെ ഈ താഴെയുള്ള രണ്ടത് എ പ്ലസ് ബി ഇൻറ്റു എ സ്ക്വയർ മൈനസ് എ ബി പ്ലസ് ബി സ്ക്വയർ എ ക്യൂബും ബി ക്യൂബും. ആ ഇക്വേഷൻസ് എന്തായാലും നിങ്ങൾ ഒന്ന് പഠിച്ചെടുത്തേ പറ്റൂ. അതെങ്ങനെയായാലും ഒന്ന് എഴുതി ക്ലിയർ ആക്കിയോളൂ. അത് എന്തായാലും വരും. അത് ബേസ് ചെയ്തിട്ട് എന്തായാലും ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കുന്ന ഉറപ്പാണ്. ഫാക്ടേഴ്സിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, ഫാക്ടേഴ്സ് എന്തായാലും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അടുത്ത ചാപ്റ്റർ ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ലീനിയർ ഇക്വേഷൻ ഇതേപോലെ തന്നെ ഒരു ഇക്വേഷൻ, ഒരു പോളിനോമിയൽ എ എക്സ് പ്ലസ് ബി ഈസ് ഈക്വൽ ടു 0 അല്ലെങ്കിൽ എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഈസ് ഈക്വൽ ടു 0. അപ്പം നമ്മൾ 1 വേരിയബിൾ 1 ഡിഗ്രിയിലുള്ളതാണ് എ എക്സ് പ്ലസ് ബി ഈസ് ഈക്വൽ ടു 0 എന്നുള്ളൊരു അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ നമ്പർ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷനാണ് ലീനിയർ ഇക്വേഷനിൽ നമ്മൾ പഠിച്ചു പോണത്. അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, എക്സിനും വൈനും വാല്യൂസ് കൊടുക്കും ഒരു ഗ്രാഫ് ഫോം ചെയ്യാനായിട്ട്. അല്ല ഗ്രാഫല്ല, നമ്മളൊരു ടേബിൾ ഉണ്ടാക്കും അല്ലേ. നമുക്ക് ആ ഒബ്സർവ് ചെയ്ത വാല്യൂസ് വെച്ചിട്ട് നമ്മൾ ഒരു ടേബിൾ ഉണ്ടാക്കും. ആ ടേബിളിൻ്റെ വാല്യൂ വെച്ചിട്ട് നമ്മൾ ഈ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റിലും നമ്മളെന്താണ് ഒരു പ്ലെയിനിൽ നമ്മൾ ഇതിൻ്റെ ലൈൻസ് ഡ്രോ ചെയ്യും. അപ്പോൾ ഫസ്റ്റ് ക്വാഡ്രൻറ്റിലാണോ, സെക്കൻഡ് ക്വാഡ്രൻ്റാണോ, തേർഡ് ക്വാഡ്രൻ്റാണോ, ഫോർത്ത് ക്വാഡ്രൻ്റാണോ നിങ്ങൾ ഈ പറയുന്ന പോയിൻ്റ് എവിടെയാണെന്നുള്ള ചോദ്യം നിങ്ങൾക്ക് വരും. നിങ്ങൾ ചിലപ്പോൾ പ്രതീക്ഷിക്കുക പടം വരയ്ക്കാൻ അല്ലെങ്കിൽ പോയിൻ്റ് മാർക്ക് ചെയ്യാനായിരിക്കും. പക്ഷേ സിമ്പിളായിട്ടും വരാം. ഇതിൽ ഫസ്റ്റ് ക്വാഡ്രൻ്റ് ഏതാ, സെക്കൻഡ് ക്വാഡ്രൻ്റ് ഏതാ, തേർഡ് ഏതാ, ഫോർത്ത് ഏതാന്നുള്ള വ്യക്തമായ ഐഡിയ വേണം. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി വയ്ക്കുക, അറിയായിരിക്കും. ഇതിലെ തന്നെ ക്വസ്റ്റ്യൻസിൽ 1-2 എണ്ണം വായിച്ചു നോക്കി പോവുക. ഇനി 2 ലൈൻസ് ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പോൾ പോയിൻ്റ്, അതിൻ്റെ ടേബിള്, ഇതൊക്കെ മാർക്ക് പോവാതിരിക്കാനായിട്ട് ഏറ്റവും ബേസ് കാര്യങ്ങളാണ്. നിങ്ങൾ തെറ്റിക്കൂല. അപ്പോൾ തെറ്റാതിരിക്കാൻ ഒന്നുകൂടെ ഒന്ന് ക്വിക്ക് റിവിഷൻ നടത്തി പോവുക. ഇത്തരം കാര്യങ്ങളുള്ളൂ ലീനിയർ ഇക്വേഷൻസിൽ. ഇനി നെക്സ്റ്റ് ചാപ്റ്റർ വരുന്നത് നമുക്ക് വരുന്നത് ക്വാഡ്രാറ്റിക് ഇക്വേഷനാണ്. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നിങ്ങൾക്കറിയാം എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഈസ് ഈക്വൽ ടു 0 ആ ഒരു ഫോമിലാണ് ഇക്വേഷൻ വരുന്നത് അല്ലേ. ക്വാഡ്രാറ്റിക് ആകുമ്പോൾ ഒന്നുകൂടി ഒന്ന് മാറ്റം വന്ന് സെക്കൻഡ് ഡിഗ്രിക്ക് മാറി. അപ്പോൾ സെക്കൻഡ് ഡിഗ്രിക്ക് മാറുമ്പോൾ നമുക്കറിയാം അതിൻ്റെ വാല്യൂസിൻ്റെ എണ്ണം കൂടാം. അപ്പോൾ അതെങ്ങനെയാണ് വാല്യൂസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഈ
ക്വാഡ്രാറ്റിക് ഇക്വേഷൻസിൽ വരുന്ന അല്ലേ, നമ്മളിപ്പോൾ ഈ ചാപ്റ്റർ പഠിക്കുമ്പോൾ തൊട്ട് പഠിക്കുന്നതാണ് എക്സ് ഈക്വൽ ടു -b പ്ലസ് ഓർ മൈനസ് √(b² - 4ac/2a) എന്നുള്ളൊരു ഇക്വേഷൻ. അത് എന്തിനുള്ളതാണ്? എക്സിൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കാനാണ്. നമുക്ക് ചിലപ്പോൾ സെർട്ടൻ കാണുമ്പോൾ നമുക്ക് ഡയറക്റ്റ് ഉത്തരങ്ങൾ കിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഇതിന് വാല്യൂസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളൊരു 3 ക്രൈറ്റീരിയ പറയുന്നുണ്ട് ഉണ്ടല്ലോ. ഡി എന്ന് പറഞ്ഞൊരു വാല്യൂ പഠിക്കുന്നുണ്ട്, b² - 4ac = d. അതെന്താണ് ഡി? ഡിസ്ക്രിമിനൻ്റ് എന്ന് പറയും. ഡിസ്ക്രിമിനൻറ്റിൻ്റെ വാല്യൂ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ആൻസർ ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. ഡി എന്ന് പറയുന്നത് അതായത് b² - 4ac 0ന് മുകളിലാണെങ്കിൽ, 0 ആണെങ്കിൽ അതിനെന്താണ് 2 ഈക്വൽ റൂട്ട്സ് ഉണ്ട് എന്നാണ് അർത്ഥം. 0 വന്നു കഴിഞ്ഞാലും കുഴപ്പമില്ല, 2 ഈക്വൽ റൂട്ട്സ് ഉണ്ട്. ഇപ്പോൾ 0ന് മുകളിലാണെങ്കിൽ അതിൻ്റെ എന്തായിരിക്കും 2 റൂട്ട് എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്ന x = -b പ്ലസ് ഓർ മൈനസ് √(b² - 4ac) ഓൾ ഡിവൈഡഡ് ബൈ 2a എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ 2 റിയൽ റൂട്ട്സ് വരുന്നുണ്ട്. ഇനി ഈ ഡിസ്ക്രിമിനൻറ്റ് b² - 4ac 0നും താഴെയാണെന്ന് വെച്ചോ. 0നും താഴെയാകുമ്പോൾ അതിന് ആൻസർ ഉണ്ടോ ഇല്ല എന്നാണോ ഉത്തരം? ചിലപ്പോൾ ട്രൂ ഓർ ഫോൾസ് ക്വസ്റ്റ്യൻസ് ആയിട്ട് നിങ്ങൾക്ക് വരാം. അപ്പോൾ അതുകൊണ്ട് ഇതും കൂടെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. 1 മാർക്കിനോ 2 മാർക്സിന് ഇങ്ങനെ ഒരു ട്രൂ റൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വന്നാലും നിങ്ങൾക്ക് അറിയണ്ടേ. അപ്പോൾ ഇതിലെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 0നും താഴെയാണ് നിങ്ങളുടെ b² - 4ac അല്ലെങ്കിൽ ഡി എങ്കിൽ അതിന് 2 റിയൽ റൂട്ട് ഉണ്ട്, പക്ഷേ നെഗറ്റീവ് നമ്പേഴ്സ് ആയിരിക്കും, നെഗറ്റീവ് റിയൽ നമ്പേഴ്സ് ആയിരിക്കും. അങ്ങനെ പറയുന്നുള്ളൂ. ആൻസർ ഇല്ല അല്ലെങ്കിൽ അതിന് വാല്യൂ ഇല്ല എന്നല്ല പറഞ്ഞത്, നെഗറ്റീവ് റിയൽ നമ്പേഴ്സ് ആയിരിക്കും അതിൻ്റെ റൂട്ട്സ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു കാര്യം മാത്രമേ ഉള്ളൂ ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ നിങ്ങൾ സ്ട്രെച്ച് ചെയ്ത് ഫോക്കസ് ചെയ്ത് നോക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. പിന്നെ കുറച്ച് ഇക്വേഷൻ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ടഫായിട്ടുള്ളതുണ്ടാവും, ഈസി ആയിട്ടുള്ളതുണ്ടാവും. അപ്പോൾ അതൊന്ന് നല്ലപോലെ ഒന്ന് നോക്കുക. പിന്നെ വരുന്നത് AP ആണ്, അരിത്തമെറ്റിക് പ്രോഗ്രഷൻ. ഇതിൽ 4 ചാപ്റ്റേഴ്സിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള 2 ചാപ്റ്റേഴ്സാണ് ലീനിയർ ഇക്വേഷനും അരിത്തമെറ്റിക് പ്രോഗ്രഷനും. അരിത്തമെറ്റിക് പ്രോഗ്രഷനിൽ എന്തായാലും ഒരു പ്രോബ്ലം ഉണ്ടായിരിക്കും. അത് സിമ്പിളാണ്, നിങ്ങൾ തെറ്റിക്കാതെ നോക്കുക. നമുക്കറിയാം ഒരു നമ്പറിൻ്റെ കൂടെ ഒരു പർട്ടിക്കുലർ നമ്പർ ആഡ് ചെയ്ത് പോവുക അല്ലേ. 1 3 5 7 അതൊരു AP ആണെന്ന് ചോദിച്ചാൽ ആണ് അല്ലേ. ഓരോ നമ്പർ കൂട്ടി പോവുക അല്ലേ. 1 കഴിഞ്ഞാൽ 2ൻ്റെ ഒരു നമ്പർ സ്കിപ്പ് ചെയ്തിട്ട് എടുത്ത്, അപ്പോൾ 1നോട് 2 കൂട്ടി, 3യോട് 2 കൂട്ടി, അപ്പോൾ 2 ആണ് അവിടെ ആഡ് ചെയ്ത് പോണത്. അപ്പോൾ അതാണ് അവിടുത്തെ കോമൺ ഡിഫറൻസ്. എല്ലാത്തിലും ആഡ് ചെയ്ത് പോണ നമ്പറാണ് കോമൺ ഡിഫറൻസ്. അപ്പോൾ ആ ഡി ആണ് നമ്മൾ ചില പ്രോബ്ലംസിൽ ഡി ആണ് കണ്ടുപിടിക്കാനുണ്ടാവുക. അപ്പോൾ അതിനൊരു പർട്ടിക്കുലർ ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിക്കുന്നുണ്ട്. ഫസ്റ്റ് ടേമിനെ നമ്മൾ എ എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്, nth ടേമിന് n എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഡി എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ് ആണ്. അപ്പോൾ nth ടേം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? Tn = a + n - 1 × d. ഇപ്പോൾ 10ാമത്തെ ടേമാണ് കണ്ടുപിടിക്കുന്നത് വെച്ചാൽ ആ n എന്ന് പറയുന്നതാണ് 10. അപ്പോൾ a എന്ന് പറയുന്നത് ഫസ്റ്റത്തെ ടേം, അത് 2 3 1 എന്തോ ആവട്ടെ അത് ഇട്ട് കൊടുക്കുക. പ്ലസ് nth ടേം എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ഫൈൻഡ് ദ 10th ടേം എന്നാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നിൻ്റെ വാല്യൂ എന്തായിരിക്കും? 10 ആയിരിക്കും. അപ്പോൾ 10 - 1 × ഡിഫറൻസ്, കോമൺ ഡിഫറൻസ് എത്രയാണോ അതാണ് ഡി. മനസ്സിലായോ? അപ്പോൾ അങ്ങനെയായിരിക്കും nth ടേം കണ്ടുപിടിക്കുക. ഇനി ഇതിൽ വരുന്ന വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സം ഓഫ് n നമ്പേഴ്സ്, അതായത് സം ഓഫ് nth ടേം, അതായത് ആദ്യത്തെ ഒരു 10 ടേമുകളുടെ തുക അല്ലെങ്കിൽ ഒരു 15 ടേമുകളുടെ തുക കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞിട്ടാണ് തന്നിട്ടുണ്ടാവുക. ആ ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനും പർട്ടിക്കുലർ ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ ക്ലിയർ ആയിട്ട് നമ്മൾ ആദ്യം തന്നെ ഏതൊരു ക്വസ്റ്റ്യൻ ആണെങ്കിലും, അത് പറയാൻ വിട്ടുപോയി, ഏതൊരു ക്വസ്റ്റ്യൻ ആണെങ്കിലും ഇക്വേഷൻ വൃത്തിയായിട്ട് നിങ്ങൾ എഴുതി നോക്കാം, എന്നിട്ട് അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോളൂ. അത് അറിയാമെന്ന് വിചാരിച്ച് നിങ്ങൾ ആദ്യം തന്നെ ചെയ്ത് നോക്കരുത്, അത് അതിബുദ്ധിയായി പോകും. എന്താ വെച്ചാൽ എങ്ങനെയെങ്കിലും ചെറിയൊരു മിസ്റ്റേക്ക് കൊണ്ട് ഒരു കാൽക്കുലേഷൻ തെറ്റിയാൽ നിങ്ങളുടെ ഫുൾ മാർക്ക് പോകും. അപ്പോൾ എവിടെയാണെങ്കിലും നൈസായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് എഴുതി നോക്കുക ഇക്വേഷൻ, എന്നിട്ട് നമുക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് സമ്മ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? S(n) nth ടേമിൻ്റെ അല്ലേ, n ടേംസിൻ്റെ സമ്മാണ് കണ്ടത്. S(n) = n/2. ഇപ്പോൾ 50 നമ്പേഴ്സിൻ്റെ ആണ് കണ്ടതെന്ന് വെച്ചാൽ n എന്തായിരിക്കും? 50 ആയിരിക്കും. n/2 50/2 × a എന്ന് പറയുമ്പോൾ എന്താണ്? ആദ്യത്തെ ടേം a+ അല്ലെങ്കിൽ 2a + n - 1 × d. 2a ആണ് നമ്മൾ എപ്പോഴും എടുക്കാറ്, ഇതാണ് വരയ്ക്കാറ് കേട്ടോ. 2a + n - 1 × d. ഇനി ഇതല്ല, ഫസ്റ്റ് ടേം തന്നിട്ടുണ്ട്, കോമൺ ഡിഫറൻസ് നമുക്ക് തന്നിട്ടില്ല എന്ന് വെച്ചോ. അങ്ങനത്തെ ഒരു കേസിലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് ടൈം നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? n/2 × a + t(n), അതായത് ആദ്യപദം പ്ലസ് അന്ത്യപദം, ഫസ്റ്റ് ടൈം പ്ലസ് ലാസ്റ്റ് ടൈം. അങ്ങനെ നമുക്ക് സമ്മ് കണ്ടുപിടിക്കാം. n/2 നമ്പർ ഓഫ് എത്രയാണോ ഉള്ളത് /2 × ഫസ്റ്റ് ടൈം പ്ലസ് ലാസ്റ്റ് ടൈം. അപ്പോൾ ഇത്രയാണ് ഫസ്റ്റ് മോഡ്യൂളിൽ നമ്മൾ നോക്കേണ്ട കാര്യങ്ങൾ. 4 ചാപ്റ്റേഴ്സിൽ
നമ്മൾ ഒന്ന് ട്രിഗർ ചെയ്ത് എല്ലായിടത്തും ഒന്ന് ഓടിയെത്തേണ്ട കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇത്രയും ഒന്ന് വാസ്റ്റായിട്ട് ഒന്നാമത്തെ മോഡ്യൂൾ നോക്കി വയ്ക്കുക. 25 മാർക്സാണ് ഫസ്റ്റ് മോഡ്യൂളുള്ളത്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ അതൊന്ന് നോക്കുക. ഇനി സെക്കൻഡ് മോഡ്യൂളിലേക്ക് കിടക്കുകയാണെങ്കിൽ നമ്മളപ്പോൾ അടുത്ത മോഡ്യൂളിലേക്ക് കിടക്കുകയാണ്. തേർഡ് മോഡ്യൂളിലേക്കാണ് കിടക്കുന്നത്. സെക്കൻഡ് മോഡ്യൂൾ കൊമേഴ്ഷ്യൽ മാത്തമാറ്റിക്സ്. അത് വെച്ചിട്ടുണ്ടെങ്കിൽ പേഴ്സൻറ്റേജ്, പ്രോഫിറ്റ്, ഗെയിന്, ഇൻസ്റ്റാൾമെൻറ്റ്, ഡൗൺ പേയ്മെൻറ്റ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ്. അത് 8 മാർക്കിൻ്റെയാണ്. ഞാൻ മെയിനായിട്ട് ഇപ്പോൾ മോർ ആക്യുറേറ്റായിട്ട് ഒരുവിധം മാർക്ക്, അതായത് 20-25 മാർക്കിൽ നമുക്ക് ജയിക്കാൻ വേണ്ട മാർക്കിൻ്റെ ഒരു ലെവലിലുള്ള പോർഷൻസിനാണ് ഞാനിപ്പോൾ സ്ട്രെസ് ചെയ്യുന്നത്. കൊമേഴ്ഷ്യൽ മാത്തമാറ്റിക്സ് ലാസ്റ്റ് പറഞ്ഞു തരാം. അതിൽ പെർസെൻറ്റേജ്, പ്രോഫിറ്റ്, ഗെയിൻ, ആ ഇക്വേഷൻസ് മാത്രം മതി. പിന്നെ തൊട്ട് മുന്നത്തെ മോഡ്യൂളിൽ ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്. അൽജിബ്രയിൽ എക്സ്പ്രഷൻസൊക്കെ എഴുതുന്നതിൽ നമ്മൾ ഫസ്റ്റ് ലെസണിൽ ഐഡൻറ്റിറ്റീസ് പഠിച്ചല്ലോ, അതിൽ ഫാക്ടേഴ്സ് ആക്കാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഫാക്ടേഴ്സ് ആക്കിയതിൽ നിന്ന് നമ്മൾ LCMും HCFും കാണാൻ പറഞ്ഞിരുന്നു. ആ ഒരു പോർഷൻസ് അതിൽ പോകുന്നുണ്ട്. ഈ LCMും HCFും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതങ്ങനെ കാണാറുണ്ട് 1 മാർക്കിന്, അല്ലെങ്കിൽ കുറച്ച് ഇതായിട്ടുള്ള ഇതിലൊക്കെ ട്രൂ ഓർ ഫോൾസിൽ ഇതിൻ്റെ LCM ഇതാണ്, അല്ലെങ്കിൽ HCF ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് നോക്കി പോക്കോളൂ. ഇതിപ്പോൾ തേർഡ് മോഡ്യൂളിലേക്കാണ്. ഞാൻ ജോമെട്രിക്കാണ് നേരെ കടന്നിട്ടുള്ളത്. ജോമെട്രി പറഞ്ഞിരുന്നത് 20 മാർക്സാണ്. അപ്പോൾ ഇതിൽ ഫസ്റ്റത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ലൈൻസ് ആൻഡ് ആംഗിൾസ് ആണ്. നമുക്കറിയാം ലൈൻസ് ആൻഡ് ആംഗിൾസിനെ കുറിച്ച് അറിയാമല്ലോ. അക്യൂട്ട് ആംഗിൾ എന്ന് പറയുന്നത് 90ക്ക് താഴെയാണ്. പിന്നെ അപ്റ്റ്യൂസ് എന്ന് പറയുമ്പോൾ വലുതാണ്. പിന്നെ എന്താ ഒരു ലീനിയർ പെയർ, അതായത് 180, ഒരു പെർപെൻഡിക്കുലർ അല്ല, ഒരു ലൈൻ സെഗ്മെൻറ്റിനെ ഇങ്ങനെ ഒരു ലൈൻ സെഗ്മെൻറ്റിനെ വേറൊരു ലൈൻ സെഗ്മെൻറ്റ് എന്ന് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഇതാണ് ലീനിയർ പെയർ, അല്ലെങ്കിൽ അതിനെന്തെന്ന് പറയും, സപ്ലിമെൻ്ററി ആംഗിൾസ്. അതായത് ഇത് എക്സ് ആണെങ്കിൽ ഇത് 180 മൈനസ് എക്സ് ആണ് എന്നുള്ള രീതിയിൽ. അതായത് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 180 ആണ് വരിക. അങ്ങനെ വരുന്നതാണ് അതിൻ്റെ ഒന്ന് സപ്ലിമെൻ്ററി ആണ് എന്ന് പറയുന്നത്. അത് ലീനിയർ പെയർ എന്നും പറയും. പിന്നെ കോംപ്ലിമെൻ്ററി ആംഗിൾസ്, അതായത് അതിൻ്റെ സമ്മ് 90 ആണ് വരുന്നതെങ്കിൽ അത് കോംപ്ലിമെൻ്ററി ആംഗിൾസ്, അത് രണ്ടിനും കോംപ്ലിമെൻ്ററി ആംഗിൾസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്കിതിൽ വരുന്ന കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആംഗിൾസിനെ മാത്രമാണ് ഇതിൽ പറയുന്നത്. 2 അഡ്ജസൻ്റ് ആംഗിൾസ്, അതായത് ബേസിക് അറിയുന്നത് ഒരു പോയിൻറ്റിന് ചുറ്റുള്ള ആംഗിൾ, അതായത് ഇതൊരു പോയിൻ്റ്, ഈ പോയിൻറ്റിന് ചുറ്റുള്ള ആംഗിൾസ് 360 ആണ്. അപ്പോൾ ഒരു ലൈൻ എന്ന് പറഞ്ഞാൽ ഈ പോയിൻറ്റിനെ പകുതിയാക്കിക്കാണ് ഒരു ലൈൻ എന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടെ 180 ബാക്കി താഴെ 180, അങ്ങനെയാണ് 360 വരുന്നത്. ആ ഒരു ഐഡിയ ഉണ്ടാവണം. അപ്പോൾ ഈ 180 വരുന്നതിനെ നമ്മളൊരു ലൈനായിട്ട് മുറിച്ചു എന്ന് വെച്ചാൽ, അപ്പോൾ അത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും, 180 വരും. ഇനി അതിനെ വീണ്ടും ഇതാക്കിയെന്ന് വെച്ചാൽ ഈ 3 ആംഗിൾസും ആഡ് ചെയ്യുമ്പോൾ 180 വരും. ഇത്ര ആ ഒരു ബേസിക് കാര്യങ്ങൾ മനസ്സിലുണ്ടാവുക. ഇനി ഏതെങ്കിലും 2 ലൈൻസിനെ ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പോൾ വരുന്ന ആംഗിൾസിൽ ഏതൊക്കെയാണ് ഈക്വലായിട്ട് വരിക? ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വലാണെന്ന് പറയാം. ഇതേ ഈ ആംഗിളും ഓപ്പോസിറ്റാണ്, ഈ ആംഗിളും ഓപ്പോസിറ്റാണ് അല്ലേ? അവിടുത്തെ അത്രയും കാര്യങ്ങൾ ഓക്കെ. ഇനി തൊട്ട് താഴത്തെ കാര്യം വെച്ച് നോക്കുമ്പോൾ ഇവിടെ ഒപ്പോസിഷൻ വരുന്നുണ്ട്, ഇവിടെയും ഒപ്പോസിഷൻ വരുന്നുണ്ട്. ഇനി മുകളിലെ ആംഗിൾസ് ആയിട്ട് ഇവർക്ക് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്ന് കാണിക്കുന്ന കാര്യങ്ങളാണ് തൊട്ട് താഴെ വരുന്നത്. ഇതിൽ ആംഗിൾസ് 1ഉം 5ഉം ഇവിടെയുള്ള ഈ 1ഉം ഈ 5ഉം എന്താണ്, കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ്. അത് രണ്ടും ഈക്വലാണ്. അതേപോലെ തന്നെ, അതായത് 2 ലൈൻസിനെ കട്ട് ചെയ്യുമ്പോൾ ആ ഒരേ ഡയറക്ഷനിൽ വരുന്ന ആൾക്കാർ ഇത് രണ്ടും അതേപോലെ താഴെയുള്ള ആൾക്കാരും ഇങ്ങനെയുള്ളവരൊക്കെ കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ്. അവരെല്ലാം ഈക്വൽ ആയിരിക്കും അല്ലേ? അതായത് 1ഉം 5ഉം ഈക്വൽ ആയിരിക്കും, 3ഉം 7ഉം ഈക്വൽ ആയിരിക്കും, 2ഉം 6ഉം ഈക്വൽ ആയിരിക്കും, 4ഉം 8ഉം ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ വേറെ കുറച്ച് ആംഗിൾസിൻ്റെ കൂടി പ്രത്യേകതയുണ്ട്. ഉള്ളിലുള്ള ആംഗിൾസ്, ഓൾട്ടർനേറ്റ് ആംഗിൾസ് ഉണ്ട്. അതായത് ഒരു ലൈനിനെ ഇങ്ങനെ ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ 2 ലൈനിൻ്റെ അപ്പുറത്തും ഇപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാരെയാണ് ഓൾട്ടർനേറ്റ് ആംഗിൾസ്. ഒരു പെയർ 3ഉം 6ഉം ഇത് കണ്ടോ, 3ഉം 6ഉം എക്സ് പോലെ, ഉള്ളിലെ എക്സ് പോലെ അങ്ങനെ ക്രോസ് വരയ്ക്കുന്ന ആൾക്കാരാണ് ഓൾട്ടർനേറ്റ് ആംഗിൾസ്. അവർ ഈക്വൽ ആയിരിക്കും. ആ ഒരു കാര്യം മനസ്സിൽ വയ്ക്കുക. ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഇതിലുണ്ട്. പിന്നെ ഇതിൽ 3ഉം 5ഉം ഉള്ളിൽ ഒരു സൈഡിലുള്ള ആൾക്കാരല്ലേ? അതായത് ഈ ലൈനിലെ ഇവിടെ ഒരു സൈഡിലുള്ള ആൾക്കാർ,
ഇവർ രണ്ട് പേരും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് ഇൻറ്റീരിയർ ആംഗിൾസാണ് അവർ രണ്ട് കൂടിയാണ് ട്രാൻസ്വേഴ്സൽ ആംഗിൾസ് എന്ന് പറയാം. ഇത്രയും കാര്യങ്ങൾ ഒന്ന് മനസ്സിൽ വയ്ക്കുക. ഇനി ഈ ചാപ്റ്ററിൽ പറയാനുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഈ ആംഗിൾസിൻ്റെ കാര്യം നല്ലപോലെ മനസ്സിൽ വയ്ക്കുക. പിന്നെ സപ്ലിമെൻ്ററി ആംഗിൾസ്, കോംപ്ലിമെൻ്ററി ആംഗിൾ, വെർട്ടിക്കൽ, ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ഒന്ന് നോക്കിപ്പോക്കോളട്ടെ. എക്സും 90 ഡിഗ്രിയും എന്നൊക്കെ പറയണതൊക്കെ ഒരു പോയിൻറ്റിന് ചുറ്റും എക്സ്, 2x, 30. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ, ഒരു ലൈനിൻ്റെ മോൾ ഭാഗം മുഴുവൻ കൂടി ആഡ് ചെയ്ത് എത്ര വരിക, 180 ആണ് വരിക. അപ്പോൾ 180ന്ന് നമുക്ക് 30 കുറയ്ക്കാം. 30 കുറച്ച് കഴിഞ്ഞാൽ 150 വരും. പിന്നെ x + 2x, 3x = 150. എക്സിൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ കുറച്ച് ലോജിക്കായിട്ട് ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി പോവാം. ഈ ചാപ്റ്ററിൽ ഈ ആംഗിൾസിൻ്റെ മെഷർമെൻറ്റ് എടുക്കലും കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ ട്രയാങ്കിളും അതിൻ്റെ പ്രോപ്പർട്ടീസും പറയുന്നുണ്ട്. 3 ട്രയാങ്കിളിൻ്റെ കാര്യം പറയുന്നുണ്ട്. അപ്പോൾ ഇതിലെന്താ പറഞ്ഞിട്ടുള്ളത്, ട്രയാങ്കിളിലെ ആംഗിൾസിനനുസരിച്ചിട്ട് 3ആയിട്ട് തിരിക്കാം. അതുപോലെ തന്നെ അതിൻ്റെ സൈഡ്സിനനുസരിച്ചിട്ട് 3ആയിട്ട് തിരിക്കാം. ഐസോസിലസ്, ഇക്വലാറ്ററൽ, സ്കെലൈൻ ട്രയാങ്കിൾ, ഒബ്റ്റ്യൂസ്, റൈറ്റ് ആംഗിൾ, അക്യൂട്ട്, അങ്ങനെ 3ആയിട്ട് തിരിക്കാമെന്നാണ്. ആംഗിൾ ബേസ് 3ഉം സൈഡ് ബേസ് 3ഉം. സൈഡ് ബേസൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്. ഇനി വീണ്ടും പറഞ്ഞു പോകുന്നില്ല. നിങ്ങളെല്ലാം പഠിച്ച് സെറ്റായിരിക്കുന്ന കുട്ടികളാണ്. അപ്പോൾ അതിൽ ജസ്റ്റ് ഒന്നൊരു ഓർമ്മപ്പെടുത്തൽ, ഒന്നുകൂടെ ഒന്ന് പുതുക്കിയെടുക്കുക എന്നുള്ള രീതിയിൽ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇനി ഇങ്ങനെ വരുമ്പോൾ ആംഗിൾസ്, ഓപ്പോസിറ്റ് ആംഗിൾസ് കണ്ടുപിടിക്കാൻ അറിയാം നമുക്ക്. അത് കഴിഞ്ഞ് പിന്നെ ഉള്ളിലത്തെ ആംഗിൾ, ദ ആംഗിൾ ഫോംഡ് ബൈ എ സൈഡ് ഓഫ് ദ ട്രയാങ്കിൾ പ്രൊഡക്റ്റ് അനദർ സൈഡ് ഓഫ് ദ ട്രയാങ്കിൾ കോൾഡ് എക്സ്റ്റീരിയർ ആംഗിൾ. അല്ലേ, ഒരു എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സൈഡ് എക്സ്റ്റെൻഡ് ചെയ്തതാണ് എക്സ്റ്റീരിയർ ആംഗിൾ. ഈ എക്സ്റ്റീരിയർ ആംഗിളിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്. ഈ അതിൻ്റെ തൊട്ടടുത്തുള്ള ആംഗിൾ അല്ലാണ്ട് അപ്പുറത്ത് രണ്ടുള്ള ഇൻറ്റീരിയർ ആംഗിൾസിൻ്റെ സമ്മായിരിക്കും ഈ എക്സ്റ്റീരിയർ ആംഗിൾ. അങ്ങനെ ഒരു പ്രോപ്പർട്ടി നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് അതിൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കാൻ പറ്റും. എന്തെങ്കിലും ഒരു എക്സ് അങ്ങനെ എന്തെങ്കിലും ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് അത് കണ്ടുപിടിക്കാം. ഇപ്പോൾ ഇവിടെ 150 വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ 105ഉം മറ്റേ ആംഗിൾ എന്തായിരിക്കും 45 ആയിരിക്കും വരിക. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ആംഗിൾസിൻ്റെ പാഠത്തിൽ വരുന്നത്. അതൊന്ന് നല്ലപോലെ വൃത്തിയായിട്ടൊന്ന് നോക്കി പോവാം. പിന്നെ നെക്സ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ജോമെട്രിയിൽ, പിന്നെ കൺസ്ട്രക്ഷൻ്റെ ചാപ്റ്ററിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല കേട്ടോ. അത് നിങ്ങൾ നല്ല രീതിയിലൊന്ന് നോക്കി പോയാൽ മതി. വരച്ച് ഒന്ന് സെറ്റായി പോവാം. ഇനി ഇതിൽ വരുന്ന ജോമെട്രിയിൽ വരുന്ന സെക്കൻഡ് ചാപ്റ്ററാണ് ട്രയാങ്കിളിൻ്റെ ഇത് വരുന്നത്. സിമിലാരിറ്റി, ട്രയാങ്കിളിൻ്റെ സിമിലാരിറ്റി അല്ലെങ്കിൽ കോൺഗ്രുവൻസി എന്ന് പറയുന്നത്. രണ്ട് ട്രയാങ്കിൾ കോൺഗ്രുവൻ്റ് ആണോ എന്നൊക്കെ പറയുന്നത് എങ്ങനെയാണ്, അതായത് കോൺഗ്രുവൻ്റ് ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോട്ടോ കോപ്പി എന്ന് തന്നെ പറയാം. അതായത് ഇപ്പോൾ ഒരു റോസാപ്പൂവിൻ്റെ ഫോട്ടോ കോപ്പി അപ്പുറത്ത് വെച്ച്, അല്ലെങ്കിൽ നമ്മുടെ ഫോട്ടോ തന്നെ അപ്പുറത്തും വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയാണ് ഈ കോൺഗ്രുവൻസി എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് അതേപോലെ തന്നെ ആയിരിക്കണം. അപ്പോൾ അതിന് 4 ക്രൈറ്റീരിയ ഉണ്ട്. അതൊന്നില്ലെങ്കിൽ 3 സൈഡ്സ് ഈക്വൽ ആവുക, അല്ലെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് സൈഡ്സിൻ്റെ ആംഗിൾസ് ഈക്വൽ ആവുക, അല്ലെങ്കിൽ ഒരു റൈറ്റ് ആംഗിളുടെ ആണെങ്കിൽ അതിൻ്റെ ഹൈപ്പോട്ടനേഴ്സിൻ്റെ സൈഡ് മറ്റേതിൻ്റെ ഇതായിട്ട് ഈക്വൽ ആവുക. അങ്ങനെ കുറച്ച് ക്രൈറ്റീരിയ വെച്ചിട്ടാണ് നമ്മൾ ഇതിൽ വരുന്ന സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ നിങ്ങൾ വായിച്ചു പോകണം കേട്ടോ. എങ്ങാനും സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് നിങ്ങൾക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ തെറ്റരുത്, അതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഈ തന്നിരിക്കുന്ന ഫിഗറിൽ തന്നെ PX, QY ആർ പെർപെൻഡിക്കുലർ ഇങ്ങനെ പറഞ്ഞ് തന്നിട്ടുണ്ട്. അപ്പോൾ AXും AYയും ഈക്വൽ ആണെന്ന് പറയുന്നത്, അതായത് ഫൈൻഡ് ചെയ്യണം, അത് ഷോ ചെയ്യണം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ട്രയാങ്കിൾ കോൺഗ്രുവൻ്റ് ആണെന്ന് കാണിച്ചു കഴിഞ്ഞാൽ എന്താണ് 3 സൈഡ്സും ഈക്വലാണ്, അതായത് 3 ആംഗിൾ ഈക്വലായ 3 സൈഡ്സും ഈക്വലാണെന്ന് നമുക്ക് കാണിക്കാൻ പറ്റും. കോൺഗ്രുവൻസിയിൽ അപ്പോൾ കുറച്ചുള്ള ക്രൈറ്റീരിയാസ് പഠിച്ചു വയ്ക്കുക. അപ്പോൾ അത് മാത്രമേ തന്നെ ഇതിൽ വരുന്നുള്ളൂ. പിന്നെ ആംഗിൾ ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ വൈസ് വേഴ്സ്, അതായത് ഓപ്പോസിറ്റ് ആംഗിൾ ഏത്, ഇപ്പോൾ ഈ ട്രയാങ്കിളിലെ ഇത് 2 ട്രയാങ്കിളാക്കി എടുക്കുക, ABDയും ACDയും. അപ്പോൾ അതിൽ ആംഗിൾ ബിയും ആംഗിൾ സിയും ഈക്വലാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഈക്വലാണ്. അത് ഈ AD എന്ന് പറയുന്നത് രണ്ടിലും ഈക്വലായിട്ടാണ് വരുന്നത്. അല്ലെങ്കിൽ അത് 2 ട്രയാങ്കിൾ ആണെങ്കിൽ ആ 2 സൈഡും ഈക്വലാണ്. അതേപോലെ തന്നെ A എന്ന് പറയുന്ന ആംഗിളിനെ ബൈസെക്റ്റ് ചെയ്തിട്ടാണ് D വന്നിരിക്കുന്നത്, തുല്യമായിട്ട് ഈക്വലായിട്ട് മുറിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആ ആംഗിൾ രണ്ടും ഈക്വലായിരിക്കും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് ഓപ്പോസിറ്റ് സൈഡ് എടുക്കുന്ന BDയും CDയും തുല്യമായിരിക്കും. അപ്പോൾ BD = CD. അങ്ങനെ ആകുമ്പോൾ 2 സൈഡ്സ് ഈക്വലാണ്, ആംഗിൾസ് ഈക്വൽ ആകുമ്പോൾ എന്താണ് AB = AC എന്ന് പറയും. അങ്ങനെ കുറച്ച്. അപ്പോൾ അത് കറസ്പോണ്ടിങ് കോൺഗ്രുവൻ്റ് റൂൾ അനുസരിച്ചാണ് B = C. അത് നിങ്ങൾ എഴുതി പോയിട്ടുള്ളതല്ലേ, അറിയുന്ന കാര്യങ്ങളല്ലേ. ഇനി ഒരുപാട് ഞാൻ പറഞ്ഞു നീട്ടുന്നില്ല. പിന്നെ ഇതിൽ ട്രയാങ്കിളിൽ കുറച്ചധികം പ്രോബ്ലംസ് കാണുന്നുണ്ട്. ഇതൊക്കെ ഈ ലാസ്റ്റിൽ വരുന്ന ഈ 4 പ്രോബ്ലംസ് എന്തായാലും മസ്റ്റായിട്ടൊന്ന് വർക്ക് ചെയ്യണം. കണ്ടിട്ടുണ്ട് പലപ്പോഴായിട്ട്. ഈ 11.38 ഒക്കെ ഉണ്ടല്ലോ, പലപ്പോഴായിട്ട് കണ്ടിട്ടുണ്ട്. ഒന്ന് നോക്കി പോക്കോളാം. പിന്നെ ഇൻഇക്വാളിറ്റീസ് നിങ്ങൾക്ക് നോക്കാനുള്ളത് ഒന്ന് നോക്കി പോവാം.
പിന്നെ ഒരുപാട് പറയാനില്ല ഇതിൽ. ഇനി അടുത്ത ചാപ്റ്ററിലേക്ക് മൂവ് ഓൺ ചെയ്യുകയാണെങ്കിൽ ലൈൻസ് അല്ലേ ഇത്, കൺകറൻറ്റ് ലൈൻ. അതായത് കൺകറൻറ്റ് ലൈനുള്ള ഐഡിയ എന്താണ്? ഒരു പ്ലെയിനിൽ, ഒരു 3 പ്ലെയിൻസിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പോയിന്റിൽ കൂടെ എത്ര ലൈൻസ് വേണമെങ്കിലും പാസ് ചെയ്യാൻ പറ്റും. അതിനെയാണ് ആ കൺകറൻറ്റ് ലൈൻ എന്ന് പറയുന്നത്. ആ പോയിന്റ് ഓഫ് കൺകറൻസി എന്ന് പറയും. ഒരുപാട് ലൈൻസ് പോവും അല്ലേ. അപ്പോൾ ഇതിൽ ഒരു ട്രയാങ്കിളിൻ്റെ ആംഗിൾ ബൈസെക്ടർ, അതായത് ആംഗിളിനെ ബൈസെക്ട് ചെയ്യുക, ആംഗിളിനെ രണ്ടായിട്ട് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യുക എന്നാണ് ആംഗിൾ ബൈസെക്ടർ എന്ന് ഉദ്ദേശിക്കുന്നത്. ഒരു ട്രയാങ്കിളിൻ്റെ 3 ആംഗിൾസും ബൈസെക്ട് ചെയ്യുന്ന പോയിൻ്റ് ആയിരിക്കും ആ ട്രയാങ്കിളിൻ്റെ സെൻറ്റർ അല്ലെങ്കിൽ സെൻട്രോയിഡ് എന്നൊക്കെ പറയുന്ന രീതിയിൽ ഇൻസെൻറ്റർ എന്ന് പറയും നമ്മൾ. പിന്നെ അതിനെ ആ ട്രയാങ്കിളിൻ്റെ ഉള്ളിൽ നമ്മൾ ഇൻസെൻറ്റർ ചെയ്യാൻ, അതായത് സെൻറ്റർ വരയ്ക്കാൻ വരൽ, ഇൻസർക്കിൾ ചെയ്യുക, ഔട്ട് സർക്കിൾ ചെയ്യുക. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ഈ പാഠത്തിൽ നോക്കി പോവാം. പിന്നെ ഇതിൽ പ്രോബ്ലംസ് ആയിട്ട് വരുന്ന ഏരിയാസ് ഒന്ന് സ്ട്രെച്ച് ചെയ്ത് നോക്കി പോവുക. കൂടുതലും ജിയോമെട്രിയിൽ വരുന്നത് ക്വാഡ്രിലാറ്ററൽ പോർഷൻസൊക്കെയാണ്. എന്നാലും ഇതിലൊക്കെ ഒന്ന് ഇങ്ങനത്തെ പ്രോബ്ലംസൊക്കെ ഈ 12.1 ഐസോസെലസ് ട്രയാങ്കിളിൻ്റെ ക്വസ്റ്റ്യനൊക്കെ ഒന്ന് നോക്കി പോവാം. അതൊക്കെ അങ്ങനെ ഡിറൈവ് ചെയ്യുന്ന രീതിയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയണം ഏതാണ് ചെയ്യേണ്ടതെന്ന് നല്ല രീതിയിൽ അറിയണം. പിന്നെ perpendicular bisector of the sides of concurrent and point of concurrency is called circumcenter. അതായത് നമ്മളിപ്പോൾ ഒരു ട്രയാങ്കിളുടെ കാര്യം പറഞ്ഞു അല്ലേ. ട്രയാങ്കിളിൽ നമ്മൾ ഈ പോയിൻ്റ് ജി എന്ന് പറയുന്ന പോയിൻ്റ് എന്താണ്? അതിൻ്റെ നോട്ടേഷൻ ഇടാൻ പറ്റുമെങ്കിൽ ഓക്കെ. ഈ ജി എന്ന് പറയുന്ന പോയിൻ്റ് അതിൻ്റെ ഇൻസെൻറ്ററാന്ന് പറഞ്ഞു. അതിനെ വെച്ചിട്ട് നമുക്കൊരു സർക്കിൾ വരയ്ക്കാൻ പറ്റില്ലേ? പിന്നെ സെൻട്രോയിഡ് ആയിട്ടുള്ള പോയിൻറ്റ്സ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. അടുത്ത ചാപ്റ്ററിലേക്ക് മൂവ് ചെയ്യുകയാണ്. എല്ലാ ക്വസ്റ്റ്യൻസും പറഞ്ഞു പോകാനുള്ള നേരം കുറവായതുകൊണ്ടാണ് മെയിൻ പോയിൻറ്റ്സ് മാത്രം പോണത്. ഇനി ക്വാഡിലാറ്ററൽസിലേക്ക് പോകാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ക്വാഡിലാറ്ററൽ പോകുമ്പോൾ നിങ്ങൾക്കറിയാം ക്വാഡ് എന്ന് വെച്ചാൽ 4 എന്നാണ് അർത്ഥം. അപ്പോൾ 4 അല്ലെങ്കിൽ 4 എന്നുള്ളതാണ് ക്വാഡ് ആയിട്ടുള്ളതാണ് നമ്മളിപ്പോൾ പഠിക്കുന്നത്. അപ്പോൾ ക്വാഡിലാറ്ററൽസിൽ 4 സൈഡ് ഉള്ളത്. അപ്പോൾ നമ്മൾ ചെറുപ്പം തൊട്ട് പഠിച്ചു തുടങ്ങുന്ന ആളുകൾ റെക്റ്റാങ്കിൾ, സ്ക്വയർ. ഇനി ആ റെക്റ്റാങ്കിൾ സ്ക്വയറിനൊക്കെ ചെറുതായിട്ടൊന്നൊരു ചെരിവ് കൊടുക്കുമ്പോഴാണ് ഈ പാരലോഗ്രാം, റോംബസൊക്കെ വരുന്നത്. അപ്പോൾ അവരൊക്കെയാണ് കുറിച്ച് പറയുന്നത്. അവർക്കൊക്കെ കുറച്ച് സെർട്ടൻ ക്രൈറ്റീരിയാസ് ഉണ്ട്, നമുക്കറിയുന്ന കാര്യങ്ങൾ തന്നെ. പാരലോഗ്രാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാരലൽ ആയിട്ടുള്ള ലൈൻസ് ആണ് അല്ലേ. പാരലൽ 2 സൈഡ് പാരലായിട്ട് ഇങ്ങനെ ചെരിച്ച് വരയ്ക്കും, മറ്റേ സൈഡ് ഹൊറിസോണ്ടലായിട്ട് പാരലാണ്. അപ്പോൾ 2 സൈഡും പാരലൽ ആയിട്ടാണ് നിൽക്കുന്നത്. അതിന് എന്താ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിരിക്കും. അതുപോലെ തന്നെ എന്താണ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾസും നമ്മൾ നോട്ടേഷൻ, അതായത് ഇതിൽ ഈ മുകളിലത്തെ പാരലോഗ്രാം ABCD. ഇപ്പോൾ അതിൽ ആംഗിൾ എയുടെ ഓപ്പോസിറ്റ് ആംഗിൾ കിടക്കണ ആംഗിൾ എയും ആംഗിൾ സിയും ഈക്വൽ ആയിരിക്കും. ഓപ്പോസിറ്റ്സ് ആംഗിൾ ഈക്വൽ ആയിരിക്കും പാരലോഗ്രാമിന്. അതുപോലെ തന്നെ ഡയഗണൽസ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത് ബൈസെക്റ്റ് ചെയ്യും, രണ്ടാളും കൂട്ടിമുട്ടും. പിന്നെ ഇനി ക്വാഡിലാറ്ററലിൻ്റെ പ്രത്യേകതയും പാരലോഗ്രാമിൻ്റെ ഇത് സെയിം തന്നെയാണ്. ഇനി റോംബസ് ആകുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാരലോഗ്രാം എന്ന് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിൽ വരേണ്ടത് ഒരു റെക്റ്റാങ്കിളിനെ ചെരിച്ച് അങ്ങനെ ഉദ്ദേശിക്കുക. റോംബസ് ആകുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്ക്വയർ. ഇതിൻ്റെ 4 സൈഡും ഈക്വൽ. പാരലോഗ്രാമിൻ്റെ 2 ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ്സാണ് ഈക്വൽ. റോംബസിൻ്റെ 4 സൈഡും ഈക്വലാണ്. അതേപോലെ തന്നെ ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വലാണ്. അപ്പോൾ ഡയഗണൽ ബൈസെക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ പ്രോപ്പർട്ടീസൊക്കെ ഓർത്ത് വയ്ക്കാം. പിന്നെ റെക്റ്റാങ്കിളിൻ്റെ പ്രത്യേകത എന്താണ്? റെക്റ്റാങ്കിളിൻ്റെ 4 ആംഗിൾ, സ്ക്വയർ ആണെങ്കിലും 4 ആംഗിൾ എന്തായിരിക്കും? റൈറ്റ് ആംഗിൾഡ് ആയിരിക്കും എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. റെക്റ്റാങ്കിളിൻ്റെ ബൈസെക്റ്റ് ചെയ്യൽ ഡയഗണൽസ്, അങ്ങനെ കുറച്ച് പ്രോപ്പർട്ടീസ് ഇതിൽ പറഞ്ഞു പോകുന്നുണ്ട്. പിന്നെ ആംഗിൾ വെച്ചിട്ട് നമുക്ക് ചെയ്യുമ്പോൾ നമുക്കറിയാം ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വലാണ് റോംബസിൻ്റെ ആണെങ്കിലും. അപ്പോൾ അത് വെച്ചിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് വരുന്നുണ്ട്. അപ്പോൾ ഒന്ന് നല്ല രീതിയിലൊന്ന് വായിച്ചു പോവാം. പിന്നെ ഇതിൽ എനിക്ക് കുറച്ചുകൂടെ വരാൻ സാധ്യതയുണ്ടെന്ന് കണ്ട ഒരു പ്രോബ്ലമാണ് ഇത്. പ്രോബ്ലം 13.8. അതൊന്ന് ഒരു ട്രപ്പീസിയാണ്. ട്രപ്പീസിയം എന്ന് പറയുമ്പോൾ പാരലോഗ്രാം അല്ല, അതായത് ഇതിൻ്റെ സൈഡ്സ് പാരലൽ അല്ലാതെയാണ് കിടക്കുന്നത് ട്രപ്പീസിയത്തിന്. അങ്ങനെയാണ് ട്രപ്പീസിയത്തിൻ്റെ പ്രത്യേകത. അതൊന്ന്
നോക്കി പോണത്. അതൊന്നും ആവശ്യമില്ല. അതേപോലെ തന്നെ 13.9 ജസ്റ്റ് ഒന്ന് നിങ്ങൾ ക്വിക്ക് റീഡിങ്ങിൽ പോയാൽ മതി. അതൊന്നും പിടിച്ചിരിക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്, ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് പോവുക. എല്ലാ ചാപ്റ്റേഴ്സും നിങ്ങൾ സമ്മപ്പ് ചെയ്ത് നോക്കി പോവുമല്ലോ, അപ്പോൾ ഒന്ന് നോക്കി പോവുക. പിന്നെ ആംഗിൾസിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. രണ്ട് പാരലൽ ലൈൻസിൻ്റെ ഇടയിൽ വരുന്ന ആംഗിൾസ്, അതിനെക്കുറിച്ചിട്ട് അറിയാലോ. പാരലോഗ്രാം ഓൺ ദ സെയിം ബേസ് ആൻഡ് ബിറ്റ്വീൻ ദ പാരലൽ ലൈൻസ് ആർ ഈക്വൽ ഏരിയ. അതിന് താഴെ കൺസ്ട്രക്ട് ചെയ്യുന്ന പാരലോഗ്രാമിന് എന്തായിരിക്കും? ഈക്വൽ ഏരിയ ആയിരിക്കും. രണ്ട് പാരലൽ ലൈൻസിൻ്റെ ഇടയിൽ വരുന്നതാണ്. അതിപ്പോൾ നമ്മൾ എങ്ങനത്തെ പാരലോഗ്രാം വരച്ചാലും അതിൻ്റെയൊക്കെ ഏരിയ എന്തായിരിക്കും? സെയിം ആയിരിക്കും. സെയിം ബേസ് ആൻഡ് ബിറ്റ്വീൻ സെയിം പാരലൽസ് ആർ ഈക്വൽ ഏരിയ എന്ന് തന്നിട്ടുണ്ട്. പിന്നെ ട്രയാങ്കിൾസ് ഓൺ ദ സെയിം ബേസ്, സെയിം ബേസിലുള്ള ട്രയാങ്കിൾസിനും സെയിം പാരലൽസ് ആറും ഈക്വൽ ഏരിയ തന്നെയായിരിക്കും. താഴെ വരുന്നത് രണ്ട് പാരലൽ ലൈൻസിൻ്റെ ഇടയിൽ സെയിം ബേസിലാണ് വരുന്നത്. അപ്പോൾ അതിൽ വരയ്ക്കുന്ന റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആയാലും ഐസോസെലസ് ആയാലും എങ്ങനത്തെ ട്രയാങ്കിൾ ആയിക്കോട്ടെ അതിൻ്റെ ഏരിയാസ് എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ആ ചാപ്റ്ററിൽ പറഞ്ഞു പോണത്. ഇനി സിമിലാരിറ്റി. ഈ കോൺഗ്രുവൻസിയും സിമിലാരിറ്റിയും തമ്മിൽ തെറ്റുന്നവരുണ്ടോ? സിമിലാരിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് രണ്ട് സിമിലറാണ്. അതായത് ഇപ്പോൾ നമുക്കൊരു സൈഡിൽ നിന്ന് പിടിച്ചു തുടങ്ങിയിട്ട്, അതായത് ഒരു ട്രയാങ്കിൾ ഇങ്ങനെയും ഒരെണ്ണം തലകുത്തനെ വെച്ചെന്ന് വെച്ചോ, പക്ഷേ നമുക്ക് ഓരോ ഭാഗം വെച്ച് പറഞ്ഞിട്ട് ഇത് രണ്ട് സിമിലറാണ് എന്ന് പറയാം. പക്ഷേ കോൺഗ്രുവൻസി അങ്ങനെയല്ല. ഇതിപ്പോൾ കിടക്കുകയാണെന്ന് വെച്ചാൽ അത് മറ്റേതും കിടക്കണം. അങ്ങനെയാണ് കോൺഗ്രുവൻസിയിൽ വരിക. സിമിലാരിറ്റിയിൽ ഇതേപോലെ കുറച്ച് റൂൾസ് ഉണ്ട്. എന്തൊക്കെയാണ്? 3 റൂൾസ് ഉണ്ട് അല്ലേ? 3 ആംഗിൾസ്, എ, അതേപോലെ SSS 3 സൈഡ്സ്, പിന്നെ SAS 2 സൈഡും ഒരു ആംഗിളും അല്ലേ? 2 സൈഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എയും ABയും BC ആണെന്ന് വെച്ചോ, അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള ആംഗിൾ B, അപ്പോൾ അത് മറ്റേതിൻ്റെ ആയിട്ട് സിമിലർ ആവുക. അപ്പോൾ അങ്ങനെയാണ് സിമിലാരിറ്റി വരുന്നത്. അപ്പോൾ സിമിലാരിറ്റി ഹാൻസ് പ്രൂവ്ഡ് എന്നുണ്ട് നമ്മൾ എഴുതുന്നത്. നിങ്ങൾ പഠിച്ചതാണ്. അപ്പം ഞാൻ പറയുമ്പോൾ ഒന്ന് ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലുണ്ടായിരുന്നില്ലേ എന്നൊക്കെ ഒന്ന് ഓർത്ത് വിട്ട് പോവുക. 3A വരുന്ന പ്രോബ്ലംസ്, 3S വരണത്, SAS വരുന്നത്. യെസ്, ഇപ്പോൾ കിട്ടുന്നുണ്ട്. ഓക്കെ, 3 ആംഗിൾ വരുന്നത് എങ്ങനെയാണെന്ന് നോക്കൂ. ഏരെ കറസ്പോണ്ടിങ് P കണ്ടോ? സിമിലാരിറ്റിയാണ്. ഇത് സെയിം സൈസാണോ? അല്ല. പക്ഷെ അവർ തമ്മിലൊരു എന്താ പറയുക, ഒരു പർട്ടിക്കുലർ റേഷ്യോയിലെങ്കിലും അവർ സിമിലറാണ്. അതായത് അതിൻ്റെ സൈഡ്സ് തമ്മിലുള്ള AB/PQ എന്ന് പറയുന്ന റേഷ്യോ തന്നെയായിരിക്കും BC/QR എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പർട്ടിക്കുലർ റേഷ്യോയിലായിരിക്കും. അപ്പോൾ അത് രണ്ടും എന്താണ്? അതിൻ്റെ കറസ്പോണ്ടിങ് ആംഗിൾസും ഈക്വലായി വരും. അപ്പോൾ അത് രണ്ട് സിമിലറാണ് എന്ന് പറയും, സിമിലാരിറ്റി ക്രൈറ്റീരിയൻ. അതുപോലെ SS ആകുമ്പോൾ എന്താണ്? 3 സൈഡ്സ് കണ്ടോ? 3ന് കറസ്പോണ്ടിങ് 6 ആകുമ്പോൾ 4.5നെയും 2 കൊണ്ട് തന്നെ ഗുണിക്കണം. അപ്പോൾ അത് സിമിലറാണ് എന്നുള്ള റേഷ്യോയിൽ വരുന്നതാണ്. SAS ക്രൈറ്റീരിയയിൽ 2 സൈഡിൻ്റെ ഇടയിൽ നിൽക്കുന്ന ആംഗിളാണ് സെയിം ആയിരുന്നത്. ആംഗിൾ പക്ഷേ മാറാൻ പാടില്ല കേട്ടോ. സൈഡ്സിന് റേഷ്യോ വരാം, പക്ഷേ ആംഗിൾ സെയിം ആയിരിക്കണം. അപ്പോൾ ഈ 3 ക്രൈറ്റീരിയ വെച്ചിട്ടാണ്, SAS വെച്ചിട്ടാണ് ഇതിൽ സിമിലാരിറ്റി കാണിക്കുന്നത്. അപ്പോൾ ആ ചാപ്റ്റർ ഒന്ന് നോക്കി പോവുക. ഇനി ഇതിലുള്ള ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്ന പ്രോബ്ലംസ് 1-2 ഒന്ന് നോട്ട് ചെയ്ത് പോകണേ. ഈ പ്രോബ്ലം ഇതൊക്കെ ഒന്ന് ജസ്റ്റ് വായിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതല്ലേ. എനിക്കിങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞു പോകാനുള്ള നേരം കുറവുകൊണ്ടാണ്. അപ്പോൾ നിങ്ങളൊന്ന് നോക്കി പോവാം. ഇനി പൈതഗോറസ് തിയറം അറിയാം അല്ലേ? എല്ലാവർക്കും അറിയണ കാര്യമാണ്. പൈതഗോറസ് തിയറം എന്താണ്? ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 90 ഡിഗ്രി വരുന്ന ഒരു ട്രയാങ്കിൾ, അതിൻ്റെ ഓപ്പോസിറ്റ് 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന സൈഡ് ഇതിലേതാണ്? ഇതിൽ ട്രയാങ്കിൾ, വലിയ ട്രയാങ്കിൾ ABCനെ വെച്ച് നോക്കുമ്പോൾ B ആണ് 90 ഡിഗ്രി. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന സൈഡ് ഏതാ? AC. അതാണ് അതിൻ്റെ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ ബേസ് BC ആണ്, പിന്നെ പെർപെൻഡിക്കുലർ AB ആണ്. അപ്പോൾ ബേസിൻ്റെ സ്ക്വയർ പ്ലസ് പെർപെൻഡിക്കുലറിൻ്റെ സ്ക്വയർ ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ അല്ലേ? പഠിച്ചിട്ടില്ലേ പണ്ടൊക്കെ? പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ഈക്വൽ ടു കർണം സ്ക്വയർ എന്നൊക്കെ പറഞ്ഞിട്ട് പഠിച്ചിട്ടില്ലേ? ആ കാര്യം തന്നെയാണ് ഇതിൽ പറയുന്നത്.
അപ്പോൾ അത് വെച്ച് പ്രോബ്ലം ചെയ്യാൻ പറ്റണതല്ലേ. ഇപ്പോൾ ഇതിൽ നോക്കിയാൽ ചെറിയ ട്രയാങ്കിൾ CBD, അതിൽ 90 ഡിഗ്രി വരുന്നത് DK ആണ്, ഓപ്പോസിറ്റ് വരുന്നത് BC കർണാണ്. അപ്പോൾ അതിനെ റേഷ്യോ വെച്ച് നിങ്ങൾക്ക് എഴുതാമല്ലോ. ഇത് സിമിലാരിറ്റി വെച്ചിട്ട് രണ്ട് ട്രയാങ്കിളും സിമിലാരിറ്റി വെച്ച് റേഷ്യോ വെച്ച് എഴുതാം. അപ്പോൾ അത് വെച്ച് നിങ്ങൾ പ്രൂവ് ചെയ്യാം. ട്രയാങ്കിൾസ് സിമിലാരിറ്റി എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഓക്കെ, ഇനി വരുന്നത് സർക്കിൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ് കേട്ടോ. സർക്കിളിൽ എന്ത് വേണേലും ചോദിക്കാം, അതുമാതിരി ക്വസ്റ്റ്യൻസ് ഉണ്ട് സർക്കിളിൽ, ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. സർക്കിളിൽ മെയിനായിട്ട് അറിയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ബേസ് ഉണ്ട്, റേഡിയസ്. ഒരു സർക്കിളിൽ എവിടെ വേണേലും റേഡിയസ് വരച്ചാലും റേഡിയസ് എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും, അതറിയാലോ. പിന്നെ അതിൽ നിന്ന് സർക്കിളിൽ എവിടെ വേണേലും വരയ്ക്കുന്ന ഓരോ കോഡുകൾ, ആ കോഡിലേക്ക് നമ്മൾ റേഡിയസിൽ നിന്ന് വരയ്ക്കുന്ന പോയിൻ്റ് പെർപെൻഡിക്കുലർ ആയിരിക്കും എന്നൊരു കാര്യം പറഞ്ഞു പോകുന്നുണ്ട്. പിന്നെ ഒരു സെമി സർക്കിൾ, അതായത് ഈ സർക്കിളിൻ്റെ പകുതി ഉണ്ടല്ലോ, ഈ സെമി സർക്കിളിൽ വരയ്ക്കുന്ന ട്രയാങ്കിളുകൾ റൈറ്റ് ആംഗിളുടെ ആയിരിക്കും. അത് ഇങ്ങനെ വരച്ചാലും ആ ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കും. ആ ഒരു കാര്യം പറയുന്നുണ്ട് സർക്കിളിനെ സംബന്ധിച്ചിടത്തോളം. പിന്നെ ഒരു സർക്കിളിൽ ഇതൊരു ആംഗിളാണെന്ന് വെച്ചോ, ഇതേ പോയിന്റിൽ നിന്ന് തന്നെ ബാക്കിലേക്ക് വരയ്ക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആംഗിളിൻ്റെ ഇത് എക്സ് ആണെങ്കിൽ ഇത് 2x ആയിരിക്കും. അല്ലെങ്കിൽ ഇതൊരു 30 ഡിഗ്രി വെച്ചാൽ ഇതിൻ്റെ പകുതി ആയിരിക്കും ബാക്കിലുള്ള ആൾ. അത് അവിടേക്ക് തന്നെ വേണമെന്നില്ല, ഇങ്ങനെ വരയ്ക്കാം, ഇങ്ങനെ വരച്ചാലും ഈ രണ്ട് പോയിന്റിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ ഈ സെൻറ്ററായിട്ട് മുട്ടി നിൽക്കുന്ന ആംഗിളിൻ്റെ പകുതി ആയിരിക്കും അതിൻ്റെ ബേസിൽ നിന്ന് തന്നെ വരയ്ക്കുന്നത്. ആ ഒരു കുറച്ച് കാര്യങ്ങളുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ കണ്ടോ, അപ്പോൾ ഇതിൽ എന്താ പറഞ്ഞിട്ടുള്ളത്, ട്രയാങ്കിളിലെ ആംഗിൾസിനനുസരിച്ചിട്ട് 3ആയിട്ട് തിരിക്കാം. അതുപോലെ തന്നെ അതിൻ്റെ സൈഡ്സിനനുസരിച്ചിട്ട് 3ആയിട്ട് തിരിക്കാം. ഐസോസിലസ്, ഇക്വലാറ്ററൽ, സ്കെലൈൻ ട്രയാങ്കിൾ, ഒബ്റ്റ്യൂസ്, റൈറ്റ് ആംഗിൾ, അക്യൂട്ട്, അങ്ങനെ 3ആയിട്ട് തിരിക്കാമെന്നാണ്. ആംഗിൾ ബേസ് 3ഉം സൈഡ് ബേസ് 3ഉം. സൈഡ് ബേസൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്, ഇനി വീണ്ടും പറഞ്ഞു പോകുന്നില്ല, നിങ്ങളെല്ലാം പഠിച്ച് സെറ്റായിരിക്കുന്ന കുട്ടികളാണ്. അപ്പോൾ അതിൽ ജസ്റ്റ് ഒന്നൊരു ഓർമ്മപ്പെടുത്തൽ, ഒന്നുകൂടെ ഒന്ന് പുതുക്കിയെടുക്കുക എന്നുള്ള രീതിയിൽ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇനി ഇങ്ങനെ വരുമ്പോൾ ആംഗിൾസ്, ഓപ്പോസിറ്റ് ആംഗിൾസ് കണ്ടുപിടിക്കാൻ അറിയാം നമുക്ക്. അത് കഴിഞ്ഞ് പിന്നെ ഉള്ളിലത്തെ ആംഗിൾ, ദ ആംഗിൾ ഫോംഡ് ബൈ എ സൈഡ് ഓഫ് ദ ട്രയാങ്കിൾ പ്രൊഡക്റ്റ് അനദർ സൈഡ് ഓഫ് ദ ട്രയാങ്കിൾ കോൾഡ് എക്സ്റ്റീരിയർ ആംഗിൾ, അല്ലേ. ഒരു എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സൈഡ് എക്സ്റ്റെൻഡ് ചെയ്തതാണ് എക്സ്റ്റീരിയർ ആംഗിൾ. ഈ എക്സ്റ്റീരിയർ ആംഗിളിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്. അതിൻ്റെ തൊട്ടടുത്തുള്ള ആംഗിൾ അല്ലാണ്ട് അപ്പുറത്ത് രണ്ടുള്ള ഇൻറ്റീരിയർ ആംഗിൾസിൻ്റെ സമ്മായിരിക്കും ഈ എക്സ്റ്റീരിയർ ആംഗിൾ. അങ്ങനെ ഒരു പ്രോപ്പർട്ടി നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് അതിൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കാൻ പറ്റും. എന്തെങ്കിലും ഒരു എക്സ് അങ്ങനെ എന്തെങ്കിലും ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് അത് കണ്ടുപിടിക്കാം. ഇപ്പോൾ ഇവിടെ 150 വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ 105ഉം ആ മറ്റേ ആംഗിൾ എന്തായിരിക്കും 45 ആയിരിക്കും വരിക. ഓക്കെ അല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ആംഗിൾസിൻ്റെ പാഠത്തിൽ വരുന്നത്. അതൊന്ന് നല്ലപോലെ വൃത്തിയായിട്ടൊന്ന് നോക്കി പോവാം. പിന്നെ നെക്സ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ജോമെട്രിയിൽ, പിന്നെ കൺസ്ട്രക്ഷൻ്റെ ചാപ്റ്ററിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല കേട്ടോ. അത് നിങ്ങൾ നല്ല രീതിയിലൊന്ന് നോക്കിപ്പോയാൽ മതി, നല്ല വരച്ച് ഒന്ന് സെറ്റായി പോവാം. ഇനി ഇതിൽ വരുന്ന ജോമെട്രിയിൽ വരുന്ന സെക്കൻഡ് ചാപ്റ്ററാണ് ട്രയാങ്കിളിൻ്റെ ഇത് വരുന്നത്, സിമിലാരിറ്റി, ട്രയാങ്കിളിൻ്റെ സിമിലാരിറ്റി അല്ലെങ്കിൽ കോൺഗ്രുവൻസി എന്ന് പറയുന്നത്. രണ്ട് ട്രയാങ്കിൾ കോൺഗ്രുവൻ്റ് ആണോ എന്നൊക്കെ പറയുന്നത് എങ്ങനെയാണ്, അതായത് കോൺഗ്രുവൻ്റ് ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോട്ടോ കോപ്പി എന്ന് തന്നെ പറയാം. അതായത് ഇപ്പോൾ ഒരു റോസാപ്പൂവിൻ്റെ ഫോട്ടോ കോപ്പി അപ്പുറത്ത് വെച്ച്, അല്ലെങ്കിൽ നമ്മുടെ ഫോട്ടോ തന്നെ അപ്പുറത്തും വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയാണ് ഈ കോൺഗ്രുവൻസി എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് അതേപോലെ തന്നെ ആയിരിക്കണം. അപ്പോൾ അതിന് 4 ക്രൈറ്റീരിയ ഉണ്ട്. അതൊന്നില്ലെങ്കിൽ 3 സൈഡ്സ് ഈക്വൽ ആവുക, അല്ലെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് സൈഡ്സിൻ്റെ ആംഗിൾസ് ഈക്വൽ ആവുക, അല്ലെങ്കിൽ ഒരു റൈറ്റ് ആംഗിളുടെ ആണെങ്കിൽ അതിൻ്റെ ഹൈപ്പോട്ടനേഴ്സിൻ്റെ സൈഡ് മറ്റേതിൻ്റെ ഇതായിട്ട് ഈക്വൽ ആവുക. അങ്ങനെ കുറച്ച് ക്രൈറ്റീരിയ വെച്ചിട്ടാണ് നമ്മൾ ഇതിൽ വരുന്ന സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ നിങ്ങൾ വായിച്ചു പോകണം കേട്ടോ. എങ്ങാനും സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് നിങ്ങൾക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ തെറ്റരുത്, അതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഈ തന്നിരിക്കുന്ന ഫിഗറിൽ തന്നെ PX, QY ആർ പെർപെൻഡിക്കുലർ ഇങ്ങനെ പറഞ്ഞ് തന്നിട്ടുണ്ട്. അപ്പോൾ AXും AYയും ഈക്വൽ ആണെന്ന് പറയുന്നത്, അതായത് ഫൈൻഡ് ചെയ്യണം, അത് ഷോ ചെയ്യണം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ട്രയാങ്കിൾ കോൺഗ്രുവൻ്റ് ആണെന്ന് കാണിച്ചു കഴിഞ്ഞാൽ എന്താണ് 3 സൈഡ്സും ഈക്വലാണ്, അതായത് 3 ആംഗിളും ഈക്വലായ 3 സൈഡ്സും ഈക്വലാണെന്ന് നമുക്ക് കാണിക്കാൻ പറ്റും. കോൺഗ്രുവൻസിയിൽ അപ്പോൾ കുറച്ചുള്ള ക്രൈറ്റീരിയാസ് പഠിച്ചു വയ്ക്കുക. അപ്പോൾ അത് മാത്രമേ തന്നെ ഇതിൽ വരുന്നുള്ളൂ. പിന്നെ ആംഗിൾ ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ വൈസ് വേഴ്സ, അതായത് ഓപ്പോസിറ്റ് ആംഗിൾ ഏത്, ഇപ്പോൾ ഈ ട്രയാങ്കിളിലെ ഇത് 2 ട്രയാങ്കിളാക്കി എടുക്കുക, ABDയും ACDയും.
അപ്പോൾ അതിൽ ആംഗിൾ ബിയും ആംഗിൾ സിയും ഈക്വലാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഈക്വലാണ്. അത് ഈ എ ഡി എന്ന് പറയുന്നത് രണ്ടിലും ഈക്വലായിട്ടാണ് വരുന്നത്. അല്ലെങ്കിൽ അത് 2 ട്രയാങ്കിൾ ആണെങ്കിൽ ആ 2 സൈഡും ഈക്വലാണ്. അതേപോലെ തന്നെ എ എന്ന് പറയുന്ന ആംഗിളിനെ ബൈസെക്റ്റ് ചെയ്തിട്ടാണ് ഡി വന്നിരിക്കുന്നത്. തുല്യമായിട്ട് ഈക്വലായിട്ട് മുറിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആ ആംഗിൾ രണ്ടും ഈക്വലായിരിക്കും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് ഓപ്പോസിറ്റ് സൈഡ് എടുക്കുന്ന ബി ഡിയും സി ഡിയും തുല്യമായിരിക്കും. അപ്പോൾ ബി ഡി ഈക്വൽ ടു സി ഡി. അങ്ങനെ ആകുമ്പോൾ 2 സൈഡ്സ് ഈക്വലാണ്, ആംഗിൾസ് ഈക്വൽ ആകുമ്പോൾ എന്താണ് എ ബി ഈക്വൽ ടു എ സി എന്ന് പറയും. അങ്ങനെ കുറച്ച്. അപ്പോൾ അത് കറസ്പോണ്ടിങ് കോൺഗ്രുവൻ്റ് റൂൾ അനുസരിച്ചാണ് ബി ഈക്വൽ ടു സി. അത് നിങ്ങൾ എഴുതി പോയിട്ടുള്ളതല്ലേ, അറിയുന്ന കാര്യങ്ങളല്ലേ. ഇനി ഒരുപാട് ഞാൻ പറഞ്ഞു നീട്ടുന്നില്ല. പിന്നെ ഇതിൽ ട്രയാങ്കിളിൽ കുറച്ചധികം പ്രോബ്ലംസ് കാണുന്നുണ്ട്. ഇതൊക്കെ ഈ ലാസ്റ്റിൽ വരുന്ന ഈ പ്രോബ്ലംസ്, ഈ 4 പ്രോബ്ലംസ് എന്തായാലും മസ്റ്റായിട്ടൊന്ന് വർക്ക് ചെയ്യണം. കണ്ടിട്ടുണ്ട് പലപ്പോഴായിട്ട്. ഈ 11.38 ഒക്കെ ഉണ്ടല്ലോ, പലപ്പോഴായിട്ട് കണ്ടിട്ടുണ്ട്. ഒന്ന് നോക്കി പൊക്കോളാം. പിന്നെ ഇൻഇക്വാളിറ്റീസ് നിങ്ങൾക്ക് നോക്കാനുള്ളത് ഒന്ന് നോക്കി പോവാം. പിന്നെ ഒരുപാട് പറയാനില്ല. ഇനി അടുത്ത ചാപ്റ്ററിലേക്ക് മൂവ് ഓൺ ചെയ്യുകയാണെങ്കിൽ ലൈൻസ് അല്ലേ ഇത്, കൺകറൻറ്റ് ലൈൻ. അതായത് കൺകറൻറ്റ് ലൈനുള്ള ഐഡിയ എന്താണ്? ഒരു പ്ലെയിനിൽ, ഒരു 3 പ്ലെയിൻസിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പോയിന്റിൽ കൂടെ എത്ര ലൈൻസ് വേണമെങ്കിലും പാസ് ചെയ്യാൻ പറ്റും. അതിനെയാണ് ആ കൺകറൻറ്റ് ലൈൻ എന്ന് പറയുന്നത്. ആ പോയിന്റ് ഓഫ് കൺകറൻസി എന്ന് പറയും. ഒരുപാട് ലൈൻസ് പോവും അല്ലേ. അപ്പോൾ ഇതിൽ ഒരു ട്രയാങ്കിളിൻ്റെ ആംഗിൾ ബൈസെക്ടർ, അതായത് ആംഗിളിനെ ബൈസെക്ട് ചെയ്യുക, ആംഗിളിനെ 2ആയിട്ട് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യാന്നാണ് ആംഗിൾ ബൈസെക്ടർ എന്ന് ഉദ്ദേശിക്കുന്നത്. ഒരു ട്രയാങ്കിളിൻ്റെ 3 ആംഗിൾസും ബൈസെക്ട് ചെയ്യുന്ന പോയിന്റ് ആയിരിക്കും ആ ട്രയാങ്കിളിൻ്റെ സെൻറ്റർ അല്ലെങ്കിൽ സെൻട്രോയിഡ് എന്നൊക്കെ പറയുന്ന രീതിയിൽ ഇൻസെൻറ്റർ എന്ന് പറയും നമ്മൾ. പിന്നെ അതിനെ ആ ട്രയാങ്കിളിൻ്റെ ഉള്ളിൽ നമ്മൾ ഇൻസെൻറ്റർ ചെയ്യാൻ, അതായത് സെൻറ്റർ വരയ്ക്കാൻ വരൽ, ഇൻസർക്കിൾ ചെയ്യുക, ഔട്ട് സർക്കിൾ ചെയ്യുക. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ഈ പാഠത്തിൽ നോക്കി പോവാം. പിന്നെ ഇതിൽ പ്രോബ്ലംസ് ആയിട്ട് വരുന്ന ഏരിയാസ് ഒന്ന് സ്ട്രെച്ച് ചെയ്ത് നോക്കി പോവുക. കൂടുതലും ജിയോമെട്രിയിൽ വരുന്നത് ക്വാഡ്രിലാറ്ററൽ പോർഷൻസൊക്കെയാണ്. എന്നാലും ഇതിലൊക്കെ ഒന്ന് ഇങ്ങനത്തെ പ്രോബ്ലംസൊക്കെ ഈ 12.1 ഐസോസെലസ് ട്രയാങ്കിളിൻ്റെ ക്വസ്റ്റ്യനൊക്കെ ഒന്ന് നോക്കി പോവാം. അതൊക്കെ അങ്ങനെ ഡിറൈവ് ചെയ്യണ രീതിയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയണം ഏതാണ് ചെയ്യേണ്ടതെന്ന് നല്ല രീതിയിൽ അറിയണം. പിന്നെ perpendicular bisector of the sides of concurrent and point of concurrency is called circumcenter. അതായത് നമ്മളിപ്പോൾ ഒരു ട്രയാങ്കിളുടെ കാര്യം പറഞ്ഞു അല്ലേ. ട്രയാങ്കിളിൽ നമ്മൾ ഈ പോയിന്റ് ജി എന്ന് പറയുന്ന പോയിന്റ് എന്താണ്, അതിൻ്റെ നോട്ടേഷൻ ഇടാൻ പറ്റുന്നില്ല. ഓക്കെ, ഈ ജി എന്ന് പറയുന്ന പോയിന്റ് അതിൻ്റെ ഇൻസെൻറ്ററാന്ന് പറഞ്ഞു. അതിനെ വെച്ചിട്ട് നമുക്കൊരു സർക്കിൾ വരയ്ക്കാൻ പറ്റില്ലേ. പിന്നെ സെൻട്രോയിഡ് ആയിട്ടുള്ള പോയിൻറ്റ്സ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. അടുത്ത ചാപ്റ്ററിലേക്ക് മൂവ് ചെയ്യുകയാണ്. എല്ലാ ക്വസ്റ്റ്യൻസും പറഞ്ഞു പോകാനുള്ള നേരം കുറവായതുകൊണ്ടാണ് മെയിൻ പോയിൻറ്റ്സ് മാത്രം പോണത്. ഇനി ക്വാഡിലാറ്ററൽസിലേക്ക് പോകാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ക്വാഡിലാറ്ററൽ പോകുമ്പോൾ നിങ്ങൾക്കറിയാം ക്വാഡ് എന്ന് വെച്ചാൽ 4 എന്നാണ് അർത്ഥം. അപ്പോൾ 4 അല്ലെങ്കിൽ 4 എന്നുള്ളതാണ് ക്വാഡ് ആയിട്ടുള്ളതാണ് നമ്മളിപ്പോൾ പഠിക്കുന്നത്. അപ്പോൾ ക്വാഡിലാറ്ററൽസിൽ 4 സൈഡ് ഉള്ളത്. അപ്പോൾ നമ്മൾ ചെറുപ്പം തൊട്ട് പഠിച്ചു തുടങ്ങുന്ന ആളുകൾ റെക്റ്റാങ്കിൾ, സ്ക്വയർ. ഇനി ആ റെക്റ്റാങ്കിൾ സ്ക്വയറിനൊക്കെ ചെറുതായിട്ടൊന്നൊരു ചെരിവ് കൊടുക്കുമ്പോഴാണ് ഈ പാരലോഗ്രാം, റോംബസ് ഒക്കെ വരുന്നത്. അപ്പോൾ അവരൊക്കെയാണ് കുറിച്ച് പറയുന്നത്. അവർക്കൊക്കെ കുറച്ച് സെർട്ടൻ ക്രൈറ്റീരിയാസ് ഉണ്ട്, നമുക്കറിയുന്ന കാര്യങ്ങൾ തന്നെ. പാരലോഗ്രാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാരലൽ ആയിട്ടുള്ള ലൈൻസ് ആണ് അല്ലേ. പാരലൽ 2 സൈഡ് പാരലലായിട്ട് ഇങ്ങനെ ചെരിച്ച് വരയ്ക്കും, മറ്റേ സൈഡ് ഹൊറിസോണ്ടലായിട്ട് പാരലലാണ്. അപ്പോൾ 2 സൈഡും പാരലൽ ആയിട്ടാണ് നിൽക്കുന്നത്. അതിന് എന്താ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിരിക്കും. അതുപോലെ തന്നെ എന്താണ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾസും നമ്മൾ നോട്ടേഷൻ, അതായത് ഇതിൽ ഈ മുകളിലത്തെ പാരലോഗ്രാം എ ബി സി ഡി. ഇപ്പോൾ അതിൽ ആംഗിൾ എയുടെ ഓപ്പോസിറ്റ് ആംഗിൾ കിടക്കണ ആംഗിൾ എയും ആംഗിൾ സിയും ഈക്വൽ ആയിരിക്കും. ഓപ്പോസിറ്റ്സ് ആംഗിൾ ഈക്വൽ ആയിരിക്കും പാരലോഗ്രാമിന്. അതുപോലെ തന്നെ ഡയഗണൽസ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത് ബൈസെക്റ്റ് ചെയ്യും, രണ്ടാളും കൂട്ടിമുട്ടും. പിന്നെ ഇനി ക്വാഡിലാറ്ററലിൻ്റെ പ്രത്യേകതയും പാരലോഗ്രാമിൻ്റെ ഇത് സെയിം തന്നെയാണ്. ഇനി റോംബസ് ആകുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ പാരലോഗ്രാം എന്ന് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിൽ വരേണ്ടത് ഒരു റെക്റ്റാങ്കിളിനെ ചെരിച്ച്
അങ്ങനെ ഉദ്ദേശിക്കുക. റോംബസ് ആകുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്ക്വയർ, ഇതിൻ്റെ 4 സൈഡും ഈക്വൽ. പാരലോഗ്രാമിൻ്റെ 2 ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ്സാണ് ഈക്വൽ. റോംബസിൻ്റെ 4 സൈഡും ഈക്വലാണ്. അതേപോലെ തന്നെ ആംഗിൾസ്, ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വലാണ്. അപ്പോൾ ഡയഗണൽ ബൈസെക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ, പ്രോപ്പർട്ടീസൊക്കെ ഓർത്ത് വയ്ക്കാം. പിന്നെ റെക്റ്റാങ്കിളിൻ്റെ പ്രത്യേകത എന്താണ്? റെക്റ്റാങ്കിളിൻ്റെ 4 ആംഗിൾ, സ്ക്വയർ ആണെങ്കിലും 4 ആംഗിൾ എന്തായിരിക്കും? റൈറ്റ് ആംഗിൾഡ് ആയിരിക്കും എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. റെക്റ്റാങ്കിളിൻ്റെ ബൈസെക്റ്റിൽ ഡയഗണൽസ്, അങ്ങനെ കുറച്ച് പ്രോപ്പർട്ടീസ് ഇതിൽ പറഞ്ഞു പോകുന്നുണ്ട്. പിന്നെ ആംഗിൾ വെച്ചിട്ട് നമുക്ക് ചെയ്യുമ്പോൾ നമുക്കറിയാം ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വലാണ് റോംബസിൻ്റെ ആണെങ്കിലും. അപ്പോൾ അത് വെച്ചിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് വരുന്നുണ്ട്. അപ്പോൾ ഒന്ന് നല്ല രീതിയിലൊന്ന് വായിച്ചു പോവാം. പിന്നെ ഇതിൽ എനിക്ക് കുറച്ചുകൂടെ വരാൻ സാധ്യതയുണ്ടെന്ന് കണ്ട ഒരു പ്രോബ്ലമാണ് ഇത്. പ്രോബ്ലം 13.8. അതൊന്ന് ഒരു ട്രപ്പീസിയാണ്. ട്രപ്പീസിയം എന്ന് പറയുമ്പോൾ പാരലോഗ്രാം അല്ല, അതായത് ഇതിൻ്റെ സൈഡ്സ് പാരലൽ അല്ലാതെയാണ് കിടക്കുന്നത് ട്രപ്പീസിയത്തിന്. അങ്ങനെയാണ് ട്രപ്പീസിയത്തിൻ്റെ പ്രത്യേകത. അതൊന്ന് നോക്കി പോണത്, അതൊന്ന് ആവശ്യമുള്ളൂ. അതേപോലെ തന്നെ 13.9 ജസ്റ്റ് ഒന്ന് നിങ്ങൾ ക്വിക്ക് റീഡിങ്ങിൽ പോയാൽ മതി. അതുമ്പോൾ പിടിച്ചിരിക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്, ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് പോവുക. എല്ലാ ചാപ്റ്റേഴ്സും നിങ്ങൾ സമ്മപ്പ് ചെയ്ത് നോക്കി പോവുമല്ലോ, അപ്പോൾ ഒന്ന് നോക്കി പോവുക. പിന്നെ ആംഗിൾസിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. രണ്ട് പാരലൽ ലൈൻസിൻ്റെ ഇടയിൽ വരുന്ന ആംഗിൾസ്, അതിനെക്കുറിച്ചിട്ട് അറിയാലോ. പാരലോഗ്രാം ഓൺ ദ സെയിം ബേസ് ആൻഡ് ബിറ്റ്വീൻ ദ പാരലൽ ലൈൻസ് ആർ ഈക്വൽ ഏരിയ. അതിന് താഴെ കൺസ്ട്രക്ട് ചെയ്യുന്ന പാരലോഗ്രാമിന് എന്തായിരിക്കും? ഈക്വൽ ഏരിയ ആയിരിക്കും. 2 പാരലൽ ലൈൻസിൻ്റെ ഇടയിൽ വരുന്നതാണ്. അതിപ്പോൾ നമ്മൾ എങ്ങനത്തെ പാരലോഗ്രാം വരച്ചാലും അതിൻ്റെയൊക്കെ ഏരിയ എന്തായിരിക്കും? സെയിം ആയിരിക്കും. സെയിം ബേസ് ആൻഡ് ബിറ്റ്വീൻ സെയിം പാരലൽസ് ആർ ഈക്വൽ ഏരിയ എന്ന് തന്നിട്ടുണ്ട്. പിന്നെ ട്രയാങ്കിൾസ് ഓൺ ദ സെയിം ബേസ്, സെയിം ബേസിലുള്ള ട്രയാങ്കിൾസിനും സെയിം പാരലൽസ് ആറും ഈക്വൽ ഏരിയ തന്നെയായിരിക്കും. താഴെ വരുന്നത് 2 പാരലൽ ലൈൻസിൻ്റെ ഇടയിൽ സെയിം ബേസിലാണ് വരുന്നത്. അപ്പോൾ അതിൽ വരയ്ക്കുന്ന റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആയാലും ഐസോസിലസ് ആയാലും എങ്ങനത്തെ ട്രയാങ്കിൾ ആയിക്കോട്ടെ അതിൻ്റെ ഏരിയാസ് എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും. അപ്പം അത്രയും കാര്യങ്ങളാണ് ആ ചാപ്റ്ററിൽ പറഞ്ഞു പോണത്. ഇനി സിമിലാരിറ്റി. ഈ കോൺഗ്രുവൻസിയും സിമിലാരിറ്റിയും തമ്മിൽ തെറ്റുന്നവരുണ്ടോ? സിമിലാരിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് 2 സിമിലറാണ്. അതായത് ഇപ്പോൾ നമുക്കൊരു സൈഡിൽ നിന്ന് പിടിച്ചു തുടങ്ങിയിട്ട്, അതായത് ഒരു ട്രയാങ്കിൾ ഇങ്ങനെയും ഒരെണ്ണം തലകുത്തനെ വെച്ചെന്ന് വെച്ചോ, പക്ഷേ നമുക്ക് ഓരോ ഭാഗം വെച്ച് പറഞ്ഞിട്ട് ഇത് 2 സിമിലറാണ് എന്ന് പറയാം. പക്ഷേ കോൺഗ്രുവൻസി എങ്ങനെയല്ല, ഇതിപ്പോൾ കിടക്കുകയാണെന്ന് വെച്ചാൽ അത് മറ്റേതും കിടക്കണം. അങ്ങനെയാണ് കോൺഗ്രുവൻസിയിൽ വരിക. സിമിലാരിറ്റിയിൽ ഇതേപോലെ കുറച്ച് റൂൾസ് ഉണ്ട്. എന്തൊക്കെയാണ്? 3 റൂൾസ് ഉണ്ട് അല്ലേ? 3 ആംഗിൾസ്, എ, അതേപോലെ SSS 3 സൈഡ്സ്, പിന്നെ SAS 2 സൈഡും ഒരു ആംഗിളും അല്ലേ? 2 സൈഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എയും ABയും BC ആണെന്ന് വെച്ചോ, അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള ആംഗിൾ B, അപ്പോൾ അത് മറ്റേതിൻ്റെ ആയിട്ട് സിമിലർ ആവുക. അപ്പോൾ അങ്ങനെയാണ് സിമിലാരിറ്റി വരുന്നത്. അപ്പോൾ സിമിലാരിറ്റി ഹൻസ് പ്രൂവ്ഡ് എന്നുണ്ട് നമ്മൾ എഴുതുന്നത്. നിങ്ങൾ പഠിച്ചതാണ്. അപ്പം ഞാൻ പറയുമ്പോൾ ഒന്ന് ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലുണ്ടായിരുന്നില്ലേ എന്നൊക്കെ ഒന്ന് ഓർത്ത് തൊട്ട് പോവാം. 3A വരുന്ന പ്രോബ്ലംസ്, 3S വരണത്, SAS വരുന്നത്. യെസ്, ഇപ്പോൾ കിട്ടുന്നുണ്ട്. ഓക്കെ, 3 ആംഗിൾ വരുന്നത് എങ്ങനെയാണെന്ന് നോക്കൂ. എയുടെ കറസ്പോണ്ടിങ് P കണ്ടോ? സിമിലാരിറ്റിയാണ്. ഇത് സെയിം സൈസാണോ? അല്ല. പക്ഷെ അവർ തമ്മിലൊരു എന്താ പറയുക, ഒരു പർട്ടിക്കുലർ റേഷ്യോയിലെങ്കിലും അവർ സിമിലറാണ്. അതായത് അതിൻ്റെ സൈഡ്സ് തമ്മിലുള്ള AB/PQ എന്ന് പറയുന്ന റേഷ്യോ തന്നെയായിരിക്കും BC/QR എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പർട്ടിക്കുലർ റേഷ്യോയിലായിരിക്കും. അപ്പോൾ അത് രണ്ടും എന്താണ്, അതിൻ്റെ കറസ്പോണ്ടിങ് ആംഗിൾസും ഈക്വലായി വരും. അപ്പോൾ അത് 2 സിമിലറാണ് എന്ന് പറയും, സിമിലാരിറ്റി ക്രൈറ്റീരിയൻ. അതുപോലെ SS ആകുമ്പോൾ എന്താണ്, 3 സൈഡ്സ് കണ്ടോ, 3ന് കറസ്പോണ്ടിങ് 6 ആകുമ്പോൾ 4.5നെയും 2 കൊണ്ട് തന്നെ ഗുണിക്കണം. അപ്പോൾ അത് സിമിലറാണ് എന്നുള്ള റേഷ്യോയിൽ വരുന്നതാണ്. SAS ക്രൈറ്റീരിയയിൽ 2 സൈഡിൻ്റെ ഇടയിൽ നിൽക്കുന്ന ആംഗിളാണ് സെയിം ആയിരുന്നു. ആംഗിൾ പക്ഷേ മാറാൻ പാടില്ല കേട്ടോ. സൈഡ്സിന് റേഷ്യോ വരാം, പക്ഷേ ആംഗിൾ സെയിം ആയിരിക്കണം. അപ്പോൾ ഈ 3 ക്രൈറ്റീരിയ വെച്ചിട്ടാണ്, SAS വെച്ചിട്ടാണ് ഇതിൽ സിമിലാരിറ്റി കാണിക്കുന്നത്. അപ്പോൾ ആ ചാപ്റ്റർ ഒന്ന് നോക്കി പോവുക. ഇനി ഇതിലുള്ള
ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്ന പ്രോബ്ലംസ് ഒന്ന് രണ്ടെണ്ണമൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് പോകണേ. ഈ പ്രോബ്ലം ഇതൊക്കെ ഒന്ന് ജസ്റ്റ് വായിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതല്ലേ. എനിക്കിങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞു പോകാനുള്ള നേരം കുറവുകൊണ്ടാണ്. അപ്പോൾ നിങ്ങളൊന്ന് നോക്കി പോവാം. ഇനി പൈതഗോറസ് തിയറം അറിയാം അല്ലേ, എല്ലാവർക്കും അറിയണ കാര്യമാണ്. പൈതഗോറസ് തിയറം എന്താണ്? ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 90 ഡിഗ്രി വരുന്ന ഒരു ട്രയാങ്കിൾ, അതിൻ്റെ ഓപ്പോസിറ്റ് 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന സൈഡ് ഇതാ ഇതിലേതാണ്? ഇതിൽ ട്രയാങ്കിൾ, വലിയ ട്രയാങ്കിൾ ABC വെച്ച് നോക്കുമ്പോൾ B ആണ് 90 ഡിഗ്രി. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന സൈഡ് ഏതാ? AC. അതാണ് അതിൻ്റെ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ ബേസ് BC ആണ്, പിന്നെ പെർപെൻഡിക്കുലർ AB ആണ്. അപ്പോൾ ബേസിൻ്റെ സ്ക്വയർ പ്ലസ് പെർപെൻഡിക്കുലറിൻ്റെ സ്ക്വയർ ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ അല്ലേ? പഠിച്ചിട്ടില്ലേ പണ്ടൊക്കെ? പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ഈക്വൽ ടു കർണം സ്ക്വയർ എന്നൊക്കെ പറഞ്ഞിട്ട് പഠിച്ചിട്ടില്ലേ? ആ കാര്യം തന്നെയാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ അത് വെച്ച് പ്രോബ്ലം ചെയ്യാൻ പറ്റണതല്ലേ. ഇപ്പോൾ ഇതിൽ നോക്കിയേ, ചെറിയ ട്രയാങ്കിൾ CBD, അതിൽ 90 ഡിഗ്രി വരുന്നത് DK ആണ്, ഓപ്പോസിറ്റ് വരുന്നത് BC കർണാണ്. അപ്പോൾ അതിനെ റേഷ്യോ വെച്ച് നിങ്ങൾക്ക് എഴുതാമല്ലോ. ഇത് സിമിലാരിറ്റി വെച്ചിട്ട് രണ്ട് ട്രയാങ്കിളും സിമിലാരിറ്റി വെച്ച് റേഷ്യോ വെച്ച് എഴുതാം. അപ്പോൾ അത് വെച്ച് നിങ്ങൾ പ്രൂവ് ചെയ്യാം. ട്രയാങ്കിൾസ് സിമിലാരിറ്റി എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഓക്കെ, ഇനി വരുന്നത് സർക്കിൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ് കേട്ടോ. സർക്കിളിൽ എന്ത് വേണേലും ചോദിക്കാം, അതുമാതിരി ക്വസ്റ്റ്യൻസ് ഉണ്ട് സർക്കിളിൽ, ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. സർക്കിളിൽ മെയിനായിട്ട് അറിയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ബേസ് ഉണ്ട്, റേഡിയസ്. ഒരു സർക്കിളിൽ എവിടെ വേണേലും റേഡിയസ് വരച്ചാലും റേഡിയസ് എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും, അതറിയാലോ. പിന്നെ അതിൽ നിന്ന് ഏത് സർക്കിളിൽ എവിടെ വേണേലും വരയ്ക്കുന്ന ഓരോ കോഡുകൾ, ആ കോഡിലേക്ക് നമ്മൾ റേഡിയസിൽ നിന്ന് വരയ്ക്കുന്ന പോയിൻ്റ് പെർപെൻഡിക്കുലർ ആയിരിക്കും എന്നൊരു കാര്യം പറഞ്ഞു പോകുന്നുണ്ട്. പിന്നെ ഒരു സെമി സർക്കിൾ, അതായത് ഈ സർക്കിളിൻ്റെ പകുതി ഉണ്ടല്ലോ, ഈ സെമി സർക്കിളിൽ വരയ്ക്കുന്ന ട്രയാങ്കിളുകൾ റൈറ്റ് ആംഗിൾഡ് ആയിരിക്കും. അത് ഇങ്ങനെ വരച്ചാലും ആ ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കും. ആ ഒരു കാര്യം പറയുന്നുണ്ട് സർക്കിളിനെ സംബന്ധിച്ചിടത്തോളം. പിന്നെ ഒരു സർക്കിളിൽ ഇതൊരു ആംഗിളാണെന്ന് വെച്ചോ, ഇതേ പോയിന്റിൽ നിന്ന് തന്നെ ബാക്കിലേക്ക് വരയ്ക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആംഗിളിൻ്റെ ഇത് X ആണെങ്കിൽ ഇത് 2X ആയിരിക്കും. അല്ലെങ്കിൽ ഇതൊരു 30 ഡിഗ്രി ആണെന്ന് ഇതിൻ്റെ പകുതി ആയിരിക്കും ബാക്കിലുള്ള ആൾ. അത് അവിടേക്ക് തന്നെ വേണമെന്നില്ല, ഇങ്ങനെ വരയ്ക്കാം ഇങ്ങനെ വരച്ചാലും ഈ രണ്ട് പോയിന്റിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ ഈ സെൻറ്ററായിട്ട് മുട്ടി നിൽക്കുന്ന ആംഗിളിൻ്റെ പകുതി ആയിരിക്കും അതിൻ്റെ ബേസിൽ നിന്ന് തന്നെ വരയ്ക്കുന്നത്. ആ ഒരു കുറച്ച് കാര്യങ്ങളുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ കണ്ടോ, ഇതിൽ നിന്ന് ഈ കോഡിലേക്ക് വരയ്ക്കണ ഇത് പെർപെൻഡിക്കുലേഴ്സ് ആയിരിക്കും. അങ്ങനെ കുറച്ച് ഇതൊക്കെ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് പോണേ. ഞാൻ പറഞ്ഞ കാര്യം വന്നു. ഇത് നോക്കിയേ, കണ്ട QR എന്ന് പറയുന്ന പോയിന്റിൽ നിന്നല്ലേ വരയ്ക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് പോകുന്ന എല്ലാ ലൈൻസും ഈക്വൽ ആയിരിക്കും. ഇപ്പോൾ അത് ആ ആംഗിൾ ഇപ്പോൾ സെയിമാണെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതിപ്പോൾ ഇങ്ങനെ വരച്ചാലൊക്കെ സെയിമാണ്. പക്ഷെ അതിന് പറഞ്ഞത് എന്തായിരുന്നു, ഈ ഓനിൽ കൂട്ടി വരയ്ക്കുമ്പോൾ ഈ ആംഗിളിൻ്റെ പകുതി ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് പറഞ്ഞത്. പക്ഷെ അതെല്ലാം സെയിമാണെന്ന് പറഞ്ഞില്ലേ. ഇപ്പോൾ ഇതിൽ വരയ്ക്കുമ്പോൾ എന്താണ്, ഈ Pയും S ഒക്കെ ഈക്വൽ ആണെന്നാണ് പറയുന്നത്. പെർപെൻഡിക്കുലറാന്ന് പറഞ്ഞ കാര്യം പെർപെൻഡിക്കുലർ ആവുന്നത്. പിന്നെ ഒരു ഹാഫ് സർക്കിൾ ആവുമ്പോൾ CB, ഇത് ഹാഫ് സർക്കിളല്ലേ, അത് പറ്റില്ല. ഇത് ഹാഫ് സർക്കിളാണ് ABC എന്ന് പറയുന്നത്. ഇതിൽ എയർ ആംഗിൾ എത്ര ആയിരിക്കും, 90 ഡിഗ്രിയാണ് വരിക. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ആംഗിൾസ് ഇത് കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ ഒരു ഹെക്സഗൺ, റെഗുലർ ഹെക്സഗൺ ആകുമ്പോൾ ഒരു ഹെക്സഗണിൻ്റെ ആംഗിൾ എത്രയായിരിക്കും വരിക അറിയില്ലേ നിങ്ങൾക്ക്? നിങ്ങൾ പഠിച്ചിട്ടില്ലേ ഇതിൻ്റെ ആംഗിൾസ് എത്ര, ടോട്ടൽ ആംഗിൾസ് എത്ര വരിക എന്നുള്ളത്? n-2 × 180 എന്നൊക്കെ പറഞ്ഞിട്ട് എത്ര സൈഡ് ഉണ്ടോ അതേ -2 × 180 ആണ് വരിക. ഇതിപ്പോൾ 6 സൈഡ് ഉണ്ട്. 6 സൈഡ് ഉണ്ടാകുമ്പോൾ 6 - 2 4 × 180 അത്രയാണ് ഈ ഹെക്സഗണിൻ്റെ ടോട്ടൽ ഉള്ളിലുള്ള കോണുകളുടെ അളവ് വരിക. അല്ലെങ്കിൽ നിങ്ങൾ വേണ്ട ഇതിനെ നോക്കുക, ഒരു പോയിൻറ്റിന് ചുറ്റുള്ള ആംഗിൾസ് അല്ലേ. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ 90 വെച്ച് നോക്കുമ്പോൾ എത്ര വരും എന്നൊക്കെ നോക്കി നോക്കുക. ഓക്കെ,
പിന്നെ ഇതിൽ പറഞ്ഞു പോകാനായിട്ട് ഈ പ്രോബ്ലം ഇതുണ്ടല്ലോ 15.27 ഇതിലെന്തൊരു ഇതെന്ന് വെച്ചാലേ BOയും OCയും ഈക്വലല്ലേ, റേഡിയസ് അല്ലേ, അതേപോലെ തന്നെയല്ലേ വലിയ സർക്കിളിന് വെച്ച് നോക്കുമ്പോൾ AO = OD എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലൊരു റൂളുണ്ട്, നിങ്ങളിതിൽ പഠിച്ചിട്ടുണ്ടാവണം. AB അല്ലെങ്കിൽ AB × AO = CD × CO. അതായത് ഇപ്പുറത്തുള്ള പ്രൊഡക്ട്സും അപ്പുറത്തുള്ള പ്രൊഡക്ട്സും തമ്മിൽ ഈക്വൽ ആവും എന്നുള്ളൊരു രീതിയിലൊരു ഇക്വേഷൻ ഉണ്ട്. ഇനി സർക്കിളും ടാൻജൻറ്റിനെ കുറിച്ച് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പോയിന്റിൽ നിന്ന് വരയ്ക്കുന്ന ഒരു സർക്കിളിലേക്ക് വരയ്ക്കുന്ന ടാൻജൻസ് ഈക്വൽ ആയിരിക്കും അല്ലേ. P എന്നുള്ള പോയിന്റിൽ നിന്ന് ഒരു സർക്കിളിന് വരയ്ക്കുന്ന ടാൻജൻസ് ഈക്വൽ ആയിരിക്കും. അതിനെ ബൈസെക്റ്റ് ചെയ്യുക, ഓയിൽ നിന്ന് അതിനൊരു ഇത് വരച്ച് കഴിഞ്ഞാൽ അത് ഈക്വലായിട്ട് ബൈസെക്റ്റ് ചെയ്ത് പോവും. പിന്നെന്താണ്, ഇങ്ങനൊരു ഇത് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ടാൻജൻസ് വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ഇത് കണ്ടുപിടിക്കാൻ പറ്റില്ലേ, റേഡിയസൊക്കെ കണ്ടുപിടിക്കാൻ പറ്റില്ല. എങ്ങനെ കണ്ടുപിടിക്കുക, ഈ രണ്ട് ലൈൻസും ഈ ടാൻജൻസ് ഈക്വലാണ്, ഇത് ഈക്വലാണ്. ഇനി ഓയിന്നൊരു ബൈസെക്ടർ വരച്ച് കഴിഞ്ഞാൽ ഇതിനെ ബൈസെക്റ്റ് ചെയ്ത് പോവും. ഇങ്ങനെയാകുമ്പോൾ 90 ഡിഗ്രി വരും. അപ്പോൾ അത് നോക്കിയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഏതെങ്കിലുമൊക്കെ മെഷർമെൻറ്റ്സ് തന്നിട്ടുണ്ടാവും. ആ പ്രോബ്ലം, അങ്ങനത്തെ ഒരു പ്രോബ്ലം എന്തായാലും ഉണ്ടാവും കേട്ടോ. സർക്കിളിൽ ടാൻജൻ്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം എന്തായാലും ഉണ്ടായിരിക്കും. കൂടുതലും വരുക ഇങ്ങനത്തെയാണ്. PA × PB = PC × PD. ഈ ഇൻ്റർസെക്റ്റിംഗ് കോഡ്സ് ഉണ്ടല്ലോ, അത് വരും. PA × PB = PC × PD. അത് ഉള്ളിൽ കോഡ് വരയ്ക്കുമ്പോഴും പുറത്തുനിന്ന് ടാൻജൻറ്റ് ഉള്ളിലേക്ക് വരയ്ക്കുമ്പോഴാകുമ്പോഴും ഇതേ കാര്യം വരും. PA × PB. ഇപ്പോൾ ഈ സൈഡിൽ ഇത് ഉള്ളിലേക്കല്ല പുറത്തേക്കൂടെ പോയെന്ന് വെച്ചോ, അപ്പോഴെന്താണ് PA = PC × PD. അവിടെ ഉള്ളത് എന്തോ അതിനെ കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്ത് കാണിക്കുക. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് നന്നായി നോക്കി പോകണം. കണ്ട, രണ്ട് PT സ്ക്വയർ വരിക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് നല്ലപോലെ വൃത്തിയായിട്ട് ഒന്നുകൂടെ പഠിച്ചതൊക്കെ ഒന്ന് ഓർത്ത് നോക്കി പോവുക. ടെൻഷൻ അടിക്കണ്ട, പഠിച്ചതൊക്കെ ഓർമ്മയുണ്ടാവും എന്തായാലും. സെക്റ്റൻസ് ഇതിൽ പറയാൻ വിട്ടൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സെക്റ്റൻസ് എന്ന് വെച്ചാൽ എന്താണ്, അതായത് ടാൻജൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സർക്കിളിൻ്റെ പുറത്തു കൂടെ പോണ ആളാണ് ടാൻജൻസ്. സെക്റ്റൻസ് ആകുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ സർക്കിളിൻ്റെ ഉള്ളിൽ കൂടെ ഒരു കോഡിനെ നീട്ടി പുറത്തേക്ക് വരയ്ക്കുമ്പോഴാണ് സെക്റ്റൻസ് വരിക. ആ ഒരു കാര്യം മനസ്സിലുണ്ടായിക്കോട്ടെ കേട്ടോ. അപ്പോൾ ഇത്രയും ചാപ്റ്റേഴ്സാണ് ജോമെട്രിയുടെ മോഡ്യൂളിൽ വരണത്. ഓക്കെ, അപ്പോൾ അതിൽ നല്ല പോലെ ഒന്ന് ഫോക്കസ് ചെയ്ത് ഒന്ന് ശ്രദ്ധിക്കാം. ഞാൻ ജോമെട്രിയിൽ ഒരു ചാപ്റ്റർ പറഞ്ഞിട്ടില്ല, കോർഡിനേറ്റ് ജോമെട്രിയാണ് ഇപ്പോൾ പറയുന്നത്. കോർഡിനേറ്റ് ജോമെട്രിയിൽ വലിയ പാടായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. കോർഡിനേറ്റ്സ് ഇതിലാണ് വരുന്നത് നമുക്കറിയണം. X ആക്സിസും Y ആക്സിസും അറിയോ. 4 ക്വാഡ്രൻ്റ് ഉണ്ട്. ഏതൊക്കെയാണ്, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് എന്നറിയോ. ചിലപ്പോൾ വരാം. ഒരു പോയിന്റ് തന്നു, -2, -4 ഏത് ക്വാഡ്രൻറ്റിലാണ്, ഇസ്റ്റ് ബിലോങ്സ് ടു ഏത് ക്വാഡ്രൻ്റാണെന്ന് തന്നു കഴിഞ്ഞാൽ അത് പറയാൻ അറിയണം. ഫസ്റ്റ് ക്വാഡ്രൻ്റ് ഏതാ, ഇതാണ് ഫസ്റ്റ്, ഇത് സെക്കൻഡ്, ഇത് തേർഡ്, ഇത് ഫോർത്ത്. ഇനി ഓരോ ക്വാഡ്രൻറ്റിലും സൈനുകൾ അറിയോ. ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ രണ്ടും പോസിറ്റീവാണ്, എക്സും വൈയും പോസിറ്റീവ്. സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ X നെഗറ്റീവ്, Y പോസിറ്റീവ്. തേർഡ് ക്വാഡ്രൻറ്റിൽ രണ്ടാളും നെഗറ്റീവായിരിക്കും. ഫിഫ്ത്ത് ക്വാഡ്രൻറ്റിൽ X പോസിറ്റീവ്, Y നെഗറ്റീവ്. ഇത്രയും കാര്യങ്ങൾ അറിയണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പോയിന്റ് തന്നാൽ അത് ഏത് ക്വാഡ്രൻറ്റിലാണ് ബിലോങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. വെറുതെ മാർക്ക് പോകുമ്പോൾ നമുക്ക് സങ്കടമാവും. അപ്പോൾ അതൊന്ന് നോക്കി വയ്ക്കുക. വ്യക്തമായിട്ട് അവർ ടെക്സ്റ്റിൽ തന്നിട്ടുണ്ട്, പ്ലസും മൈനസും ഏതിലൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അത് നല്ലോണം നോക്കുക. പ്ലോട്ട് ചെയ്യാനുള്ള കുറച്ച് പോയിൻറ്റ്സ് തന്നിട്ടുണ്ട്, ഏത് കോർഡിനേറ്റ്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ 2 പോയിൻറ്റ്സ് തന്നിട്ട് അതിൻ്റെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ, ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അറിയാം അല്ലേ. √(x2 - x1) +y2 - y1) അറിയുന്ന കാര്യമല്ലേ. അപ്പോൾ അതൊക്കെ വൃത്തിയായിട്ട് ഇക്വേഷൻ എഴുതി തന്നെ ചെയ്യുക, തെറ്റിക്കാതിരിക്കുക. പിന്നെ 2 പോയിൻറ്റ്സിൻ്റെ തമ്മിൽ മിഡ് പോയിൻ്റ് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യുക, x2 + x1 / 2, y2 + y1 / 2. 2 പോയിൻറ്റ്സ്. ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സൈന് ബ്രാക്കറ്റിൽ ഇടുമ്പോൾ നോക്കുക, അപ്പുറത്ത് നിൽക്കുന്ന മൈനസ് ഉണ്ടെങ്കിൽ ആ മൈനസിൻ്റെ കൂടെ വരുമ്പോൾ ഏത് സൈനാണ് വരിക എന്ന് നോക്കുക. സ്ക്വയർ ചെയ്യുമ്പോൾ നെഗറ്റീവ് സൈൻ പോസിറ്റീവായി മാറും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ യൂണിറ്റ് എഴുതണം, ഇത്ര യൂണിറ്റ് നമ്മൾ പ്രത്യേകം എഴുതണം. പിന്നെ ഒരു പോയിന്റ്, 2 പോയിൻറ്റ്സ് തമ്മിൽ ബൈസെക്റ്റ് ചെയ്യണത് m/n എന്നുള്ള റേഷ്യോയിലാണെങ്കിൽ ആ പോയിന്റ് P എന്ന് പറയുന്ന പോയിന്റിൻ്റെ ഇത് ഇങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും. പഠിച്ചിട്ടുള്ളതല്ലേ. mx2
പ്ലസ് nx1 ഡിവൈഡഡ് ബൈ m പ്ലസ് n my2 പ്ലസ് ny1 ഡിവൈഡഡ് ബൈ m പ്ലസ് n. ഇക്വേഷൻസ് മറക്കരുത്, തെറ്റിക്കരുത്, ശ്രദ്ധിച്ച് ചെയ്യുക. ഇക്വേഷൻ എഴുതിയിട്ട് തന്നെ ചെയ്താൽ മതി. അപ്പോൾ x2 x1 എടുക്കുന്നതൊന്നും തെറ്റില്ല. പിന്നെ ഇപ്പം എമ്മും എന്നും ഈക്വൽ ആണെങ്കിൽ എന്തായിരിക്കും വരിക? അതിൻ്റെ മിഡ് പോയിൻ്റ് ആണ് കാണുക അല്ലേ? അപ്പോൾ 2 ആയിരിക്കും, ഡിവൈഡഡ് ബൈ 2 ആയിരിക്കും വരിക. അപ്പോൾ നമുക്ക് അതിൻ്റെ മിഡ് പോയിൻ്റ്, ഏത് മിഡ് പോയിൻ്റാണ് വരിക? അതായത് ഇതിനെ ബൈസെക്റ്റ് ചെയ്യണത് ഈക്വലി ആണ്. ഇതിപ്പോൾ ഒരറ്റത്തേക്ക് നീങ്ങിയിട്ടല്ലേ, ഇതിപ്പോൾ ഈക്വലി ആകുമ്പോൾ എന്താണ്? അതിൻ്റെ മിഡ് പോയിൻ്റ് അല്ലേ വരിക? അത്രേ അവിടെ പറയുന്നുള്ളൂ. അത്രയും കാര്യങ്ങൾ ഈ ചാപ്റ്ററിൽ നോക്കി വയ്ക്കണം. പിന്നെ ഒരു ട്രയാങ്കിൾ, അതിൻ്റെ സെൻട്രോയിഡ് വരുമ്പോൾ എന്താണ്? സെൻട്രോയിഡ് എന്ന് പറയുമ്പോൾ 3 ഭാഗങ്ങളും തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റ് അല്ലേ വരിക? അപ്പോൾ 3 XY ആക്സിസുകളുടെ പോയിൻറ്റ്സ് വേണം, കോർഡിനേറ്റ്സ് വേണം. അപ്പോൾ x1 x2 x3 3 ആഡ് ചെയ്യുക, ബൈ 3 ചെയ്യുക. അപ്പോൾ x കോർഡിനേറ്റ്. y1 y2 y3 ആഡ് ചെയ്യുക, ബൈ 3 ചെയ്യുക, y കോർഡിനേറ്റ്. അപ്പോൾ അതായിരിക്കും എൻ്റെ സെൻട്രോയിഡ്. ഇനി ഒരു സൈഡിൻ്റെ മിഡ് പോയിൻ്റ് കിട്ടാൻ എന്ത് ചെയ്യണം? ആ കോർഡിനേറ്റ്സിലുള്ള എക്സും വൈയും തമ്മിൽ ആഡ് ചെയ്യണം അല്ലേ? x1 പ്ലസ് x2 ഡിവൈഡ് ബൈ 2ഉം y1 പ്ലസ് y2 ഡിവൈഡ് ബൈ 2ഉം ചെയ്ത് കഴിഞ്ഞാൽ ആ കോർഡിനേറ്റിലുള്ള അതിൻ്റെ മിഡ് പോയിൻ്റ്. ഇപ്പോൾ ഇതിൻ്റെ ആണെന്ന് വെച്ചാൽ ഇതിലത്തെ x3 പ്ലസ് x2 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ ഇവിടുത്തെ x കോർഡിനേറ്റ് y കോർഡിനേറ്റ് ആകുമ്പോൾ y3 പ്ലസ് y2 ബൈ 2. അപ്പോൾ y കോർഡിനേറ്റ് കിട്ടി. സെൻട്രോയിഡ് കാണാൻ വരും. പ്രോബ്ലംസ് എന്തായാലും വരും ഈ ചാപ്റ്ററിൽ നിന്ന്. അപ്പോൾ എന്തായാലും നല്ല രീതിയിൽ നോക്കി വയ്ക്കാം. ഇനി അടുത്ത ചാപ്റ്റർ, അപ്പോൾ ജോമെട്രി തീർന്നു കേട്ടോ. ഇനിയിപ്പോൾ അടുത്തിലേക്ക് കിടക്കുന്നത് നമ്മൾ മെൻസുറേഷനിലേക്കാണ് കിടക്കണം. അതിൽ പെരിമീറ്റേഴ്സ് ആൻഡ് ഏരിയ ഓഫ് എ പ്ലെയിൻ. പെരിമീറ്റേഴ്സ് നമുക്കറിയാം അല്ലേ? ഏതൊരു ഇതിൻ്റെ പെരിമീറ്റർ എന്ന് വെച്ചാൽ എന്താണ്? ചുറ്റളവാണ്. ഏതൊരു ഷേപ്പും 2D ഷേപ്പ് ആകുമ്പോൾ അതിൻ്റെ ചുറ്റിനുള്ള അളവുകൾ തമ്മിൽ ആഡ് ചെയ്യാമെന്നാണ് പെരിമീറ്റർ എന്തോ ഉദ്ദേശിക്കുന്നത്. മലയാളം അർത്ഥമെങ്കിലും മനസ്സിലാക്കി വയ്ക്കുക, അപ്പോൾ പിന്നെ പ്രോബ്ലംസ് തെറ്റില്ല. പെരിമീറ്റേഴ്സും ഏരിയയും കാണാനുള്ള കുറേ ഇക്വേഷൻസ് ഈ ചാപ്റ്ററിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ തന്നിട്ടുണ്ട്. എല്ലാതും വൃത്തിയായി നോക്കുക. റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ ഏരിയ ഒക്കെ നമ്മൾ ചെറുതിലെ പഠിക്കുന്നതാണ്. സ്ക്വയറിൻ്റെ ഏരിയ, പെരിമീറ്റർ, പാരലോഗ്രാം എന്ന് പറയുമ്പോൾ സൈഡ് ചെരിഞ്ഞിട്ടാണ് അല്ലേ? കറസ്പോണ്ടിങ് ആൾട്ടിറ്റ്യൂഡ്, അതായത് ബേസ് ഇൻറ്റു ആൾട്ടിറ്റ്യൂഡ്. നമ്മൾ ട്രയാങ്കിളിൻ്റെ എന്താ ചെയ്യുക? ഹെറോൺസ് ഫോർമുല വെച്ചിട്ട് ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു പെർപെൻഡിക്കുലർ ആംഗിൾ. അപ്പോൾ ഇതിൽ ഹാഫ് വരുന്നില്ല, അത് ഫുള്ള് റെക്റ്റാങ്കിൾ പോലെയല്ലേ പാരലോഗ്രാം. അപ്പോൾ ബേസ് ഇൻറ്റു പെർപെൻഡിക്കുലർ ആയിട്ടുള്ള കറസ്പോണ്ടിങ് ആൾട്ടിറ്റ്യൂഡ് എന്നാണ് പറയുന്നത്. റോംബസിന് ഹാഫ് ഇൻറ്റു പ്രൊഡക്ട്സ് ഓഫ് ഇറ്റ്സ് ഡയഗണൽ. ട്രയാങ്കിൾ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു കറസ്പോണ്ടിങ് ആംഗിൾ. ട്രപ്പീസിയം ആകുമ്പോൾ എന്താണ്? രണ്ട് സൈഡും പാരലൽ അല്ലാണ്ട് നീങ്ങി പോണത് അല്ലേ? അപ്പോൾ ഹാഫ് ഇൻറ്റു സം ഓഫ് ദ പാരലൽ സൈഡ്സ്, അതായത് പാരലൽ സൈഡ്സ് 2 പാരലൽ സൈഡ് എന്താണ്? മുകളിലും താഴെയും ഹൊറിസോണ്ടലായിട്ട്. അപ്പോൾ ഹാഫ് ഇൻറ്റു a പ്ലസ് ബി ഇൻറ്റു എച്ച് എന്നാണ് സാധാരണ എഴുതുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ എഴുതിക്കണു. ഇനി സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ, ഒരു സർക്കിളിൻ്റെ സർക്കംഫറൻസ് ചുറ്റുള്ളത് എന്ത് വരും? 2πr. പിന്നെ ഏരിയ πr². ഇത്രയും കാര്യങ്ങൾ നല്ല വൃത്തിയായിട്ട് പഠിച്ചു വയ്ക്കുക. ഈ ഡയറക്റ്റ് ഇക്വേഷൻസ് ആയിരിക്കും. ഒന്ന് വായിച്ച് മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ട് മാത്രമേ വരുള്ളൂ. എല്ലാതും ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. മെൻസുറേഷനിൽ അങ്ങനെ ടഫായിട്ടുള്ള പ്രോബ്ലംസ് വരൽ കമ്പാരിറ്റീവ്ലി കുറവാണ്. ഇനി പെരിമീറ്റേഴ്സിലേക്ക് കടക്കുമ്പോൾ ഇപ്പോൾ നമുക്ക് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ അല്ല. ഇപ്പം നമ്മൾ ഹെറോൺസ് ഫോർമുല വെച്ചിട്ട് ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു കറസ്പോണ്ടിങ് ആംഗിളാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ആ പെർപെൻഡിക്കുലറായിട്ട് വരുന്നത്, അല്ലെങ്കിൽ ആ വശത്തേക്ക് വരുന്ന ആംഗിളിൻ്റെ ഓൾട്ടിറ്റ്യൂഡാണ് ചെയ്യുന്നത്. ഇപ്പോൾ അങ്ങനെയല്ല, 3 സൈഡ് മാത്രമേ തന്നിട്ടുള്ളെങ്കിൽ നമുക്കറിയാം അതിൻ്റെ ഇക്വേഷൻ എസ് റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി അല്ലേ? അപ്പോൾ ഇനി എസ് എന്ന് പറയുന്നത് എന്താണ്? അതെന്ന് പറയുന്നത് അതിൻ്റെ ടോട്ടൽ സൈഡ്സിൻ്റെ സം ബൈ 2 ആണ്. എസ് ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് സി ബൈ 2 ആണ്. അങ്ങനെ എസ് കണ്ടുപിടിക്കുക. അപ്പോൾ അത് എസ് തെറ്റിക്കരുത്. ആദ്യം തന്നെ ഓടിപ്പോയിട്ട് റൂട്ട് ഓഫ് എസ് ഇൻറ്റു എഴുതി വെച്ചത് മുഴുവൻ തെറ്റിക്കരുത്, എസ് മൈനസ് എ. അപ്പോൾ ഇക്വേഷൻ നല്ല വൃത്തിക്ക് എഴുതിയിട്ട് പ്രോബ്ലംസ് ചെയ്യുക. ഇനി ഇതൊരു ട്രപ്പീസിയം പോലെ ഇരിക്കുന്നത്. 2 പാരലൽ സൈഡ് ഉണ്ട്, 2 പാരലൽ ഇല്ലാത്ത സൈഡുണ്ട്. നമുക്കിത് പല രീതിയിൽ ചെയ്യാം. ഒരു റെക്റ്റാങ്കിളായിട്ടും മറ്റേതൊരു ട്രയാങ്കിളായിട്ടും ചെയ്യാം. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ യുക്തി പോലെ നിങ്ങൾ ചെയ്യുക. ഇനി ഇങ്ങനെ ഒരു പ്രോബ്ലം വന്നാൽ പുറമെ ഒരു റെക്റ്റാങ്കിൾ ഉണ്ട്, ഉള്ളിലൊരു റെക്റ്റാങ്കിൾ ഉണ്ട്. ഒന്നില്ലെങ്കിൽ അങ്ങനെ ചെയ്യാം. പുറമത്തെ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിച്ച് ഉള്ളിലത്തെ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ സബ്ട്രാക്ട് ചെയ്താൽ മതി. അപ്പോൾ അത് ആ ഏരിയ കിട്ടും. ഇനി തൊട്ട് താഴത്തെ ഫിഗർ വരുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടത്തെയൊക്കെ ലെങ്ത് ഇത് തന്നിട്ടുണ്ടാവും, ലെങ്ത്തും വിഡ്ത്തും തന്നിട്ടുണ്ടാവും. ഇതിൻ്റെ പർട്ടിക്കുലർ വിഡ്ത്തും തന്നിട്ടുണ്ടാവും. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് കാൽക്കുലേഷൻ ചെയ്യാൻ പറ്റും. കാണുമ്പോൾ പ്രോബ്ലം കണ്ടിട്ട് പേടിക്കേണ്ട, സിമ്പിളായിരിക്കും. മാർക്ക് ഉണ്ടായിരിക്കും, അതിന് സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. മെൻസുറേഷനിലൊന്നും മാർക്ക് കളയാണ്ടാവില്ല, എളുപ്പമായിരിക്കും. പിന്നെ ഇതിൽ
ഇത്തിരി ഇതായിട്ട് വരണത് ഈ സ്ക്വയറിൻ്റെ ആണ്. ഈ സ്ക്വയറിൻ്റെ ഒക്കെ എന്തായാലും അല്ല, സർക്കിളിൻ്റെ എന്തായാലും വരും കേട്ടോ. സർക്കിളിൻ്റെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഔട്ടർ സർക്കിളിൻ്റെ ഏരിയയിൽ നിന്ന് ഇന്നർ സർക്കിളിൻ്റെ ഏരിയ കുറച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിലുള്ള ആളെ കിട്ടും. എന്താണ് സർക്കിളിൻ്റെ ഇത് വരിക? പൈ ആർ സ്ക്വയർ അല്ലേ? അപ്പോൾ പൈ ആറ് സ്ക്വയർ, അതായത് 2 പ്രാവശ്യം റേഡിയസിനെ സ്ക്വയർ ചെയ്യുക. അപ്പോൾ പൈ ഇൻറ്റു വലിയ സർക്കിളിൻ്റെ റേഡിയസ് മൈനസ് ചെറിയ സർക്കിളിൻ്റെ റേഡിയസിൻ്റെ സ്ക്വയർ, അങ്ങനെ ചെയ്താലും മതി. നിങ്ങളുടെ യുക്തി പോലെ ചെയ്യാം. പൈ എന്ന് പറയുന്നത് ചിലപ്പോൾ ഡയറക്റ്റ് 3 × 3.14 ഇടണ്ട, 22/7 ചെയ്യാൻ പറ്റുന്ന സാഹചര്യങ്ങളുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യണതാണ് ഏറ്റവും നല്ലത്. പിന്നെ ഒരു സെക്ടറിൻ്റെ ഇത് വരുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, അതിൽ ആംഗിൾ എന്തായാലും ഉണ്ടായിരിക്കും. പിന്നെ അതിൻ്റെ പെരിമീറ്റർ എന്ന് പറയുമ്പോൾ സെക്ടറിൻ്റെ 3 സൈഡും അല്ലേ, സെക്ടറിനെ വെച്ച് 2 സൈഡ് റേഡിയസ് ആയിരിക്കും. ഈ അടിഭാഗം നമുക്ക് കണ്ടുപിടിക്കുക. അതിനാണ് നമ്മൾ എൽ എന്ന് പറയുക. ഈ എൽ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? പൈ ആർ തീറ്റ ബൈ 180. അപ്പോൾ അത് വെച്ച് എൽ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പെരിമീറ്റർ. ഇനിയിപ്പോൾ പെരിമീറ്റർ വേണ്ട, ഡയറക്റ്റ് ഏരിയ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? പൈ ആർ സ്ക്വയർ ബൈ 360 ഇൻറ്റു തീറ്റ. ഓക്കെ, അപ്പോൾ ആ ഇക്വേഷൻസൊക്കെ നല്ലപോലെ ഒന്ന് നോക്കി വയ്ക്കാം. ഇനി സർക്കിളിൽ എംബഡ് ചെയ്തിട്ടുള്ളൊരു ട്രയാങ്കിളൊക്കെ വരികയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സർക്കിളിൻ്റെ ഏരിയയിൽ നിന്ന് ട്രയാങ്കിളിൻ്റെ സബ്ട്രാക്ട് ചെയ്യാൻ പറ്റുക ചെയ്യുക. അപ്പോൾ എളുപ്പത്തിൽ എന്ത് ചെയ്യുക, സർക്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ നമുക്ക് എളുപ്പമായിരിക്കും. ട്രയാങ്കിളിൻ്റെ ഏരിയാസ് നമുക്ക് മിക്കതും തന്നിട്ടുണ്ടാവും, ഡാറ്റ തന്നിട്ടുണ്ടായിരിക്കും. അത് എന്ത് തരം ട്രയാങ്കിളാണെന്ന് നോക്കി കഴിഞ്ഞാൽ റൈറ്റ് ആംഗിൾഡ് ആണെങ്കിൽ നമുക്ക് വേഗം ഏരിയ കണ്ടുപിടിക്കാം. ഐസോസെലസിനും നമുക്ക് ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക, കാണുമ്പോൾ തന്നെ ഇതാവണ്ട. പിന്നെ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാവും. ഇത് തന്നെ വരണമെന്നില്ല, ചിലപ്പോൾ വരാം. ഇതേപോലത്തെ എന്തെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തതായിരിക്കില്ല ഒരിക്കലും പറ്റണത് തന്നെ. ഇതൊരു സെമി സർക്കിളല്ലേ, അങ്ങനത്തെ ഒക്കെ പ്രോബ്ലംസ് ഉണ്ടാവും, ഉറപ്പാണ്. അതിൻ്റെ റേഡിയസ് അവർ തന്നിട്ടില്ല, പക്ഷേ ഇവിടെ മൊത്തം 10 പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഹാഫ് 5 അറിഞ്ഞൂടെ? അപ്പോൾ 2πr ആണ് ടോട്ടൽ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് πr ആയിരിക്കില്ലേ? അപ്പോൾ അതൊക്കെ വെച്ച് നിങ്ങൾ ട്രൈ ചെയ്യണം. എന്തായാലും അതൊക്കെ ഒന്ന് നോക്കി പോവുക. അപ്പോൾ പ്ലെയിൻ മെൻസുറേഷന് അത്രയേ ഉണ്ടാവുള്ളൂ. ഇനി ഇത് 3D ഷേപ്പിലുള്ള മെൻസുറേഷനിലേക്ക് കിടക്കണത്. അതിൽ സർഫസ് ഏരിയയും വോളിയം വരും. സർഫസ് ഏരിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇതിൻ്റെ മൊത്തം സർഫസ് ഉള്ള ഏരിയ, അതായത് നമ്മളിപ്പോൾ ഒരു റുബിക്സ് ക്യൂബ് എടുക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സർഫസ് ഏരിയ എന്ന് വെച്ചാൽ നമ്മൾ കാണുന്ന 6 സൈഡിൻ്റെയും ഏരിയ തമ്മിൽ ആഡ് ചെയ്യണം. ഇപ്പോൾ കണ്ടോ, ആ ഷീറ്റിനെ ഒന്ന് നിർത്തി വെച്ച് കഴിഞ്ഞാൽ ഇതിനൊന്ന് നിർത്തി വെച്ചാൽ എങ്ങനെയുണ്ടാവും? അപ്പോൾ ആ ഏരിയാസ് മുഴുവൻ കൂട്ടണം. അപ്പോൾ അതിന് ഇക്വേഷൻസ് ഉണ്ട്. ഇക്വേഷൻസ് മസ്റ്റായിട്ടും പഠിച്ചിരിക്കണം, എന്നാൽ മാത്രമേ നമുക്ക് പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു ക്യൂബോയിഡ് ആദ്യം തന്നെ പഠിച്ചു വരുന്നത് ക്യൂബോയിഡാണ് അല്ലേ. ക്യൂബോയിഡിൻ്റെ സർഫസ് ഏരിയ എന്ന് പറയുമ്പോൾ എന്താണ്? 6 വശങ്ങളുടെ നീളം വീതിയും ഹൈറ്റൊക്കെ തമ്മിലാണ് വരുന്നത്. അപ്പോൾ 2 × LB + BH + HL ആണ്. അപ്പോൾ അത് വൃത്തിയായിട്ട് വയ്ക്കുക. പിന്നെ അതിൻ്റെ ഡയഗണൽ എന്ന് പറയുമ്പോൾ ഇവിടെയാണ് ഡയഗണൽ, അതിൻ്റെ ബേസാണ്. ഡയഗണലി ഈ സെൻറ്ററിൽ നിന്ന് മുകളിലേക്ക് വരച്ച് വരുന്നതാണ് അതിൻ്റെ ഡയഗണൽ എന്ന് പറയുന്നത് വരിക. അത് √L² + B² + H². അപ്പോൾ ഇക്വേഷൻസ് ഇനിയിപ്പോൾ മനസ്സിലാവാത്തതാണെങ്കിൽ കാണാപ്പാടം പഠിക്കുക തന്നെ. ഇന്ന് പോയിട്ട് ഇനിയിപ്പോൾ ക്ലിയർ ചെയ്യാൻ നിൽക്കണ്ട, അത് പഠിച്ചു വയ്ക്കുക. പിന്നെ ഒരു ക്യൂബിനെ വെച്ച് നോക്കുകയെന്ന് വെച്ചാൽ, ക്യൂബിനാണെങ്കിൽ ഇങ്ങനെ 3D ഡയമെൻഷൻ ഉണ്ട്. ഒരു പ്ലെയിൻ ആയിട്ടുള്ളതല്ലേ ക്യൂബ് എന്ന് പറയുന്നത്? അല്ല, ക്യൂബ് അങ്ങനെ തന്നെ. അപ്പോൾ അതിൻ്റെ ആകുമ്പോൾ നമ്മൾ ഡയഗണൽ A√3 ആണ് വരിക. സർഫസ് ഏരിയ എന്ന് പറയുന്നത് 6A² ആണ് വരിക ക്യൂബോയിഡ്. പിന്നെ ഇതിൽ വരണത് സിലിണ്ടർ വരുന്നുണ്ട്, ഒരു ടാങ്ക്, ഇങ്ങനത്തെ വരാം കേട്ടോ. ഒരു ടാങ്ക് അല്ലെങ്കിൽ റിവർ. അപ്പോൾ അതൊക്കെ പറയുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ L ഉം B ഉം H ഉണ്ട്, ലെങ്ത് ഉണ്ട്, ബ്രെഡ്ത്ത് ഉണ്ട്, പർട്ടിക്കുലർ ഹൈറ്റിലാണ് വെള്ളം. അപ്പോൾ അങ്ങനത്തെയൊക്കെ വരുമ്പോൾ ഇത് വെച്ചിട്ടാണ് വർക്കൗട്ട് ചെയ്യേണ്ടതെന്നുള്ള ഒരു ഐഡിയ ഉണ്ടാക്കുക. പിന്നെ എന്തെങ്കിലും കുഴി എന്നൊക്കെ പറയുമ്പോൾ. ഇനി സർക്കുലർ സിലിണ്ടർ വരുമ്പോൾ, സിലിണ്ടറിൻ്റെ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ സിലിണ്ടറിൻ്റെ സർഫസ് ഏരിയ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇതിന് എത്ര സർഫസ് ഉണ്ട് അല്ലേ? കർവ്ഡ് സർഫസ് ഉണ്ട്, സൈഡിലുള്ള ഒരു കർവ്ഡ് സർഫസ് ഉണ്ട്, പിന്നെ മുകളിലും താഴെയായിട്ടുള്ള ഒരു സർഫസ് ഉണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബേസ് ഏരിയ വരുന്നുണ്ട് മുകളിലും താഴെയും. കർവ്ഡ് സർഫസ് ഏരിയ ഉണ്ട്, ബേസ് ഏരിയ ഉണ്ട്. അപ്പോൾ കർവ്ഡ് സർഫസ് ഏരിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2πrh ആണ്, അതായത് സൈഡിലുള്ള ഇതിൻ്റെ. പിന്നെ മുകളിലും താഴെയായിട്ട് എന്താണ്?
പൈ ആർ സ്ക്വയർ 2 അല്ലേ, 2 സർക്കിളുകളല്ലേ മുകളിലും താഴെയായിട്ട്, അപ്പോൾ 2 പൈ ആർ സ്ക്വയർ. അപ്പോൾ അതാണ് അതിൻ്റെ സിലിണ്ടറിൻ്റെ ഇതെന്ന് പറയുന്നത്. ഇനി വോള്യത്തിലേക്ക് പോകാൻ വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, ആ സിലിണ്ടറിൽ ഫുള്ള് വെള്ളം നിറയ്ക്കാന്ന് വെച്ചാൽ അപ്പോൾ അതിൽ എത്ര ഉണ്ടായിരിക്കും, ആ പൈ ആർ സ്ക്വയർ താഴത്തെ ഇത് സർക്കിൾ തന്നെയല്ലേ മുകളിൽ വരെ പോകുന്നത്, അപ്പോൾ പൈ ആർ സ്ക്വയർ ഇൻറ്റു പർട്ടിക്കുലർ ഹൈറ്റ്, അപ്പോൾ പൈ ആർ സ്ക്വയർ ആണ് അതിൻ്റെ വോള്യം എന്ന് പറയുന്നത്. സിലിണ്ടർ സ്പിയറൊക്കെ എന്തായാലും വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ, ഇക്വേഷൻസ് കളയാണ്ട് പിടിച്ചോ. ഇനി ഒരു സർക്കുലർ കോൺ, നമ്മൾ ഐസ്ക്രീമൊക്കെ ചെറുപ്പത്തിലേ കഴിക്കുന്നതല്ലേ, ആ കോണിൻ്റെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ഐസ്ക്രീമിൻ്റെ വോള്യമൊക്കെ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ. അപ്പോൾ അതേപോലെയൊക്കെയാണ് ഈ പ്രോബ്ലത്തിലേക്ക് വരുന്നത്. ഒന്ന് നോക്കി നോക്കിയാൽ ഇത് നമ്മൾ സെക്ടർ നേരത്തെ പറഞ്ഞു അല്ലേ, സെക്ടറിൻ്റെ ഇവിടെ താഴത്തെ ലെങ്തിനെ നമ്മൾ എന്ത് പറഞ്ഞു, എൽ എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഇതിലെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഏരിയ ഓഫ് എ സെക്ടർ എങ്ങനെ നമ്മൾ കാണുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ പൈ ആർ എൽ ആണ്. എൽ നമ്മൾ മുന്നേ പഠിച്ചു, എൽ എങ്ങനെയാണ് പറഞ്ഞത്, പൈ തീറ്റ ബൈ 180 അല്ലേ, പൈ ആർ തീറ്റ ബൈ 180. ഇനി ഇതിൽ വോള്യം എങ്ങനെയാണ് കാണുന്നത്, 1/3 ഇൻറ്റു വോള്യൂം ഓഫ് ദ സിലിണ്ടർ. 1/3 ഇൻറ്റു വോള്യൂം ഓഫ് ദ സിലിണ്ടർ എന്താ, പൈ ആർ സ്ക്വയർ എച്ച്. 1/3 ഇൻറ്റു പൈ ആർ സ്ക്വയർ എച്ച് ആണ് എന്തിൻ്റെ, റൈറ്റ് സർക്കുലർ കോണിൻ്റെ കേട്ടോ. സർക്കുലർ കോണൊക്കെ കാണാനുണ്ട്, അതായത് അതേപോലെ ഒരു ടെൻറ്റൊക്കെ ഉണ്ടാക്കിയതാ, കോണിക്കൽ ടെൻറ്റ്. അപ്പോൾ അങ്ങനത്തെ പ്രോബ്ലംസിലൊക്കെയാണ് വരിക. ഇനി സ്പിയറൊക്കെ ഉറപ്പായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, അപ്പോൾ എന്തായാലും നോക്കി വയ്ക്കുക. സ്പിയറിന് എന്താണ്, ഫുള്ളായിട്ടുള്ളൊരു സ്പിയറുണ്ട്, ഹെമി സ്പിയറുണ്ട് അല്ലേ. ഹെമി സ്പിയറിന് ഒരു പ്രത്യേകതയുണ്ട്, അതിന് സർഫസ് ഏരിയ കാണുമ്പോൾ ഇതിൻ്റെ അടിഭാഗം കൂടി ഉണ്ട്. നമ്മൾ വിചാരിക്കും മറ്റേത് 4 പൈ ആർ ആകുമ്പോൾ ഇത് 2 പൈ ആർ അല്ലേ വരണ്ടേ എന്ന് വിചാരിക്കും. അല്ല, ഇതിന് കർവ്ഡ് സർഫസും ഉണ്ട്, താഴെ ഒരു ബേസും വരുന്നുണ്ട്. മുറിക്കല്ലേ, മുറിച്ച് പകുതി ആകുമ്പോൾ അങ്ങനെ ഒരു കാര്യം കൊണ്ടുണ്ട്. അപ്പോൾ അവിടെ 3 പൈ ആർ സ്ക്വയർ ആണ് വരിക, ആ കാര്യം ശ്രദ്ധിക്കണം. ഹെമിസ്ഫിയറിൻ്റെ കർവ്ഡ് സർഫസ് ഏരിയ വരുമ്പോൾ 3 പൈ ആർ സ്ക്വയർ ആണ്. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് നല്ലോണം നോക്കുക. പിന്നെ വോള്യത്തിലേക്ക് കിടക്കുമ്പോൾ ഹെമിസ്ഫിയറിൻ്റെ വോള്യം എന്താണ്, 2/3 പൈ ആർ സ്ക്വയർ അല്ല പൈ ആർ ക്യൂബ്, വോള്യം വരുമ്പോൾ ക്യൂബിലേക്ക്. ഇനി അതേപോലെ തന്നെ സ്ഫിയറിൻ്റെ ആകുമ്പോൾ 4/3 പൈ ആർ ക്യൂബ്. തെറ്റിക്കാതെ പഠിക്കാം. ഇതിലൊക്കെ 22/7 ഇടുന്നതാണ് കേട്ടോ നല്ലത്. 22/7 ആകുമ്പോഴാണ് കൂടുതൽ എളുപ്പം ഉണ്ടാവുക. ഇനി നമ്മൾ അപ്പോൾ ആ സെക്ടർ തീരാണ്. ഇനി നമ്മളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രിഗ്നോമെട്രിക്കാണ് നീങ്ങുന്നത്. ട്രിഗ്നോമെട്രിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ട്രിഗ്നോമെട്രിയിൽ ബേസിക് എന്താണ്, സൈൻ തീറ്റ, കോസ് തീറ്റ, ടാൻ തീറ്റ ആണ് അല്ലേ. ഈ സൈനും കോസും ടാനൊക്കെ അറിയുന്നേക്കാൾ മുന്നേ നമുക്ക് ഒരു കാര്യം കൂടെ അറിയണം. ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ, അതായത് ഒരു 90 ഡിഗ്രി വരുന്ന ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളിനെ കുറിച്ച് അറിയുണ്ടായിരിക്കണം. ആ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ഇതായി ഫിഗറിലുള്ള ഒരു ABC എന്ന് പറഞ്ഞ ട്രയാങ്കിൾ നോക്കൂ. അതിൽ സി എന്ന് പറയുന്ന ഡിഗ്രി 90 ഡിഗ്രിയാണ് അല്ലേ. അതിൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന സൈഡ്, അതായത് AB എന്ന സൈഡ്, അതാണ് അതിൻ്റെ കർണം അഥവാ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ ബേസ്, അതിരിക്കുന്ന ബേസാണ് AC എന്ന് പറയുന്നത്. അപ്പോൾ അത് താഴെയുള്ളത് ബേസാണ്. ഇനി എടുക്കുന്ന പർട്ടിക്കുലർ ആംഗിൾ അനുസരിച്ചിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ്, ഇപ്പോൾ A എന്ന് പറയുന്ന ആംഗിൾ എടുക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എന്താ വരിക, BC. ഇപ്പോൾ B എന്ന് പറയുന്ന ആംഗിൾ എടുക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് AC. ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ് നമ്മുടെ സാധാരണ വരുന്നത്. ടാൻ എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് ബൈ നിയറസ്റ്റ് സൈഡ്, അങ്ങനെയല്ലേ വരുന്നത്. ഇനി അറിയേണ്ട വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൈൻ 1/sin ആണ് എന്ത്, കൊസെക്ക് അല്ലെങ്കിൽ കൊസീക്ക് എന്ന് പറയുന്നത്. 1/cos ആണ് സീക്ക്. അതേപോലെ 1/tan ആണ് കോടാൻജൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. നമുക്ക് പിന്നെ ഏതെങ്കിലും ഒരു ആംഗിൾ തന്നിട്ടുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ സൈനോ കോസോ തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി ബാക്കിയുള്ളതെല്ലാം കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെയാണ് പറ്റുക, ഹൈപ്പോട്ടന്യൂസ് തിയറം വെച്ചിട്ട് അല്ലേ. ഇവിടെ 13ഉം 12ഉം മാത്രമേ തന്നു എന്ന് വെച്ചു. 5 കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് അറിയില്ലേ. റൈറ്റ് ആംഗിളുടെ ട്രയാംഗിളുടെ സൈഡ്സ് കണ്ടുപിടിക്കാൻ എന്താണ്, ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ, റൂട്ട് ഓഫ് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് അഡ്ജസ്റ്റൻ്റ് ഏതെങ്കിലും ഒരു സൈഡ്, ബേസ് അല്ലെങ്കിൽ മറ്റേ സൈഡ് അല്ലേ, ഓൾട്ടിറ്റ്യൂഡോ അങ്ങനെ അതിൻ്റെ സ്ക്വയറും സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ എന്ത് വരും, ഇവിടെ എങ്ങനെയാണ് ചെയ്യുക, 13 സ്ക്വയർ മൈനസ് 12ൻ്റെ സ്ക്വയർ. അപ്പോൾ ഇത് തമ്മിൽ സബ്ട്രാക്ട് ചെയ്ത് വരുമ്പോൾ ആൻസർ എന്തായിരിക്കും, റൂട്ട് ഓഫ് 25. 25ൻ്റെ റൂട്ട് എന്താണ്, 5. അപ്പോൾ ഓട്ടോമാറ്റിക്കലി കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെയാകുമ്പോൾ നമുക്ക് എല്ലാതും സൈനും കോസും ടാനും കോട്ടും കൊസീക്കും സീക്കും ഒക്കെ കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനത്തെ ഒരുപാട് പ്രോബ്ലംസ് ഇതിൽ വന്നു പോകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്യാം. പിന്നെ ഇതിൽ വരുന്ന മറ്റൊരു പ്രോബ്ലം എന്ന് പറയുന്നത് പൈതഗോറസ് തിയറത്തിൽ വരുന്നുണ്ട്. ഇതാ അഡ്ജസൻറ്റ് സൈഡ് കണ്ടുപിടിക്കാനായിട്ടൊക്കെ വരുന്നുണ്ട്. എല്ലാ പ്രോബ്ലംസ് ഒന്ന് കോട്ട് ചെയ്ത് പോവാം.
ഇനി ഇങ്ങനെ കുറച്ച് പ്രോബ്ലംസ് ഇത് കണ്ടോ, കോസ് തീറ്റ, സൈൻ തീറ്റ, സീക്ക് തീറ്റ എന്നൊക്കെ. തീറ്റയ്ക്ക് പർട്ടിക്കുലർ വാല്യൂ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന ഒരു ഫിഗറിൽ നിന്നായിരിക്കാം. അതിൽ നമ്മൾ ഡയറക്റ്റ് നമുക്ക് ഇക്വേഷൻ ഇട്ട് കൊടുത്ത് ചെയ്തുകൂടെ? അങ്ങനത്തെ കുറച്ച് പ്രോബ്ലംസ് വരാം കേട്ടോ. ഇപ്പോൾ 1k 2k √3k എന്നൊക്കെ പറയുമ്പോൾ. പിന്നെ ഇതിൽ വരുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. സൈൻ തീറ്റ 20/29 ആണെങ്കിൽ കോസ് തീറ്റയും ടാൻ തീറ്റയും. എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യനാണ്. കോസ് തീറ്റ എങ്ങനെ കണ്ടുപിടിക്കാം? ആദ്യം തന്നെ ഒരു ട്രയാങ്കിൾ വരച്ചോ, സൈൻ തീറ്റ ഏതെങ്കിലും ഒരു ആംഗിൾ കൊടുത്തോ. അപ്പോൾ അതിൻ്റെ ബാക്കി മറ്റേ സൈഡ് കണ്ടുപിടിക്കാൻ പൈതഗോറസ് തിയറം യൂസ് ചെയ്യുക. ഇനി നമ്മൾ മൂവ് ചെയ്യുന്നത് അടുത്ത സെറ്റ് ഇക്വേഷൻ സൈഡിലേക്കാണ് പോണത്. ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? സൈൻ തീറ്റ ബൈ കോസ് തീറ്റ. അതാ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ. ടാൻ തീറ്റ എന്നാൽ സൈൻ തീറ്റ ബൈ കോസ് തീറ്റ. കോസ് തീറ്റ എന്നാൽ 1/sin തീറ്റ. അറിയാം, നിങ്ങളിതെല്ലാം പഠിച്ചിരിക്കുന്ന ആൾക്കാരാണെന്നറിയാം. ഇനി നമുക്കറിയേണ്ടത് ഈ തീറ്റയ്ക്കൊക്കെ ഒരു പ്രത്യേക വാല്യൂസ് ഉണ്ട്. അടുത്ത ചാപ്റ്ററിലാണെന്ന് തോന്നുന്നു. നമുക്ക് തീറ്റയ്ക്ക് നമ്മൾ മെയിനായിട്ട് ബേസ് ചെയ്തിരിക്കുന്ന ഒരു 5 വാല്യൂസ് ഉണ്ട്. 0, 30, 45, 60, 90. ഈ 5 വാല്യൂസ് വെച്ചിട്ടാണ് നമ്മൾ ഇതിനെ സൈനും കോസിനൊക്കെ വാലുവേറ്റ് ചെയ്യണത്. അല്ലാണ്ട് കുറച്ച് വാല്യൂസ് വരുമ്പോൾ നമുക്ക് സെർട്ടൻ ഇക്വേഷൻസ് യൂസ് ചെയ്യണം. ആ ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പഠിക്കുക. ഇനി ഇതിലേക്കാണ് ട്രിഗ്നോമെട്രിക് ഐഡൻറ്റിറ്റീസിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ ഒരു പർട്ടിക്കുലർ ഗ്രാഫിൽ നമ്മളൊരു ട്രയാങ്കിൾ പോലെയാണ് വരച്ചിരിക്കുന്നത് അല്ലേ. OPM എന്ന് പറഞ്ഞൊരു ട്രയാങ്കിളാണ്. ഇപ്പം ഇനി അതിനെ വെച്ചിട്ട് നമുക്ക് വാല്യൂസ് പറഞ്ഞാലും ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. സൈഡുകൾ വെച്ചിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണിത്. അതായത് സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ = 1 ആണ്. അപ്പോൾ നമുക്ക് സൈൻ സ്ക്വയർ തീറ്റേനെ എങ്ങനെ എഴുതാം? 1 - കോസ് സ്ക്വയർ തീറ്റ എന്ന് എഴുതാം. കോസ് സ്ക്വയർ തീറ്റേനെ 1 - സൈൻ സ്ക്വയർ തീറ്റ. അതേപോലെ തന്നെ എഴുതാൻ പറ്റിയ വേറൊരു കാര്യമാണ് സീക്ക് സ്ക്വയർ തീറ്റ = 1 + ടാൻ സ്ക്വയർ തീറ്റ. അതേപോലെ കൊസീക്ക് സ്ക്വയർ തീറ്റ = 1 + കോഡ് സ്ക്വയർ തീറ്റ. ഇത് നിങ്ങൾ നല്ലവണ്ണം പഠിച്ചിരിക്കണം, അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഐഡൻറ്റിറ്റീസാണ്. ഈ ഐഡൻറ്റിറ്റീസ് വെച്ചിട്ട് നമുക്ക് പ്രോബ്ലംസ് ചെയ്യാൻ വരും. അപ്പോൾ നമുക്കിത് കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അത് വെച്ചിട്ട് ചെയ്യണം. ഈ ടാൻ തീറ്റ പ്ലസ് കോഡ് തീറ്റ = നമുക്ക് പ്രൂവ് ചെയ്യണം 1/sin തീറ്റ കോസ് തീറ്റ എന്നാണെങ്കിൽ. ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? സൈൻ തീറ്റ ബൈ കോസ് തീറ്റയാണ്. കോഡ് തീറ്റ എന്താണ്? നേരെ തിരിച്ചാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഇത് വന്നു കഴിഞ്ഞാൽ ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അങ്ങനെയല്ലേ? സൈൻ തീറ്റേനെ എന്ത് ചെയ്യും? ഈ എക്സ് പോലെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും. സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ബൈ സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് വരും. സൈൻ സ്ക്വയർ തീറ്റയും കോസ് സ്ക്വയർ തീറ്റയുടെയും ആൻസർ എന്താണ്? 1 ആണ് അല്ലേ. അപ്പോൾ അങ്ങനെ പ്രൂവ് ചെയ്യേണ്ട കുറച്ച് പ്രോബ്ലംസ് വരുമ്പോൾ നമുക്ക് ഈ ഐഡൻറ്റിറ്റീസ് ആവശ്യമായി വരും. ഇനി 1 + കോസ് സ്ക്വയർ തീറ്റ, അതിനൊക്കെ കുറച്ച് ഇക്വേഷൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് പഠിക്കണം. അതായത് 1 + കോസ് സ്ക്വയർ തീറ്റ + 2 cos A എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ഇക്വേഷൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇതിൽ വരുന്ന ഇക്വേഷൻസ് അല്ലാതെ നിങ്ങളൊന്ന് നന്നായിട്ടൊന്ന് പഠിച്ചു നോക്കുക. ഇതൊക്കെ ചിലപ്പോൾ ഇതേപോലെ തന്നെ ചോദിക്കാം. 1 - sin A / 1 + sin A = CK - tan A (² പ്രൂവ് ചെയ്യണ രീതിയിൽ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നോക്കി വയ്ക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ. പിന്നെ ഈ ചാപ്റ്ററിൽ എടുത്ത് പറയാനായിട്ട് ഇങ്ങനത്തെ കുറച്ച് ഇതാണ് വരിക. പിന്നെ നമുക്ക് വരുന്നത് ഡയറക്റ്റ് കണ്ടോ പ്രൂവ് ചെയ്യാനുള്ള രീതിയിൽ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ചിലപ്പോൾ ഇതിൽ സീക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1/cos ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ മിക്കതും അങ്ങനത്തെ പ്രോബ്ലംസ് ഉണ്ടാവും. ഇനി sin A + cos A cos A (² - 2 sin A cos A) = അതായത് A + B (² ആ ഒരു ഫോമിൽ എഴുതുമ്പോൾ നമുക്ക് എന്താണ്? sin സ്ക്വയർ A + cos സ്ക്വയർ A × 2 sin A 2 cos A. അങ്ങനെ എഴുതില്ലേ നമ്മൾ? A + B (² അതുപോലെ എഴുതി -2 sin A cos A. sin സ്ക്വയർ A + cos സ്ക്വയർ A 1 ആണെന്ന് നമുക്കറിയാം. പിന്നെ 2ൻ്റെ 2 ടേംസും വെട്ടിപ്പോയി കഴിഞ്ഞാൽ ബാലൻസ് 1 അല്ലേ ഉള്ളൂ. അപ്പോൾ അതുപോലെ ഇത് അങ്ങനെ കുറച്ച് ആ രീതിയിലും ചെയ്യാനുള്ള കുറച്ച് പ്രോബ്ലംസ് ഉണ്ട് കേട്ടോ ഇതിലും. ഇനി കോംപ്ലിമെൻ്ററി ആംഗിൾസിൽ വരുമ്പോൾ അതും ഇതേപോലെ തന്നെ 90 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഇതിന് ഓരോ ക്വാഡ്രൻ്റ് ഉണ്ട്. സൈനും കോസിനൊക്കെ ഓരോ ക്വാഡ്രൻറ്റിലാണ് ഇവരെ റെപ്രസെൻ്റ് ചെയ്യുക. അപ്പോൾ ഇതിൽ നിന്ന് 90 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഇവർ ക്വാഡ്രൻ്റ് മാറും. അപ്പോൾ ഇവരെ വാല്യൂസ് ചേഞ്ച് ആവും. sin 90 - തീറ്റ ആകുമ്പോൾ അത് കോസായിട്ട് മാറുക ചെയ്യുക. അടുത്തതിലേക്ക് കോസിനെ 90 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ സൈനാവും. ഇത് ഈ കാര്യം അറിയണം. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഒരു വാല്യൂ വന്നിട്ട് അത് ഇപ്പോൾ സപ്പോസ് സൈൻ നിങ്ങൾക്ക് അറിയാത്തൊരു വാല്യൂ ആണ് 65 അങ്ങനെ ഞാൻ തന്നതെന്ന് വെച്ചോ. അപ്പോൾ നമുക്കത് അറിയുന്ന ഒരു വാല്യൂക്ക് മാറ്റണം. 90 - ഇപ്പോൾ സപ്പോസ് എന്താ വരിക 25 അങ്ങനെ എഴുതണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 25 ആണ് അവിടുത്തെ തീറ്റ വരിക. 65നെ എഴുതേണ്ടത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കേസിൽ അതപ്പോൾ cos 25 ആയിട്ട് എഴുതേണ്ടി വരും.
അപ്പോൾ അതൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഈ സബ്ട്രാക്ഷൻ അറിയണം. ഇപ്പം ഒട്ടും അറിയാത്തവരാണെങ്കിൽ ഇപ്പം അതുമ്മ പിടിച്ച് സമയം കളയണ്ട. അറിയണ കാര്യങ്ങൾ ഒന്നുകൂടെ നല്ലപോലെ ഫോക്കസ് ചെയ്ത് പോയാൽ മതി. ഇതിലുള്ള പ്രോബ്ലംസുകൾ ചെയ്തിട്ടുള്ളവർ അതൊന്നുകൂടി ഒന്ന് ഓർമ്മപ്പെടുത്തിയെടുത്ത് നിൽക്കുക. ട്രിഗ്നോമെട്രി ഇഷ്ടമല്ലാണ്ട് പഠിച്ചു കഴിഞ്ഞാൽ ഇത്തിരി പാടാണ്. അപ്പോൾ അറിയണ കാര്യങ്ങളെ ഒന്ന് നല്ല വൃത്തിക്ക് നോക്കി നോക്കി. അതെ, സമ്മപ്പിൽ കുറച്ച് ഇക്വേഷൻസ് ഉണ്ട്. ആ ഇക്വേഷൻസ് കാര്യങ്ങൾ sin 90 - a എന്ന് പറഞ്ഞാൽ cos a, അതായത് cos 90 - a എന്ന് എഴുതാം. അല്ലെങ്കിൽ cos a, ആ a എത്രയാണ് സബ്ട്രാക്ട് ചെയ്തത്, അതായത് അതിനെ എങ്ങനെ എഴുതാം, sin a എന്ന് മാത്രമായിട്ടും എഴുതാം. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്ന് സമ്മപ്പ് ചെയ്യുക. ഇനി ഈ ട്രിഗ്നോമെട്രിയിൽ തന്നെ വരുന്ന അടുത്ത ചാപ്റ്ററാണ് അതിൻ്റെ സം സ്പെഷ്യൽ ആംഗിൾസിൽ വരുന്നത്. അതിലാണ് ഈ ഇക്വേഷൻസിനെ കുറച്ചും കൂടി ഇലാബറേറ്റ് ചെയ്ത് കാണിച്ചു വരുന്നത്. അതിലാണ്, അതായത് sin 90 - ഒക്കെ കുറച്ചും കൂടി വരുന്നത്. ആ കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് പോവുക. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചാപ്റ്ററിൽ നമുക്ക് സൈനും കോസിനൊക്കെ വാല്യൂസ് നമ്മൾ പഠിക്കണം. സൈനിന് 0 വാല്യൂ കൊടുത്താൽ 0 ആണ്, പക്ഷേ കോസിന് 0 കൊടുത്താൽ അത് 1 ആയി മാറും. ഇതേ ഈ ടേബിൾ ലാസ്റ്റിലും കൊടുത്തിട്ടുണ്ട് വാല്യൂസ് മാത്രമായിട്ട് കേട്ടോ. ഈ റൂട്ടിൻ്റെ കാര്യങ്ങളൊന്നും നമുക്ക് നോക്കണ്ട. പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വാല്യൂസ് sin 0 0 ആണ്, sin 90ക്കാണ് 1 വരിക, കോസ് 0 എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ ആ വാല്യൂസ് സൈനും കോസും ടാനും മാത്രം. സൈനും കോസും പഠിച്ചു വെച്ചാൽ ടാൻ കിട്ടും. അതേപോലെ സൈൻ്റെയും കോസിൻ്റെയും റിവേഴ്സാണ് കൊസീക്കും സീക്കും എന്നുള്ളതറിയാം. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ടാൻ സ്ക്വയർ 60 - sin സ്ക്വയർ 30 കണ്ടോ. അപ്പോൾ ഡയറക്റ്റ് ആപ്ലിക്കേഷനാണ്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ ഡയറക്റ്റ് ഇട്ട് കൊടുക്കാൻ പറ്റിയ വാല്യൂസ്, ഇട്ട് കൊടുക്കാൻ പറ്റിയ ആംഗിൾസാണ്. അപ്പോൾ അതുകളൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് ഫോക്കസ് ചെയ്ത് ഒന്ന് ശ്രദ്ധിക്കാണ്ട് തെറ്റ് പറ്റാതിരിക്കുക. നല്ലപോലെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്യുക. സിമ്പിളായിരിക്കും. പെട്ടെന്ന് ചാടിക്കയറി ഉത്തരം എഴുതാണ്ടിരിക്കുക. പിന്നെ ഇതിൽ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു ഇക്വേഷൻസൊക്കെയാണ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ sin 3a = 3 sin a - 4 sin cube a. നിങ്ങൾക്ക് ഇതിൽ എത്രത്തോളം ഡിറൈവ് ചെയ്ത് കാണിക്കണമെന്നില്ല, പക്ഷേ ഇത് എന്താണ് വാല്യൂ എന്നുള്ളത് കാണിക്കാനുണ്ട്. അത് A30 ആയിരിക്കുമ്പോഴാണ് അത് പോസിബിൾ ആവുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ LHSും RHSും പ്രൂവ് ചെയ്യേണ്ട കേസ് വരുമ്പോൾ അതേപോലെ ഇതൊക്കെ ഐഡൻറ്റിറ്റീസാണ്. sin a - b എന്ന് പറയുന്നത് sin a cos b - cos a sin b, അതുപോലെ cos a - b എന്ന് പറയുന്നത് അതൊക്കെ കുറച്ച് ഐഡൻറ്റിറ്റീസാണ്. അപ്പോൾ ആ ഐഡൻറ്റിറ്റീസിന് നമ്മൾ ഏതൊക്കെ ആംഗിളാണ് ഇട്ട് കൊടുത്താലാണ്, സപ്പോസ് നിങ്ങൾക്കത് കാര്യമായിട്ട് കാണാണ്ട് പഠിക്കേണ്ടി വരുന്നില്ല, ഇതിൽ ആംഗിൾ സബ്സ്റ്റിറ്റ്യൂഷനാണ് വരുന്നത്. അപ്പോൾ ട്രിഗ്നോമെട്രിയിൽ അത്രയും കാര്യങ്ങളൊന്ന് നോക്കി വയ്ക്കുക. പിന്നെ ആപ്ലിക്കേഷൻ വരുമ്പോൾ ഇതിലാണ് ആപ്ലിക്കേഷൻ ഞാൻ പറഞ്ഞത്. അതായത് നമ്മൾ ഒരു സൈറ്റിൽ നിന്നിട്ട് നോക്കുകയാണ്. അപ്പോൾ നമ്മൾ താഴെ നിന്നിട്ടാണ് ഒബ്സർവ് ചെയ്യണമെന്ന് വെച്ചോ. ഒബ്സർവ് ചെയ്യുമ്പോൾ ആ നമ്മൾ നോക്കുന്ന ലൈനിനെ, അതായത് നമ്മുടെ കണ്ണിന് നേരെയുള്ളത് ഹൊറിസോണ്ടൽ ലൈനാണ്. നമുക്ക് മുകളിലേക്കുള്ള ഒരു തെങ്ങിനെയാണ് നോക്കണമെന്ന് വെച്ചോ. അപ്പോൾ ആ തെങ്ങുമിക്കുള്ള ഡയറക്ഷനിലേക്ക് നോക്കുമ്പോൾ അവിടെയാണ് തീറ്റ വരുന്നത്. അതായത് നമ്മുടെ കണ്ണിന് നേരെയുള്ള ഒരു ഹൊറിസോണ്ടൽ പ്ലെയിനും അതിന് മുകളിലേക്കുള്ള ഒബ്ജക്റ്റിക്കും. അപ്പോൾ ആ ലെവലിൽ നിന്ന് നമ്മൾ നമ്മുടെ ഹൈറ്റിന് മുകളിലേക്കുള്ള ഹൈറ്റാണ് നോക്കണത് തെങ്ങുമ്മയ്ക്കും. അപ്പോൾ അത്രയും ഹൈറ്റേ കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനത്തെ പ്രോബ്ലംസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ പിന്നെ നമ്മുടെ ഹൈറ്റും കൂടെ ആഡ് ചെയ്യേണ്ട പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ പിന്നെ ഈ ലാഡർ ഒന്ന് ചാരി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഷാഡോ കാണുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരു ടവറിൻ്റെ ഷാഡോ, ഒരു ട്രീയുടെ ഷാഡോ, അപ്പോൾ അതൊക്കെ ഒന്ന് വരയ്ക്കാനുള്ള പ്രോബ്ലംസാണ്. വരച്ചിട്ട് നിങ്ങൾ വേണം പ്രോബ്ലംസ് ചെയ്യാനായിട്ട്. അതൊക്കെ സിമ്പിൾസ് തന്നെയാണ്. നമ്മൾ ചെയ്യുന്ന രീതി തെറ്റിക്കാതിരിക്കുക. പിന്നെ ഒരിക്കലും ഈ പ്രോബ്ലംസിൽ മെയിനായിട്ട് തെറ്റണ ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളുടെ വ്യൂ പോയിൻറ്റിൽ നിന്ന് ഹൈറ്റ് നോക്കുമ്പോൾ എപ്പോഴും നമ്മുടെ കണ്ണിനെ ബേസ് ചെയ്തിട്ടാണ് ആ ഹൊറിസോണ്ടൽ ലൈൻ അല്ലെങ്കിൽ ബേസ് വരിക. അതായത് ഞാനിവിടെ നിൽക്കുകയാണ്, ഇവിടെയുള്ള ഒരു ടവറിലേക്കാണ് നോക്കണമെന്ന് വെച്ചോ. ടവറിന് അടി വരെ ഹൈറ്റ് ഉണ്ട്. നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഈ ലൈന് നമ്മുടെ കണ്ണിൽ നിന്നുള്ള ലൈനാണ് ഹൊറിസോണ്ടൽ ലൈൻ. ഇവിടെ നിന്നുള്ള തീറ്റയാണ് അവർ പറയുക. അപ്പോൾ നമ്മൾ പർട്ടിക്കുലർ ഈ ഹൈറ്റ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എല്ലാവരും മറക്കുന്ന ഒരു കാര്യം, നമ്മുടെ ഹൈറ്റ് അവർ തന്നിട്ടുണ്ടാവും. ആ ഹൈറ്റും കൂടെ കൂട്ടിയാൽ ടോട്ടൽ ടവറിൻ്റെ ഹൈറ്റ് കിട്ടുള്ളൂ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ എത്ര ഡിസ്റ്റൻസിലാണ് നിൽക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ആപ്ലിക്കേഷനാണ് കൂടുതലും ഇതിൽ കണ്ടിട്ടുള്ളത്. പിന്നെ വരാൻ സാധ്യതയുള്ളത് ആംഗിൾസ് സബ്സ്റ്റിറ്റ്യൂഷനാണ്. tan 66 96 എന്നൊക്കെ പറഞ്ഞ് ആംഗിൾസ് സബ്സ്റ്റിറ്റ്യൂഷൻ വരാണ്ടിരിക്കില്ല. ഈ ചാപ്റ്ററിന് എന്തായാലും ഉണ്ട്. 10 മാർക്കിനുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. നല്ല പോലെ അറിയുന്ന ആൾക്കാരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തെറ്റിക്കാതെ നോക്കുക. ഒട്ടും അറിയാത്തവരാണെങ്കിൽ ഈ സമയത്ത് ഇരുന്ന് ഇത് നോക്കരുത്.
ഞാൻ പറഞ്ഞ സമ്മപ്പിൽ ഈ ടേബിൾ ഉണ്ട്, ഇതൊന്ന് നോക്കി വയ്ക്കുക. അറിയാത്തവരാണെങ്കിൽ ഇപ്പോൾ ഇരുന്ന് ടൈം കളയരുത്. അറിയുന്ന പോർഷൻസ് നല്ല പോലെ തെറ്റാത്ത രീതിയിൽ പഠിക്കാൻ നോക്കുക. അപ്പോൾ ട്രിഗ്നോമെട്രി ഒക്കെയാണ്. ഇനി നിങ്ങൾക്ക് പറയാനുള്ളത് ഇതിൽ സ്റ്റാറ്റിയാണ്. സ്റ്റാറ്റിക്ക് പറഞ്ഞിരിക്കുന്ന മാർക്സ് 12 മാർക്സിനാണ് സ്റ്റാറ്റി വരുന്നത്. സ്റ്റാറ്റിസ്റ്റിക്സിൽ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. അതൊന്ന് നല്ല രീതിയിലൊന്ന് അറേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ ആ ബാർ ഗ്രാഫ് നോക്കി എത്രയാണെന്ന് കണ്ടുപിടിക്കുക. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുള്ള മീന്, മോഡ്. പിന്നെ ഇതിൽ ലാസ്റ്റ് വരുന്ന ഒരു പോർഷൻ എന്ന് വെച്ചാൽ പ്രോബബിലിറ്റിയാണ്. പ്രോബബിലിറ്റിയും അത്രയ്ക്ക് ടഫൊന്നുമല്ല, ബേസിക്സ് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക്. സ്റ്റാറ്റിസ്റ്റിക്സിൽ എന്താ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ഇതിനെ അറേഞ്ച് ചെയ്യണത്, അതിൻ്റെ ഫ്രീക്വൻസി എങ്ങനെയാണ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണമെന്ന് മാത്രമാണ് അറിയേണ്ടത്. സ്റ്റാറ്റിയിൽ വരുന്നത് നമുക്ക് കുറച്ച് ഡാറ്റ തന്നിട്ടുണ്ട്. ആ ഡാറ്റനെ നമ്മളൊന്ന് അറേഞ്ച് ചെയ്യണം. അതിനൊരു എന്തെങ്കിലും അറേഞ്ച് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുക, ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ എന്ന് പറയുക. അപ്പോൾ അത് അറേഞ്ച് ചെയ്യണത് ചിലപ്പോൾ ഇത്ര കുട്ടികളുടെ മാർക്ക് ഇത്ര, അല്ലെങ്കിൽ ഇത്ര റേഞ്ചിൽ, അതായത് 88 മുതൽ 28 വരെയുള്ള റേഞ്ചിൽ, അങ്ങനെയൊക്കെ പറയുമ്പോൾ ഒരു പർട്ടിക്കുലർ റേഞ്ച് കണ്ടുപിടിക്കാം. റേഞ്ച് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഹയസ്റ്റ് ലിമിറ്റ് എത്രയാണ്, ഏറ്റവും ലോവസ്റ്റ് ലിമിറ്റ് എത്രയാണ്, അത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് അവരുടെ റേഞ്ച്. ഇതിൽ നോക്കിയാൽ റേഞ്ച് എവിടെയാണ് വരിക നോക്കിയേ, 28 ആണ് സ്റ്റാർട്ടിങ്, എൻഡിങ് എത്രയാണ്, 90 ആണ്. അപ്പോൾ 90 to 28ൻ്റെ ഇടയിലുള്ള ഡിഫറൻസ് ആണ് അതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത്. ഇനി ഫ്രീക്വൻസി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനിടയിൽ കിട്ടിയ മാർക്സ്, അല്ലെങ്കിൽ അതിൻ്റെ ഇടയിലുള്ള എത്ര പേര്, അതായത് 28 മുതൽ, ഞാൻ പറയുന്നതാണ് ഇതിപ്പോൾ ഇതിലുള്ളതല്ല, ഞാൻ പറയുന്നത് ഇപ്പോൾ ഒരു 25 മുതൽ 30 മാർക്ക് വരെ കിട്ടിയ 5 കുട്ടികൾ, 30 മുതൽ 35 മാർക്ക് കിട്ടിയ 10 കുട്ടികൾ. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ അതാണ് അവരുടെ ഫ്രീക്വൻസി. അത് ടോട്ടൽ എത്ര കുട്ടികളുണ്ട് എന്ന് കാണിക്കും. അപ്പോൾ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും തമ്മിൽ ഡിഫറൻസ് കാണിക്കുന്നുണ്ട്. ഇനി ഇതിൽ നമുക്ക് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കിതിനെ അറേഞ്ച് ചെയ്ത് എഴുതി ടേബിൾ ചെയ്യാം, ഗ്രാഫ് വരയ്ക്കാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും. ഇനി ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ടേബിൾ എന്ന് പറയും. ഇതിൽ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും ക്ലാസ്സിൻ്റെ സൈസും കാര്യങ്ങളൊക്കെയാണ് ആദ്യം ചോദിക്കുക. ഇനി ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് വെച്ചാലേ, അതായത് സർട്ടൻ ഇതിൽ തന്നെ ഈ ക്വസ്റ്റ്യനിൽ തന്നെ 30 to 35 വെയിറ്റിലുള്ള 10 കുട്ടികളുണ്ട്. ഇനി 35 to 40ൽ 7 ആണ്. പക്ഷെ നമ്മൾ ക്യുമുലേറ്റീവിൽ എഴുതുമ്പോൾ എന്ന് വെച്ചുമ്പോൾ ആ റേഞ്ച് മാറ്റും. 30 to 35 മാറ്റില്ല, ലെസ് ദാൻ 35, ലെസ് ദാൻ 40. അപ്പോൾ 40ക്ക് താഴെ വരുന്ന എത്ര പേരുണ്ട്, അപ്പോൾ 30 to 35ൻ്റെ ഇടയിലുള്ളവർ പോടും. അപ്പോൾ തൊട്ട് മുന്നത്തെയും കൂടി ആഡ് ചെയ്താണ് ലാസ്റ്റ് വരുന്നത് എന്തായിരിക്കും, ആ ഫൈനൽ നമ്പർ ആയിരിക്കും നമുക്ക്. അതായത് ഇപ്പോൾ 50 പേരുണ്ടെങ്കിൽ 70 to 75 2 പേരായിരുന്നു നമുക്ക്. അപ്പോൾ ലെസ് ദാൻ 75 നമ്മൾ എഴുതുമ്പോൾ ആ 50 നമുക്ക് കിട്ടും. അങ്ങനെയാണ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിൽ വരാം. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എഴുതിയിട്ട് നമുക്ക് പ്രോബ്ലംസ് ഉണ്ടാവാറുണ്ട്. ഇനി അതിനെ ബേസ് ചെയ്തിട്ട് പ്രോബ്ലംസ്, ഇതിപ്പോൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി വെച്ച് ചെയ്യാനാണ്. ഇനിയിപ്പോൾ ബാർ ഡയഗ്രം വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ബാർ ചാർട്ട് അല്ലെങ്കിൽ ഗ്രാഫുകൾ വരുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതായത് ഇപ്പോൾ ഇന്ന പർട്ടിക്കുലർ എയിൽ ഈ 10നും 12നും ഇടയിൽ എത്ര ഉണ്ട് അങ്ങനെയൊക്കെ ചോദിച്ചിട്ടായിരിക്കാം വരിക, അല്ലെങ്കിൽ എത്ര കുട്ടികളുണ്ട് എന്നൊക്കെ കാണിക്കുന്ന രീതിയിലായിരിക്കും വരിക. അതൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അല്ലെങ്കിൽ ഗ്രാഫ് വരയ്ക്കാനായിരിക്കും, കൺസ്ട്രക്ഷൻ ഓഫ് ബാർ ഗ്രാഫ്. അതായത് ഇപ്പോൾ ഒരു സൈഡിൽ എക്സൈസിൽ ഇയർ കൊടുക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ലോൺ ഇൻ ക്രോഴ്സ്, എത്ര ലോണ് കൊടുത്തതെന്ന് വെച്ചാൽ വൈ ആക്സിസിൽ കൊടുത്തിട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റും ഇല്ലേ. അത് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്കെയിൽ ചെയ്യണം. ഇയറിനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം അല്ലേ. പക്ഷേ ഈ 25 ക്രോറിനെ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും, എത്ര വെച്ച് ഡിഫറൻസ് കാണിക്കണം. അപ്പോൾ ഒരു 10 crore ബേസ് ഇട്ടിട്ട് വേണമെങ്കിൽ വരയ്ക്കാം, അല്ലെങ്കിൽ 5 crore വെച്ചിട്ടാകുമ്പോൾ ഒരുപാട് ലൈൻസ് വരും. അപ്പോൾ എന്താ ഒരു 10 crore വെച്ച് വയ്ക്കാം. അപ്പോൾ 0, 10, 20, 30, 40, അപ്പോൾ 25 ആകുമ്പോൾ അതിൻ്റെ ഇടയിൽ വരച്ചാൽ മതി. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ബേസ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ സ്റ്റാറ്റി നോക്കുക. പിന്നെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസാണ് ഇതിൽ. പിന്നെ അല്ലാതെ ഇതിൽ ഒരുപാട് എന്താ പറയുക, നമ്മൾ ടെൻഷൻ അടിക്കേണ്ട രീതിയിലുള്ള പ്രോബ്ലംസ് ഒന്നും സ്റ്റാറ്റിയിൽ വരുന്നില്ല. പിന്നെ വരണത് എന്ന് പറയുന്നത് മീൻ, മോഡ്, മീഡിയൻ എന്ന് പറയുന്ന ഒരു കുറച്ച് കാര്യങ്ങളാണ്. അതായത് മീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഡാറ്റ തന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഒരു 20 മുതൽ 25 വരെ 5 പേര്, 30 മുതൽ 35 വരെ 4 പേര്, അങ്ങനെ വരുമ്പോൾ ഇത് തന്നിരിക്കുന്നത് എത്ര പേരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര തന്നിട്ടുണ്ട് ബൈ ടോട്ടൽ നമ്പർ, അങ്ങനെയുള്ളതിലേക്കാണ് മീൻ എന്ന് പറയുക. അതായത് നമുക്ക് വെയിറ്റ് തന്നിക്കാം. ഈ പ്രോബ്ലം ഒന്ന് നോക്കണേ, സോറി.
ഇതിൽ നമുക്ക് കുറച്ച് നമ്പേഴ്സ് തന്നിട്ട് കുറച്ച് വെയിറ്റ് തന്നിട്ടുണ്ട് കുറച്ച് ആൾക്കാരെ. എന്നിട്ട് അതിൻ്റെ മീൻ വെയിറ്റ് കണ്ടുപിടിക്കാനും പറഞ്ഞാൽ അതൊരു 4 പേരുടെ എത്ര പേരുന്ന്, അതായത് ഇതിൽ നമ്മൾക്ക് ടേബിളായിട്ടല്ല തരുന്നത്, വെറുതെ കുറച്ച് റാൻഡം നമ്പേഴ്സ് തന്നിട്ട് വെയിറ്റോ മാർക്സോ എന്തെങ്കിലും തന്നിട്ട് അതിൻ്റെ മീൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നിട്ടുള്ള ഡാറ്റ അറേഞ്ച് ചെയ്ത് ആഡ് ചെയ്യുക ബൈ എത്ര എണ്ണം ഉണ്ട് ടോട്ടൽ നമ്പർ. അതിനാണ് ഈ സിഗ്മ ഫോമിൽ എഴുതുന്നത്. കണ്ടോ, സിഗ്മ ഐ കംസ് ഫ്രം 1 to n, അതായത് ഐ സ്റ്റാർട്ട് ചെയ്യുക. അതിൽ ഇതിൽ ഓരോ എൻറ്റിറ്റി എക്സ് ഐ എന്ന് പറഞ്ഞാൽ ഓരോ എൻറ്റിറ്റി ഐ എന്ന് പറഞ്ഞത് 1 മുതൽ n വരെ, അതായത് 4 വരെ, 1 മുതൽ 4 വരെ. അപ്പം നമ്മളങ്ങനെ എഴുതും. ശരിക്കും പറഞ്ഞാൽ സിഗ്മ ഐ ഈക്വൽ ടു 1 to 4. ഇപ്പോൾ ചിലപ്പോൾ 30, 40 ഒക്കെ ഉണ്ടാവുമായിരിക്കും. അപ്പോൾ സം എക്സ് ഐ എന്നുള്ള രീതിയിൽ എഴുതും, അതായത് വെയിറ്റ്. അപ്പോൾ ഇതിലെത്ര വരും, 4 പേരെ വെയിറ്റ് എഴുതി ബൈ 4 എഴുതി നമുക്ക് മീൻ കിട്ടി. ഇനി ഇതിൽ നോക്കിയാൽ മാത്തമാറ്റിക്സിൽ 30 സ്റ്റുഡൻസിൻ്റെയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം, ഇതെല്ലാം കൂടെ സമ്മപ്പ് ചെയ്ത് ബൈ 30 ചെയ്യണം. ഇനി ഇതിപ്പോൾ അല്ലാതെ ഇരുന്ന് സമ്മപ്പ് ചെയ്യാൻ ഇതുണ്ടെങ്കിൽ അതിനാണ് ഇങ്ങനെ സിഗ്മ ഇതിൽ എഴുതി കാണിക്കുന്നത്. നമ്മൾ സമ്മി തന്നെ വേണം. ഇനി അതിനെ നമുക്ക് കുറച്ചും കൂടി എളുപ്പത്തിലുള്ള രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് ഇതിപ്പോൾ കുറച്ചൊരു ഗ്രൂപ്പ്ഡ് ആയിട്ടുള്ള ഡാറ്റയുടെ ആണ് അല്ലെങ്കിൽ അൺഗ്രൂപ്പ്ഡ് ഡാറ്റയുടെ ആണ് മീൻ കാണാൻ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയാണ് ചെയ്യാന്നുള്ളതാണ് ഇനി പറയുന്നത്. ഇതെല്ലാം നിങ്ങൾക്ക് അറിയുന്നതാണ്, ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഒന്നൊരു ഓവർവ്യൂ ആണ് തരുന്നത്. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് ഒന്ന് ഇതായി പോവുക. അപ്പോൾ എന്താണ്, അൺഗ്രൂപ്പ്ഡ് ഡാറ്റയുടെ തരുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ അതിൻ്റെ ഫ്രീക്വൻസി എഴുതി പോവും അല്ലേ. എത്രയുണ്ട്, 2 മാർക്സ് കിട്ടിയ 4 സ്റ്റുഡൻസ് അങ്ങനെ എഴുതി. ഇനി അതിൻ്റെ സം എടുക്കും, എന്താണ് ഫൈൻഡ് ദ മീൻ ഡിസ്ട്രിബ്യൂഷൻ എടുക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ ഫ്രീക്വൻസിയും മാർക്സും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യും അല്ലേ. എന്നിട്ടുള്ള ഒരു ഇതാണ് നമ്മൾ ഇവിടെ വരുന്നത്. ഫസ്റ്റ് സമ്മ് വരും. ഇനി ആ സമ്മിനെ എന്ത് ചെയ്താൽ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ മീൻ കിട്ടും. അതാണ് അൺഗ്രൂപ്പ്ഡ് ഡാറ്റ. ഇതിലും അവർ തമ്മിൽ വീക്കിലി ഏജസ് 90 ഉള്ള 900 ഉള്ള 12 പേര്. അപ്പോൾ എത്രയാണെന്ന് കണ്ടുപിടിച്ചു. പിന്നെ ടോട്ടൽ എംപ്ലോയീസിൻ്റെ നമ്പർ 80 ആണ്. അപ്പോൾ അതങ്ങനെ ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, അൺഗ്രൂപ്പ്ഡ് ഡാറ്റയ്ക്ക് ചെയ്യാം. ഇതിനെ അസ്യൂംഡ് മീൻ എടുക്കാം. ഇതിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വേണമെങ്കിൽ ഡയറക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഇടയിൽ മിഡിലായിട്ട് വരുന്ന ഒരാളെ പിടിച്ചിട്ട് നമുക്ക് അസ്യൂംഡ് മീൻ എടുക്കാം. അതായത് നമുക്കിപ്പോൾ ഇതിൽ 3 ഡാറ്റാസ് മുകളിലേക്കും 3 ഡാറ്റാസ് താഴേക്കും 1200 ഒരു നമ്പറാണ്. അപ്പോൾ അതാണ് നമ്മുടെ അസ്യൂംഡ് ഡാറ്റ എന്ന് വെച്ചോ. അപ്പോൾ അസ്യൂംഡ് ഡാറ്റ വെച്ചെടുക്കുന്ന ഒരു രീതിയാണ് ഇവിടെ കാണിക്കുന്നത്. അതായത് 1200 നമ്മുടെ വീക്കിലി വേജിൻ്റെ ഒരു അസ്യൂംഡ് മീൻ, അസ്യൂംഡ് ഡാറ്റയിൽ അസ്യൂംഡ് മീനാണെന്ന് വെച്ചോ. അത്രയാണ് എന്ന് വിചാരിക്കുന്നു. അങ്ങനെ ആകുമ്പോൾ ഈ 1600 ആവാൻ 900 ഉള്ള ആൾക്കാർക്ക് എത്രയാണ് അവരതിൽ കുറവുണ്ടാവുക, 300 കുറവാണ്. 1000 ഉള്ളവർക്ക് 200 കുറവാണ്. ഇതുള്ളത് 1300 ഉള്ളവർക്ക് 100 രൂപ കൂടുതലാണ്. അതാണ് പ്ലസ് സൈനിട്ടുള്ള 100 എന്ന് പറയുന്നത്. ബാക്കിയുള്ളവർക്ക് കുറവാണെന്നാണ് തന്നെ നെഗറ്റീവ് കാണിക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്യും, ഈ എംപ്ലോയീസിന് വെച്ച് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ കുറച്ചും കൂടി കാൽക്കുലേഷൻ എമൗണ്ട് കുറയും. അത് കഴിഞ്ഞിട്ട് ഡിവിഷനും കുറച്ചും കൂടി ഇതാക്കാനാണ് അസ്യൂംഡ് മീൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഇതെല്ലാം നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്. ഇനി ഗ്രൂപ്പ്ഡ് ഡാറ്റ വരുമ്പോൾ എന്താ ചെയ്യുന്നത്, നമ്മൾ ഇതേപോലെ തന്നെ ഇതിൽ 150 to 160 ഒരു പർട്ടിക്കുലർ ഏരിയയിലുള്ളതാണ് തരുന്നത്. അപ്പം നമ്മൾ അതിൻ്റെ മിഡ് പോയിൻ്റ് എടുക്കും. അതായത് 150ക്കും 60ക്കും ഇടയിലുള്ള ഒരു പോയിൻ്റ്, എന്നിട്ട് അതിനെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള വാല്യൂസ് വെച്ചിട്ട് ടോട്ടൽ നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അറിയുന്ന കാര്യങ്ങളല്ലേ, ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും ഞാൻ പറഞ്ഞു പോകണ്ട. ഇനി മീഡിയൻ എന്താണെന്നും പറഞ്ഞുതരാം. മോഡ് എന്താണെന്ന് ക്ലിയർ ആക്കി വെക്കുക, തെറ്റരുത്. ഇനി മീഡിയൻ വരുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഡാറ്റയുടെ മീഡിയൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ കുറച്ച് വെയിറ്റ് തന്നിട്ടുണ്ട്. അതിനെ അസെൻഡിങ് ഓർഡറിൽ എഴുതുക. എന്നിട്ട് അതിൽ മിഡിലിൽ നിൽക്കണത് ആരോ അല്ലെങ്കിൽ എത്ര നമ്പർ ഉണ്ട്, ഇപ്പോൾ ഒരു 16 ഡാറ്റ അല്ലെങ്കിൽ 15 ഡാറ്റ തന്നിട്ടുണ്ടെങ്കിൽ അതിനെ എന്ത് ചെയ്യുക, ആ എണ്ണം പ്ലസ് 1/2 എത്രയാണോ ആ കിട്ടുന്ന പൊസിഷനാണ് ഇവിടുത്തെ മീഡിയൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ 15 ഡാറ്റയുണ്ട്, അതിൻ്റെ കൂടെ n+1/2 16/2 8 എട്ടാമത്തെ ആളാണ് അവിടുത്തെ മീഡിയൻ എന്ന് പറയുന്നത്. അതൊരു ഓർഡർ, ഒന്നില്ലെങ്കിൽ അസെൻഡിങ് ഓർഡർ അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിൽ എഴുതുക. അപ്പോൾ അതാണ് ഇവിടുത്തെ മീഡിയൻ എന്ന് പറയുന്നത്. ഇനി അൺഗ്രൂപ്പ്ഡ് ഡാറ്റയ്ക്കും ഗ്രൂപ്പ്ഡ് ഡാറ്റയ്ക്കും വേറെ വേറെ രീതിയിലാണ് മീഡിയൻ ചെയ്യുക. നിങ്ങൾ ചെയ്ത് പഠിച്ചിട്ടുള്ള ആൾക്കാരാണ്. സമയക്കുറവ് കാരണം ഞാൻ സ്കിപ്പ് ചെയ്ത് വിടാണ്, നിങ്ങൾക്കറിയാം.
പിന്നെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആയിട്ട് ചെയ്യുമ്പോൾ എന്താണ്, നമ്മൾ ഇതേപോലെ തന്നെ അസ്യൂം ചെയ്യും അല്ലേ, ഒരു ഓർഡറിൽ പർട്ടിക്കുലർ ഓർഡറിൽ നോക്കും, എന്നിട്ട് അതിൽ ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ അസ്യൂംഡ് മീഡിയൻ ആയിട്ട് എടുക്കും, എന്നിട്ട് അതിൽ നിന്നുള്ള ഡിഫറൻസ് ആണ് എടുക്കുക. ഇനി ഇതിൽ പറയാനുള്ളത് മീൻ എടുത്തു, മീഡിയൻ എടുത്തു, മോഡിലേക്കാണ് പോണത്. മോഡ് എങ്ങനെയാണ്, അതായത് കുറച്ചധികം നമ്പേഴ്സ് തന്നിട്ടുണ്ട്, അതിനെ ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതിയിട്ട് ഏറ്റവും മാക്സിമം ഫ്രീക്വൻസി ഏതാണ് വരുന്നത് അതാണ് എന്തെന്ന് പറയുന്നത്, മാക്സിമം എത്ര വരുന്നത് അതാണ് അതിൻ്റെ മോഡ് എന്ന് പറയുക. ഇതിൽ അൺഗ്രൂപ്പ്ഡ് ഡാറ്റയ്ക്കും ഗ്രൂപ്പ്ഡ് ഡാറ്റയ്ക്കും ഒക്കെ സെപ്പറേറ്റ് ആണ് വരിക. ഇതിൽ നോക്കിയേ, ഈ പ്രോബ്ലത്തിൽ ഏറ്റവും ഹയ്യസ്റ്റ് നമ്പർ വരുന്നത് 22 അല്ലേ, ആ 22 വരുന്നത് 45 നേരല്ല, അപ്പോൾ അതാണ് അതിൻ്റെ മോഡ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ ഈ ചാപ്റ്ററിൽ വരുന്നുള്ളൂ, മീൻ, മോഡ്, മീഡിയൻ എന്ന് പറയുന്ന കാര്യങ്ങൾ. പിന്നെ ഇതിൽ വരുന്നത് ഈ ലാസ്റ്റ് മോഡ്യൂളിൽ വരുന്ന ചാപ്റ്റർ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പ്രോബബിലിറ്റി ആണ്. പ്രോബബിലിറ്റിയുടെ കാര്യം പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്രത്തോളം സാധ്യതയുണ്ട് എന്ന് പറയുന്നതാണ് ഈ പ്രോബബിലിറ്റി. അതായത് നമ്മൾ എപ്പോഴും ചെയ്യുന്നതാണ് ഒരു കോയിൻ ടോസ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതിൽ ഹെഡുണ്ട് ടെയിലുണ്ട്. അപ്പോൾ ഒരു പ്രാവശ്യം ടോസ് ചെയ്ത് എത്ര പ്രാവശ്യം ഹെഡ് വരാം, ഒരു പ്രാവശ്യം ഹെഡ് വരാനുള്ള സാധ്യത, അതായത് എത്ര ഔട്ട്കംസ് ഉണ്ട് അതിൽ നിന്ന് വരാനുള്ള സാധ്യത, അത് കാണിക്കുന്നതാണ് ഈ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ഇതിൽ ആ സാധ്യതകളെ കുറിച്ച് മാത്രമേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് കാർഡ്സിനെ കുറിച്ച് അറിയാത്തവരൊന്ന് നോക്കി വയ്ക്കുക. ഒരു പാക്കിൽ എത്ര കാർഡ് ഉണ്ടായിരിക്കും, 52 കാർഡ് ഉണ്ടാവും. അതിൽ 4 സെറ്റാളത് 13 കാർഡുള്ള 4 സ്യൂട്ട് ഉണ്ടാവും. അതിൽ സ്പേഡ് ഉണ്ടാവും, ഹാർട്ട് ഉണ്ടാവും, ഡയമണ്ട് ഉണ്ടാവും, ക്ലബ്ബ് ഉണ്ടാവും. അതിൽ ബ്ലാക്ക് കളർ വരുന്നത് സ്പേഡും ക്ലബ്ബാണ്. അതായത് 13 26 എണ്ണം, റെഡ് 26, ബ്ലാക്ക് 26. പിന്നെ ഫേസ് കാർഡ്സ് വരുന്നത് കിങ്, ക്യൂന്, ജാക്ക് ഒക്കെയാണ്. പിന്നെ 1 2 3 ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അത്രയും കാര്യങ്ങളൊന്ന് ഇതാക്കി വയ്ക്കുക. ഫേസ് കാർഡ് വരാനുള്ള പ്രോബബിലിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് വരാറുണ്ട്, അത് കാരണമാണ്. പിന്നെ ഒരു ഇവൻറ്റിൻ്റെ പ്രോബബിലിറ്റി കാണാനായിട്ട് എന്താണ്, നമ്പർ ഓഫ് ഔട്ട്കംസ്, എത്ര ഔട്ട്കംസ് ഉണ്ട്. അതായത് ഇപ്പം നമ്മൾ ഒരു ഡൈ ഇടാന്ന് വെച്ചോ, കളിക്കുന്നതിൻ്റെ അടുത്ത് 6 അല്ലേ, 6 ഡോട്ട് വരെ കിട്ടുക. 1 2 3 4 5 6 6. അപ്പോൾ 6 ഔട്ട്കംസ് ഉണ്ട്. അതിൽ 3 വരാനുള്ള പോസിബിലിറ്റി എത്രയാണ്, ഒരു പ്രാവശ്യം എറിയുമ്പോൾ 3 വരാനുള്ള പോസിബിലിറ്റി എന്താണ്, ഒരു 3 അല്ലുള്ള, അപ്പോൾ 1/6 ആണ് വരിക. ഇനി 2 പ്രാവശ്യം എറിയുമ്പോൾ 3 വരാനുള്ള പോസിബിലിറ്റി 2 പ്രാവശ്യം 3 വരാം, അങ്ങനെ. അപ്പോൾ എത്രയാണ് പോസിബിലിറ്റി എന്ന് കാണിക്കുന്നതാണ് ഈ പ്രോബബിലിറ്റി എന്ന് ചോദിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ ഇതിൽ പറയാനുള്ളൂ. പിന്നെ പ്രോബബിലിറ്റീനെ കുറിച്ച് കൂടുതൽ പറയുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര ഔട്ട്കംസ്, അതായത് ഇപ്പോൾ ഒരു നമ്മളൊരു ടോസ് ചെയ്യുന്ന കാര്യം പറഞ്ഞു, ഹെഡും ടെയിലും വരുന്ന കാര്യം പറഞ്ഞു. ഈ പ്രോബ്ലത്തിലൊന്ന് നോക്കിയേ, അതായത് ഒരു കോയിൻ ടോസ് ചെയ്ത് 2 times ആണ് ടോസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ഹെഡ് ഈച്ച് ടൈം, ഓരോ പ്രാവശ്യം 2 പ്രാവശ്യം ഹെഡ് കിട്ടാനുള്ള പോസിബിലിറ്റി ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ടോസ് ചെയ്തപ്പോൾ ഒരു ഹെഡും ടെയിലാണ് വന്നതെന്ന് വെച്ചോ, ഫസ്റ്റ് ഹെഡ് പിന്നെ ടെയിൽ, പിന്നെ ചെയ്തപ്പോൾ 2 ടെയിൽ വന്നു, പിന്നെ ഒരു ടെയിലും ഒരു ഹെഡും വന്നു, പിന്നെയാണ് ഒരു ഹെഡ് വന്നതെന്ന് വെച്ചോ. എങ്ങനെ നോക്കിയാലും 2 ഹെഡ് വരാനായിട്ട് ഒരു പോസിബിലിറ്റിയല്ലേ ഉള്ളൂ 4 ഔട്ട്കംസിൽ. അപ്പോൾ 1/4. അല്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഹെഡ് കിട്ടാനുള്ള പോസിബിലിറ്റി ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് വരും, ഹെഡ് 3 പ്രാവശ്യമെങ്കിലും വരുന്നുണ്ട് അല്ലേ, ഹെഡും കൂടി വരും, ഹെഡും ടെയിലും വരും, ടെയിലും ഹെഡും വരും. അപ്പോൾ അത് 3/4 ആണ്. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഈ പ്രോബബിലിറ്റിയിൽ വരുന്നുള്ളൂ. പ്രോബബിലിറ്റിയിൽ ഭയങ്കര ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും വരാൻ സാധ്യത കുറവാണ്. കുറച്ച് ഈ ഡൈസിൻ്റെ കാര്യം അല്ലെങ്കിൽ ഈ ഹെഡ്, ടെയിൽ, പിന്നെ കാർഡ് ഇത്രയും കാര്യങ്ങൾ വരുള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാ ചാപ്റ്റേഴ്സും ഞാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും നല്ല രീതിയിൽ എക്സാം എഴുതുക. എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടട്ടെ, എല്ലാവരും പാസ്സാവട്ടെ. അപ്പോൾ ഓക്കെ.